can persuade Eve like the serpent and reshape the fate of humanity. They can encourage and counsel like Lord Krishna to Arjuna. Narratives can start wars and can also end them. Taking part in this panel discussion, we have the very respectful N. Somashekaran sir. മലയാളത്തിന് ഒരിക്കലും മറക്കാനാവാത്ത ഒരു സൂപ്പർ ഹീറോയെ സമ്മാനിച്ച സൃഷ്ടിശക്തി. 1983 പ്രിയപ്പെട്ട ബാലമാസികയായ ബാലമംഗളം പ്രസിദ്ധീകരണത്തിന് വേണ്ടി അദ്ദേഹം, അതിൻ്റെ ഫൗണ്ടർ എഡിറ്റർ കൂടിയായ അദ്ദേഹം ഒരു ചെറിയ കഥാപാത്രത്തെ സൃഷ്ടിച്ചു. എന്നാൽ ആ ചെറിയ കഥാപാത്രം പിന്നീട് ഒരു വലിയ സാംസ്കാരിക നായകനായി മാറി. A character who would go on to become a cultural phenomenon, the iconic superhero Mouse Dinkin. പങ്കിലക്കാടുകളിൽ നിന്ന് വന്ന ഒരു കുഞ്ഞൻ എലി സൂപ്പർ ഹീറോ. Along with artist baby, Mr. Somashekaran sir brought Dinkin to life. ഒരു കോമിക് ബുക്ക് കഥാപാത്രം മാത്രമല്ല, ഹാസ്യവും പരിഹാസവും അനീതിക്കെതിരായ ശബ്ദവും ചേർന്ന ഒരു പ്രതീകമായി ഡിൻകൻ മാറി. ഒരു തികഞ്ഞ സാത്വികൻ്റെ എല്ലാ ഭാവവുമുള്ള സോമശേഖരൻ സാറ് തന്നെയാണ് അല്പം കുറുമ്പനും അതിമാനുഷികനുമായ ഡിൻകനെ സൃഷ്ടിച്ചതെന്നുള്ളത് അവിശ്വസനീയം. അദ്ദേഹത്തോടൊപ്പം പാനൽ ഡിസ്കഷനിൽ ചേരുന്ന ശ്രീ മാധവൻ പള്ളത്തേരി സർ, ഹു വാസ് ഇൻ ചാർജ് ഓഫ് ചിൽഡ്രൻസ് ഡിവിഷൻ മലയാള മനോരമ. നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ പറഞ്ഞതുപോലെ ആദ്യകാലങ്ങളിൽ ബാലരമയ്ക്ക് വേണ്ടിയുള്ള ഒരുപാട് ഈഗറായിട്ടുള്ള ഒരു വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് കുട്ടൂസൻ, ഡാഗിനി, മായാവി, ലുട്ടാപ്പി പോലുള്ള കഥാപാത്രങ്ങൾ ഇന്നും വളരെ കറൻറ്റായിട്ട് ഡിസ്കഷൻസിൽ നിൽക്കുമ്പോൾ കുട്ടൂസനും ഡാഗിനിയും അന്നതൊക്കെ വളരെ നിഷ്കളങ്കമായ മനസ്സോടെ വായിച്ചെടുത്തെങ്കിലും ഇന്ന് കുട്ടൂസനെയും ഡാഗിനിയും ആദ്യകാല ലിവിങ് ടുഗെദർ കപ്പിളായിട്ടും രാജുവിനെയും രാധയും ആദ്യകാല ബെസ്റ്റീസായിട്ടും, ഇൻഫാക്റ്റ് കുട്ടൂസനും ഡാഗിനിയും രാജുവിൻ്റെ രാധയുടെയും ഒരു മാനിപ്പുലേറ്റഡ് ടൈം ലൈനിൽ എത്തിപ്പെട്ടതിന് ശേഷം ഒറിജിനൽ ടൈം ലൈനിലേക്ക് പോകാൻ വേണ്ടിയാണ് മായാവിയെ പിടിക്കാൻ ശ്രമിക്കുന്നതെന്നും വിക്രമനും മുത്തുവും ഒരു ഏർലിയർ വേർഷൻസ് ഓഫ് ഗേ കപ്പിളായിട്ടും ഒക്കെ, ഇൻഫാക്റ്റ് പുട്ടാലു ലുട്ടാപ്പിയുടെ ഒരു എക്സാജറേറ്റഡ് വേർഷൻ ആണെന്നും, അങ്ങനെ ബാലരമയും അല്ലെങ്കിൽ ബാലരമയിലെ കഥാപാത്രങ്ങളായ ഇവരെക്കുറിച്ചുള്ള കഥകളും വായനകളും ഒരിക്കലും തീരുന്നില്ല. സോമശേഖരൻ സാറിനോടും മാധവൻ സാറിനോടും ഒപ്പം ചേരുന്ന ശ്രീ ടി എൻ സുബോധ് കുമാർ സാർ, ഫോമർ ഡിസൈനർ, ചിൽഡ്രൻസ് ഡിവിഷൻ മലയാള മനോരമ. അവരോടൊപ്പം സനീഷ് സാറും. 3 പേരെയും ഏറെ സ്നേഹത്തോടെ ഐ വെരി ഗ്ലാഡ്ലി വെൽക്കം to initiate a panel discussion on changing times, changing stories, generational shifts in children's storytelling. Welcome. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സെഷനിലേക്ക് നമ്മൾ കടക്കുകയാണ്. 3 ആളുകൾ അവർ ഈ രംഗത്തേക്ക്, അതായത് സർഗാത്മകമായ, അതായത് ബാല സാഹിത്യ രംഗത്തേക്ക് വരുന്നൊരു പശ്ചാത്തലം ഒക്കെ 3 പേരും പറഞ്ഞ്, പിന്നെ ചോദ്യത്തിലേക്ക് കൂടുതൽ ഇതിനകത്ത് ഒരു പ്രഭാഷണ ചാതുരിയുള്ള ഒരാൾ സോമശേഖരൻ ചേട്ടനാണ്. മറ്റ് 2 പേരും കൂടുതലും ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തുറന്ന് സംസാരിക്കാം. നിങ്ങളുടെ ഒരു കൂട്ടുകാരെന്ന നിലയിൽ പ്രത്യേകിച്ചും വളരെ ലളിതമായ രീതിയിൽ നിങ്ങളോട് ഇടപെട്ടിട്ടുള്ള ആളുകളാണല്ലോ. ഇപ്പോൾ സോമശേഖരൻ ചേട്ടൻ്റെ മേഖല ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. പ്രിയപ്പെട്ട മാധവൻ, അദ്ദേഹം കുറച്ചുകൂടെ മുതിർന്ന ഒരു ഹൈസ്കൂൾ ലെവലിൽ, ഒരു UP ഹൈസ്കൂൾ ലെവലിൽ അതിന് മുകളിലോട്ടുള്ള മാധവൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, മാധവൻ്റെ എഴുതുന്ന സ്ക്രിപ്റ്റ് ഒരു 90 വയസ്സോ അല്ലെങ്കിൽ അതിന് മുതിർന്ന ആളുകളൊക്കെ, വലിയ സർവകലാശാല പ്രൊഫസർമാരും ഒക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ സൂത്രനെ വായിക്കാറുണ്ടെന്ന്. അതായത് ഒരു UP ഹൈസ്കൂൾ തൊട്ട് വളരെ പ്രായമായ എന്നാൽ വളരെ ഗൗരവമായി സൈദ്ധാന്തികമായൊക്കെ ചിന്തിച്ച് നടക്കുന്ന മനുഷ്യന്മാരൊക്കെ, അവരെയൊക്കെ ഇഷ്ടപ്പെടുത്തുന്ന ഒരു കഥാപാത്രം, അയാൾ മറ്റേ ഇക്കു സൂത്രൻ, അങ്ങനെയുള്ള പ്രധാന കഥാപാത്രങ്ങളൊക്കെ മാധവൻ്റെ വഴി, മാധവന് ഞാൻ നേരത്തെ പറഞ്ഞു വരയും വഴങ്ങുന്ന ആളാണ്. അപ്പോൾ അങ്ങനെയുള്ള അതുമായി ബന്ധപ്പെട്ട എല്ലാത്തരം ബാലസാഹിത്യ രംഗവും, അതായത് ബാലരമയിൽ വളരെ മുതിർന്ന ആളുകൾക്ക് വേണ്ടി എഴുതുന്ന കുറേ എഴുത്തുകാരൊക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ. ബാലരമയിൽ അങ്ങനെ പ്രവർത്തിച്ച ഒരുപാട് പേരങ്ങനെ നോവലും
മറ്റ് കഥകളൊക്കെ എഴുതി അവർ തഴക്കം വന്ന പ്രതിഷ്ഠ നേടിയ ആൾക്കാരാണ്. നല്ല വായനക്കാരുള്ള ഒരുപാട് കഥകളൊക്കെ എഴുതിയ ആൾക്കാർ, കുറേ അധികം ആളുകൾ ബാലരമയുടെ ഉള്ളിലുണ്ട്. അപ്പോൾ അങ്ങനെ എഴുത്തിൻ്റെ പല മേഖലയെപ്പറ്റി നിങ്ങൾക്ക് മാധവനോട് ചോദിക്കാം. സുബോധ് ഏറ്റവും കൂടുതൽ വരച്ചത് കളിക്കുടുക്കയാണ്. അതായത് LP UP കുട്ടികൾക്ക് വേണ്ടി അവരുടെ അവരുടെ ദൃശ്യഭാഷയെ രൂപപ്പെടുത്തുന്നതിൽ സുബോധിന് വലിയ പങ്കുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം ഉടനെ ഭാഷാഭൂഷണിയിലും വരയ്ക്കും. ഭാഷാഭൂഷണിയിലും വരച്ചിട്ടുണ്ട്. ഭാരിത ഒരുപാട് മറ്റ് പ്രസിദ്ധീകരണങ്ങളിൽ നമ്മുടെ ബോബി ജോസ് കട്ടിക്കാട് അച്ഛൻ്റെ പുസ്തകങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ധാരാളമായിട്ടുള്ള രചനയുണ്ട്. അങ്ങനെ പിന്നെ അത് നല്ലൊരു ഗംഭീരനായുള്ള പെയിൻറ്ററാണ്. ഗംഭീരനായ അല്ല ആ നിലയിൽ അങ്ങനെ വഴിയെപ്പറ്റി നിങ്ങൾക്ക് ചോദിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുക. അപ്പം ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇടയ്ക്ക് നമുക്ക് ഈ സംഭാഷണ വേളയിലൊക്കെ ഇടപെടാം. അപ്പോൾ അതിൻ്റെ തുടക്കം കുറിക്കുവാനായിട്ട് ഏറ്റവും ബഹുമാനപ്പെട്ട സോമശേഖരൻ ചേട്ടനെ ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന മഹത്തുക്കൾക്കും എൻ്റെ മുമ്പിരിക്കുന്ന എൻ്റെ അനുജത്തിമാർക്കും അനുജന്മാർക്കും നമസ്കാരം. കൂട്ടത്തിൽ ഒരു കിളവനാണ് ഞാൻ. കൊണ്ട് വിളിച്ചപ്പോൾ എന്നെ വേണമെന്ന് ഞാൻ ചോദിച്ചതായിരുന്നു. കഥയാണ് പ്രശ്നം. കഥകളാണ് പ്രശ്നം ഇല്ലാതെയാക്കുന്നതും. ഈ ബെഡ് ടൈം സ്റ്റോറീസിൻ്റെ ഘട്ടം കഴിഞ്ഞവരാണ് നിങ്ങൾ ഘട്ടം കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് പ്രായം കൊണ്ടേ കഴിഞ്ഞിട്ടുള്ളൂ. അമ്മയുടെ അരികിൽ കിടന്ന് നല്ല കഥ കേട്ടെങ്കിൽ മാത്രമേ ആ ഘട്ടം കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ കഴിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല. ഇപ്പം നമ്മൾ വിളക്ക് കൊളുത്തിയപ്പോൾ ഒരു മന്ത്രം ജപിച്ചു. തമസിൽ നിന്നും വെളിച്ചത്തിലേക്കാണ്. തമസോമ ജ്യോതിർഗമയ. കുട്ടിയോട് പറയും ഇരുട്ട് പോകാനാണ് വിളക്ക് കൊളുത്തിയെന്ന് പറയും. നിങ്ങളോടെന്ത് പറയും? ഉള്ളിൽ കുറച്ച് ഇരുട്ടില്ലേ, ആ ഇരുട്ടാണ് പോകേണ്ടത്. ഇവിടെ പ്രിൻസിപ്പൽ അച്ഛൻ പറഞ്ഞില്ലേ, എന്താണോ നിൻ്റെ ഉള്ളിലുള്ളത് അതാണ് നീ പുറത്ത് കാണുന്ന ലോകം. സംസ്കൃതത്തിൽ പറയും യഥാ ദൃഷ്ടി തഥാ സൃഷ്ടി. അപ്പം എന്താണ് എൻ്റെ ഉള്ളിലുള്ള ഇരുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ്റെ സന്തോഷമില്ലായ്മ. എനിക്ക് എവിടെ നിന്നൊക്കെയാണ് പ്രശ്നമുള്ളത്? എനിക്ക് എന്നിൽ നിന്ന് പ്രശ്നമുണ്ട്, എനിക്ക് സമൂഹത്തിൽ നിന്ന് പ്രശ്നമുണ്ട്, അല്ലേ? ഞാൻ സമൂഹത്തിന് പ്രശ്നം ഉണ്ടാക്കണ്ട്. ഈ മൂന്നും പോകണമെങ്കിൽ ഉള്ളിൽ വെളിച്ചം വരണം. അത് കുട്ടിയോട് നമ്മൾ പറയില്ല. കുട്ടിക്കഥ കേട്ട കുട്ടിയോട് പിന്നീട് പറഞ്ഞു കൊടുക്കും, കുട്ടി മക്കളെ ഈ അകത്തെ ഇരുട്ടാണ് പോകേണ്ടത്. പിന്നെ പറഞ്ഞു എന്താ, മൃത്യോമാ അമൃതംഗമയ. മരണത്തിൽ നിന്നും അമൃതത്തിലേക്ക് പോകട്ടെ. അത് പറ്റുമോ? പറ്റും. കുറച്ച് നീണ്ട വിഷയമുണ്ട്, ഞാനത് വിവരിക്കുന്നില്ല. പറ്റും എന്നറിഞ്ഞിരിക്കുക. അസതോമ സദ്ഗമയ. അസത്തിൽ നിന്നും സത്തിലേക്ക്, ശരിയായ സത്യം അല്ലാതെ സത്യമെന്ന് തോന്നിപ്പിക്കൽ നിന്നും യഥാർത്ഥ സത്യത്തിലേക്ക് എന്നെ കൊണ്ടുപോകണേ. കുട്ടിയോട് നമ്മൾ പറയും നുണ പറയരുത്, സത്യം പറയണം. അപ്പോൾ വായനയുടെ ഒരു മെച്യൂരിറ്റി. എനിക്കുണ്ടായൊരു ഭാഗ്യം, കോതകുളത്തൊരു പബ്ലിക് ലൈബ്രറിയിലെ ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ് ആയപ്പോഴത്തേക്കും ഓൾമോസ്റ്റ് അവിടുത്തെ പുസ്തകങ്ങൾ മുഴുവൻ വായിച്ചു തീർത്തു. മുട്ടത്തൂറയ്ക്കും കാനോജിയായിരുന്നു വായിച്ചത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല ആ പേരൊക്കെ. അത് ഒന്നുമില്ലൊരു പണക്കാരൻ പണക്കാരിയെ പാവപ്പെട്ടവളെ പ്രേമിക്കും, അല്ലെങ്കിൽ പാവപ്പെട്ടവൻ പണക്കാരിയെ പ്രേമിക്കും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയ കഥ മുഴുവൻ വരിക. അത് കുറേ അങ്ങോട്ട് വായിച്ചു കഴിഞ്ഞ് ഏതെടുത്താലും ഒരു കഥയാന്ന് പറഞ്ഞപ്പം എങ്ങനെയോ ആ വായന MTയിലേക്ക് പ്രവേശിച്ചു.
ഇന്ന് മനസ്സിലാക്കുന്നു വായനയുടെ പക്വത വളർന്നാണ്, അറിയാതെ. പിന്നീട് കുറച്ചങ്ങോട്ട് ചെന്നപ്പോൾ മനസ്സിലായി അതും വിരസത തോന്നിപ്പം ലേഖനങ്ങളിലേക്ക് പോയി. ആ ലേഖനങ്ങൾ പിന്നീട് ഗൗരവമായ വിഷയങ്ങളിലേക്ക് മാറി. അങ്ങനെ പോയപ്പോഴത്തേക്കും 44 വയസ്സ് ഞാൻ ജോലിയും രാജിവെച്ചു. വായന നമ്മളെ വളർത്തും. അതുകൊണ്ടാണ് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞത്, വായിച്ചാൽ വളരും, അല്ലെങ്കിൽ വളയും. ഇപ്പം നിങ്ങൾക്ക് തീരുമാനിക്കാം വളരണമോ വളയണമോ എന്നുള്ളവരും. ഒരു 3 മിനിറ്റ് എടുത്ത് ഞാൻ നിർത്താം. കഥകളാണ് ഏറ്റവും കൂടുതൽ നമ്മളെ സ്വാധീനിക്കുന്നത്. കാരണം കഥ നമ്മുടെ വൈകാരിക തലങ്ങളെ സ്പർശിക്കും. മാത്തമാറ്റിക്സ് പഠിച്ചോ, സുവോളജി പഠിച്ചോ, ബോട്ടണി പഠിച്ചോ ഒരു കുട്ടിയും വഴി തെറ്റിയിട്ടില്ല. ഉണ്ടോ? ഞാൻ സുവോളജിക്കാരനായിരുന്നു. വഴി തെറ്റാറുണ്ടോ? ബോട്ടണി പഠിച്ച എൻ്റെ കുട്ടി മോശമായിപ്പോയി. പക്ഷെ ലിറ്ററേച്ചർ വായിച്ചാൽ നന്നാവാനും മോശമാകാനും സാധ്യതയുണ്ട്. അത് ബുദ്ധിയിൽ ഉപരി സംവദിക്കുന്നതിനോടാണ്, വൈകാരിക തലങ്ങളിലാണ്. ഒരു വേൾഡ് ക്ലാസിക് എഴുതിയ ആളുടെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. ഒരു കൊച്ചു സംഭവം പറഞ്ഞ് നിർത്താം. ചോദിക്കരുത്, ചോദ്യം ചോദിക്കരുത് കഥയിൽ, അത് കേട്ടച്ചാൽ മതി. കാരണം അതിൻ്റെ അകത്ത് ഒരു രത്നം വച്ചിട്ടുണ്ടാവും. ഒരു കുട്ടിക്കൊരു പനി വന്നു, ഗുളിക കൊടുത്തിട്ട് കഴിക്കുന്നില്ല. അമ്മ പഴത്തിൻ്റെ അകത്ത് ഗുളിക കുത്തി കയറ്റിട്ട് അവന് കഴിക്കാൻ കൊടുത്തു. പഴം കഴിച്ചു. എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിച്ചു. നല്ല പഴമായിരുന്നു, അതിൻ്റെ അകത്തൊരു കുരു ഉണ്ടായിരുന്നു, ഞാൻ തുപ്പിക്കളഞ്ഞു അമ്മയെന്ന് പറഞ്ഞു. ഇപ്പോൾ ഓരോ കഥയ്ക്കകത്തും ഒരു ഗുരുവുണ്ട്. ഒരു അമ്മ, മകൻ, അച്ഛനില്ല, കുട്ടി മുതിർന്നു, വിവാഹം കഴിച്ചു, അങ്ങനെ ഒരുമിച്ച് ജീവിക്കുന്നു. ഒരു 3-4 മാസം കഴിഞ്ഞപ്പോഴാണ് കഥ. ചോദ്യം ചോദിക്കരുതേ. മകൻ്റെ മുഖത്ത് വിഷാദം. എന്താ പറ്റിയെന്ന് ചോദിച്ചു. അല്ലാതെ അവൾക്ക് ഒരു സംതൃപ്തിക്കുറവ്. എന്താ മക്കളെ പറ്റിയത്? മാറി താമസിക്കണം എന്നാണ് പറഞ്ഞത്. നീ സന്തോഷമായിട്ടിരുന്നാൽ മതി, മക്കൾ മാറി താമസിച്ചോളൂ എന്ന് പറഞ്ഞു. ഇങ്ങനെ മാറി താമസിച്ചു. പക്ഷെ എല്ലാ ദിവസവും അമ്മയെ കാണാൻ വരും. ഇപ്പോൾ ഒരു ദിവസം അമ്മയെ കാണാൻ മുഖത്ത് വിഷാദം. എന്താ മോനെ വിഷമം? ഇങ്ങനെ എന്നും എന്തിനാ അമ്മയെ കാണാൻ വന്നെന്നാണ് അവൾ ചോദിക്കണേ. ഇവിടെ വീട്ടിലൊരു സമാധാനമില്ല. ഇനി മോനൊന്നും വരണ്ട, ആഴ്ച ഒരിക്കൽ മതി, നീ സന്തോഷമായിട്ടിരുന്നാൽ മതി. പിന്നെ ആഴ്ച ഒരിക്കലായി. രസകരമായിട്ടാണ് കഥ വിവരിക്കുന്നത്. പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും മകൻ്റെ മുഖത്ത് വിഷാദം. എന്താ പറ്റി? എന്തിനാ ആഴ്ച ഇങ്ങനെ കാണാൻ പോകണമെന്ന് ചോദിക്കണത്? മാസത്തിലൊരിക്കൽ പോയാൽ പോരെ? അങ്ങനെ മാസത്തിലൊരിക്കയായി. 3-4 മാസം കുഴപ്പമില്ലായിരുന്നു. പിന്നീട് മുഖത്ത് വിഷമം. എന്താണെന്ന് വെച്ചു. എന്തിനെങ്ങനെ അമ്മയെ കാണണേ? എന്നാ മക്കൾ വർഷത്തിലൊരിക്കൽ വന്നാൽ മതി. അങ്ങനെ 1-2 വർഷം കഴിഞ്ഞു. പിന്നെ ഒരു ദിവസം വന്നപ്പം മകൻ്റെ മുഖത്ത് വലിയ വിഷമം. എന്താ പറ്റിയെന്ന് വെച്ചു. അവൾക്ക് അപ്പോൾ ഈ പെൺകുട്ടി വിചാരിച്ചിട്ട് ഇദ്ദേഹം അമ്മയുടെ അടുത്ത് മാറ്റാൻ പറ്റുന്നില്ല. അപ്പോൾ വലിയ വിഷമിച്ചെന്ന് വെച്ചാൽ, നിനക്ക് എന്താ പറ്റി? അമ്മ അവൾക്കൊരു മാറാരോഗമാണ്, ചികിത്സിപ്പിക്ക് മരുന്നില്ല, ഒറ്റമൂലിയേ ഉള്ളൂ, അത് കിട്ടാനും ബുദ്ധിമുട്ടാണ്. നിൻ്റെ സന്തോഷത്തിന് വേണ്ടി അമ്മ എന്തു ചെയ്യാം മക്കളെ? അപ്പോൾ ആ ഒറ്റമൂലി പറഞ്ഞു കൊടുത്തു. ഒരു മരുന്നൊക്കെ ഉണ്ടാക്കി അതിൻ്റെ അകത്ത് അമ്മയുടെ കരളും കൂടെ പറിച്ച് ചേർത്ത് ആക്കി കൊടുത്താലേ അസുഖം മാറുള്ളൂ. അമ്മ ഒന്നും മിണ്ടിയില്ല, അകത്തേക്ക് പോയി. കുറച്ച് മക്കളെ എന്ന് വിളിക്കുക. ഈ കുട്ടി അകത്തേക്ക് കയറി ചെന്നു. ചെറുകുമ്പം അമ്മ രക്തത്തിൽ കുളിച്ച് കിടക്കുന്നു, കരൾ പറിച്ച് കൈ പിടിച്ചിരിക്കണു. നിനക്ക് എടുക്കാവോ എന്ന് ചോദിക്കരുത്, എടുത്ത് നിൽക്കുകയാണ്. മക്കളെ കൊണ്ടുപോയി കൊടുക്കൂ, അവളുടെ അസുഖം മാറട്ടെ, നീ സന്തോഷമായിട്ടിരിക്കൂ. ദൈവം പുറത്തിറങ്ങി. ഇട്ടി വെട്ടി, ഭയങ്കര മഴ, കൊള്ളിമീൻ മിന്നുന്നു. പാടവരമ്പിലേക്ക് ഓടുകയാണ്. ഓടുമ്പോൾ പാടവരമ്പിലുള്ളൊരു കല്ല് തട്ടി ഇയാൾ മുന്നും കുത്തി വീഴുകയാണ്. അപ്പോൾ ഒരു ശബ്ദം കേട്ടു, മോനെ നിനക്ക് നൊന്തോ, മോനെ നിനക്ക് നൊന്തോ. ഈ ശബ്ദം എവിടെ നിന്നാന്ന് നോക്കുമ്പോൾ കാണുന്നത് ഈ പറച്ചിട്ട കരൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, നിനക്ക് നൊന്തോ, നിനക്ക് നൊന്തോ.
നിങ്ങൾ കുറേ പേരെങ്കിലും അമ്മയെ ഓർക്കുന്നില്ലേ? ഇങ്ങനെ നോവ് സഹിച്ചാണ് ഓരോ അമ്മയും ഓരോ അച്ഛനും നമ്മളെ വളർത്തിയത് എന്ന് തോന്നുമ്പോഴാണ് അകത്തെ ഇരുട്ട് മാറുന്നത്. വിനോബാജി പറഞ്ഞൊരു വാക്കുണ്ട്, മരിക്കുന്നതുവരെ എനിക്ക് വെളിച്ചം തന്നത് എൻ്റെ അമ്മയാണ്. മരണശേഷം പണ്ടത്തേക്കാൾ ഗംഭീരമായി എൻ്റെ അമ്മ എൻ്റെ ഉള്ളിലിരുന്ന് എന്നെ വഴി തെളിക്കുന്നു. ഇപ്പോൾ ഓർത്തൊരു കാര്യം പറയട്ടെ, അതും കൈമാറാം. കൈമാത്ത് സാറിൻ്റെ മറ്റേ മലയാളത്തിലൊരു എൻ്റെ പത്രലോകത്തിലെ ഭീഷ്മർ എന്നൊക്കെ അറിയപ്പെട്ട മലയാള മനോരമയുടെ ആധുനിക മലയാള മനോരമയ്ക്കൊരു മുഖം കൊടുത്ത കൈമാത്ത്, അദ്ദേഹം മാത്തുക്കുട്ടിച്ചായൻ എന്നാണ് എല്ലാവരും അത് വിളിക്കാറ്. അദ്ദേഹത്തിൻ്റെ ഒരു ആത്മകഥയുണ്ട്, എട്ടാം മോതിരം. അദ്ദേഹം എട്ടാമനാണ് അല്ലേ? അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ആഭരണങ്ങളെല്ലാം ഉരുക്കി 8 മോതിരം ഉണ്ടാക്കി 8 മക്കൾക്കും കൊടുത്തു. ഈ മോതിരം കൊടുക്കുമ്പോൾ പറഞ്ഞു, ഇത് മോതിരമല്ല മക്കളെ, നിങ്ങളുടെ അമ്മയാണ്. എന്തെങ്കിലും അരുതാത്ത ചെയ്യേണ്ടി വരുമ്പം ആ മോതിരത്തിൽ നോക്കിയിട്ട് ഒന്ന് ചോദിക്കണം, ഞാനിത് ചെയ്താൽ എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമാകുമോ? അപ്പോൾ നിങ്ങളുടെ ഉള്ളിലെ മനസാക്ഷി പറഞ്ഞു തരും നോ ഓർ യെസ്. ഇങ്ങനൊരു മനസ്സംസ്കരണം നടക്കണമെങ്കിൽ ചെറുപ്പകാലത്ത് അമ്മയുടെ കൂടെ കിടന്ന് നല്ല കഥകൾ കേട്ട് വളരണം. താങ്ക് യു. ഞങ്ങൾ മൈക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാൻ, എനിക്ക് വേണ്ട നിങ്ങൾക്ക് മതി എന്നുള്ളൊരു തർക്കമായിരുന്നു. ഞാനിപ്പോൾ ബാലരമയുടെ ഒരു പ്രതിനിധി എന്നുള്ള മട്ടിലാണ് വന്നിരിക്കുന്നത്. ബാലരമ വായിക്കുന്ന അല്ലെങ്കിൽ വായിച്ചിരുന്ന എത്ര പേരുണ്ട് ഇവിടെ? ഒരു ഓക്കെ. ഞാൻ ബാലരമയുടെ ഇൻ്റർവ്യൂവിന് ഞാൻ 98 ബാലരമയിൽ ജോയിൻ ചെയ്തതാണ്. ഇപ്പോൾ സോമശേഖരൻ സാറ് പറഞ്ഞ അതേ ആ ടോണിലേ അല്ല കേട്ടോ ഞാൻ സംസാരിക്കുക. എനിക്ക് അതുപോലെ പറയാനറിയില്ല. അത്രയും ഒരു എന്താണ് വാഗ്മിത്വം എനിക്കില്ല. അപ്പം ഞാൻ എനിക്ക് പറ്റുന്ന പോലെ നമ്മൾ തമ്മിൽ വർത്തമാനം പറയുന്ന പോലെ നമുക്ക് പറയാം, അത്രയേ ഉള്ളൂ. ഇപ്പോൾ 98 ജോയിൻ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഇൻ്റർവ്യൂവിൽ എന്നോട് ചോദിച്ചൊരു ചോദ്യം, ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു. മാധവന് ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യം എന്താണ്? ഞാൻ പറഞ്ഞു, കുറേ പേരുടെ മുമ്പിലിങ്ങനെ ഇരിക്കുക, അല്ലെങ്കിൽ ഒരാളെങ്കിലും, എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാനാണ് ഏറ്റവും ഇഷ്ടം. അപ്പോൾ ഒരാളെങ്കിലും കൂടുതലുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇതുപോലെ എന്ന് ഞാൻ പറഞ്ഞു, അതായത് ഇൻ്റർവ്യൂവിൻ്റെ മുമ്പിൽ ഇരിക്കുന്ന പോലെ അതെനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വേണ്ടി വന്നാൽ എന്ത് ചെയ്യുമെന്ന്. അപ്പോൾ ഞാൻ പിന്നെ ആ സാഹചര്യത്തിനെ നമുക്ക് എങ്ങനെ ബെസ്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ അതുപോലെ ചെയ്യും എന്നാണ് ഞാൻ അന്ന് പറഞ്ഞത്. അപ്പോൾ ഇതെൻ്റെ ഒരു ബേസിക് സ്വഭാവമാണ്, ഒരാളെ കൂടുതൽ കാണാൻ വയ്യ എന്നുള്ളൊരു സ്വഭാവമുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സനീഷ് സാറ് ഈ പരിപാടിയെ പറ്റി പറഞ്ഞു. അപ്പോൾ ഇങ്ങോട്ട് വരുന്നത് ഞാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോഴൊക്കെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുക. അപ്പോൾ പറഞ്ഞു, അല്ല കോട്ടയത്തു നിന്നൊരു സാറ് വരുന്നുണ്ട്, മനു സാറ് വരുന്നുണ്ട്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വേണോ എന്തെങ്കിലും കാരണം പറഞ്ഞ്, എനിക്ക് ഒരാളുടെ കൂടെ 1.5 മണിക്കൂർ യാത്ര ചെയ്യാന്ന് പറയുമ്പോൾ അത്ര എളുപ്പമില്ല. നമുക്ക് അടുത്ത പരിചയമുള്ള സുഹൃത്തുക്കളുടെ, ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുടെയോ അല്ലെങ്കിൽ ബന്ധുക്കളുടെയോ ഏറ്റവും അടുത്ത ആളുകളുടെ കൂടെ മാത്രമാണ് എനിക്ക് അങ്ങനെ ഒരു കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യാൻ പറ്റുക. പക്ഷേ എനിക്ക് കൃത്യമായിട്ടൊരു കാരണം കിട്ടിയില്ല പറയാൻ. അത് ഒഴിവാവാൻ എനിക്ക് കൃത്യമായിട്ടൊരു കാരണം കിട്ടിയില്ല. അവസാനം ഞാൻ സമ്മതിച്ചു, ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞ പോലെ അങ്ങനെ സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരിടേണ്ടി വരുമല്ലോ. നമ്മുടെ ബെസ്റ്റായിട്ട് നമ്മൾ ചെയ്യാമെന്നേ ഉള്ളൂ. പക്ഷേ ഞാൻ അത് എത്ര ഗംഭീരമായിട്ടുള്ളൊരു യാത്ര, ഈ ഒരു 1.5 മണിക്കൂർ ഞങ്ങൾ കുറേ കാര്യങ്ങൾ സംസാരിച്ചാണ് വന്നത്. അപ്പോൾ എത്ര ഗംഭീരമായിട്ടുള്ളൊരു യാത്ര, അത് എത്രയോ കാലം ഞാൻ ഓർമ്മിക്കുന്നൊരു യാത്രയായിട്ട് മാറി എന്നുള്ളത് എനിക്ക് ഇവിടെ വരുന്നവരെ ഞാനതാണ് ആലോചിച്ചത്. കാരണം വലിയൊരു സഹൃദയനാണ്, കുറേ വായനയുണ്ട്, ഞങ്ങളുടെ കുറേ ഇൻട്രസ്റ്റുകൾ ഒരേപോലെയാണ് വരുന്നത്. ഞാനിത് പറയാൻ കാരണം, ഞങ്ങളുടെ ചർച്ചയിൽ വന്ന കുറേ കാര്യങ്ങളുണ്ട്. ആസ്ട്രിക്സ് എന്നൊരു കോമിക്സ് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? നേരത്തെ കൈ പൊക്കിയ പോലെ ബുദ്ധിമുട്ടില്ലെങ്കിൽ ആസ്ട്രിക്സ് വായിച്ചിട്ടുള്ളവരോ കേട്ടിട്ടുള്ളവരോ
ഓക്കെ 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 ഇതിൽ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും കുറേ പേരുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. എവിടുന്നെങ്കിലും തപ്പിപ്പിടിച്ച് വായിക്കണം. അതിൻ്റെ ഒരു കളക്ഷൻ ഉണ്ട്. ഒരു കോമിക്സിൻ്റെ ഒരു ഫ്രഞ്ച് കോമിക്സാണ്, അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻസാണ് ഞങ്ങളൊക്കെ വായിച്ചേക്കുന്നത്. ഇപ്പോൾ ഈ നമ്മൾ കഥ എന്നാണ് ഇവിടുത്തെ വിഷയം എന്നുള്ളതുകൊണ്ട് കഥയുടെ പിന്നിൽ എന്തായാലും ആദ്യം പറയുന്നത് ഭാവന ആയിരിക്കും. ആ ഭാവനയുടെ അല്ലെങ്കിൽ ഭാവനയുടെ അവതരണത്തിൻ്റെ ഏറ്റവും ഗംഭീരമായ ഉദാത്തമായിട്ടുള്ള ഒരു പ്രസൻറ്റേഷൻസിൽ അവതരണത്തിൽ ഒന്നാണ് ആസ്റ്റിക്സ് എന്നുള്ളത്. അത് ഞങ്ങളുടെ ഒരു കോമൺ ഇൻട്രസ്റ്റിൽ ഞങ്ങൾ ഒരു അരമണിക്കൂറോളം അതിനെപ്പറ്റി മാത്രമാണ് സംസാരിച്ചത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്നത്, ഞാൻ ഈ സനീഷ് നേരത്തെ ചോദിച്ച പറഞ്ഞൊരു കാര്യമുണ്ട്, എങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക് വന്നത് എന്നൊരു ചോദ്യം ഉണ്ടല്ലോ, അതിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം പറഞ്ഞത്. ഞാൻ ഒരു വളരെ പാഷനേറ്റായിട്ട് ഒരു ഭ്രാന്ത് പിടിച്ച പോലെ ഈ ബാലമാസികകളുടെ ഒക്കെ പിന്നാലെ ഇങ്ങനെ ഇപ്പോൾ 80കളുടെ തുടക്കം മുതൽ അതിൻ്റെ പിന്നാലെ ഓടിയിട്ടുള്ള ഒരാളാണ്. അന്ന് പൂമ്പാറ്റ എന്നൊരു മാഗസിൻ്റെ, നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടോയെന്നറിയില്ല, ബാലരമയുണ്ട്, ബാലമംഗളം. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഞാൻ ബാലമംഗളത്തിൻ്റെയും ഒരു സ്ഥിരം വായനക്കാരനായി. അന്ന് വേറെ ഒന്നുമില്ലല്ലോ, നമുക്ക് ടെലിവിഷൻ പോലും നമ്മുടെ വീട്ടിലൊന്നുമില്ല. ഇത് മാത്രമാണ് നമ്മുടെ ഒരു വിനോദോപാധി എന്ന് പറയുന്നത് ഇത് മാത്രമാണ്. അപ്പോൾ ഇത് വായിച്ച് അപ്പോൾ വീട്ടുകാരും സന്തോഷത്തോടെ മകൻ വായിക്കുന്നുണ്ട്, നല്ലോണം വായിക്കുന്നുണ്ടെന്ന് പറയുന്നു. LP സ്കൂൾ കഴിഞ്ഞു, UP സ്കൂൾ കഴിഞ്ഞു, ഹൈസ്കൂൾ കഴിഞ്ഞു, അപ്പോഴും വായിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടും ഇത് തന്നെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ചെറിയ സംശയം തോന്നി തുടങ്ങി, അതായത് ഇയാൾ ഇതിന്ന് വളരുന്നില്ലേ, അല്ലെ വേറെ വായിക്കുന്നൊക്കെ ഉണ്ട്, പക്ഷേ ഈ കുട്ടിക്കളി മാറാത്ത എന്താണെന്നൊരു ചെറിയ സംശയം അവർക്കുണ്ടെന്നുള്ളത് അവർ പറയാതെ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ എനിക്കും കുറച്ച് കഴിഞ്ഞപ്പോൾ തോന്നി തുടങ്ങി, ഇതെന്താ ഇതിനോടുള്ളൊരു പാഷൻ വിട്ടുപോകാത്തതെന്നുള്ളൊരു സംശയം തോന്നി തുടങ്ങി. അത് ആ പാഷൻ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് അതിൻ്റെ എനിക്കൊരു ആശങ്ക വന്നു. ആ ആശങ്ക മാറിയത് ബാലരമയിൽ വന്നതിന് ശേഷമാണ്. കാരണം ഇവിടെ അതേപോലെ ഭ്രാന്തന്മാർ കുറേ പേര് അവിടെ ഉണ്ട് എന്നുള്ളതുകൊണ്ട് അപ്പോഴാണ് നമുക്കൊരു സമാധാനം. ഇങ്ങനെ ജീവിക്കുന്ന, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ആലോചിക്കുന്ന, ഇതിനെപ്പറ്റി മുതിർന്നിട്ടും പറയാൻ മടിയില്ലാത്ത കുറേ പേര് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളൊരു തോന്നൽ അപ്പോഴാണ് വന്നത്. ആ ഒരു തോന്നലിൻ്റെ ഒരു സമാനമായിട്ടുള്ള സംഭവമാണ് മനസ്സേറായിട്ടുള്ള യാത്രയിലും നമുക്ക് കിട്ടിയത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് പ്രസംഗമൊന്നും അത്ര നന്നായിട്ട് പറയാനറിയില്ല. എനിക്ക് ഒറ്റയ്ക്കിരുന്ന് എഴുതാനും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആർട്ടിസ്റ്റിന് വരയ്ക്കാനുള്ള കാര്യങ്ങൾ എൻ്റെ അവിദഗ്ധമായിട്ടുള്ള വരയുടെ ശൈലി കൊണ്ട് വരച്ച് കൊടുക്കാനൊക്കെ അത് ഏറ്റവും ഒറ്റയ്ക്കിരുന്ന് ചെയ്യാനാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് പറയുന്നതിനേക്കാൾ എഴുതുന്നതാണ് എനിക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സനീഷിനോട് ഞാൻ പറഞ്ഞത്, എനിക്ക് പ്രസംഗം എളുപ്പമല്ല. ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അതിന് ഉത്തരം പറയാം. എന്നെ അറിയുന്നില്ലെങ്കിലും നമ്മൾ എഴുതിയ ചില സാധനങ്ങൾ ഇവരുടെയൊക്കെ മനസ്സിലുണ്ട് എന്നുള്ളത് നമുക്ക് സന്തോഷമുള്ള കാര്യം. മായാവി ഒരു 500-600 സ്ക്രിപ്റ്റോളം ഞാനാണ് എഴുതിയിരിക്കുന്നത്. സൂത്രൻ ഓൾമോസ്റ്റ് 1300 കഥകൾ ഞാൻ തന്നെ എഴുതിയിരിക്കുന്നത്. ഞാൻ എഴുതാത്ത കഥകൾ ഒരു 10-15 വരും, അത്രയേ ഉള്ളൂ. ബാക്കിയെല്ലാം ഞാൻ തന്നെ എഴുതിയിരിക്കുന്നത്. ഇതൊന്നും ഇപ്പോൾ സനീഷ് നേരത്തെ സംശയിച്ച അഹങ്കാരമല്ല കേട്ടോ, എൻ്റെ ഒരു വഴി പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതേപ്പറ്റിയൊക്കെ ഇതിനെപ്പറ്റി അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പ്രോസസ്സിനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിലോ അല്ലെങ്കിൽ അതിലെനിക്ക് പറയാൻ പറ്റുന്ന പോലെ എൻ്റെ ഒരു പരിമിതമായിട്ടുള്ള അറിവ് വെച്ച് ഞാൻ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നമ്മുടെ വളരെ അടുത്ത സുഹൃത്തായിട്ടുള്ള സുബോധന് മൈക്ക് കൈമാറുന്നു. നമസ്കാരം. എനിക്കും ഈ സദസ്സിനോട് സംസാരിച്ച് നല്ല ശീലമില്ല. ഭാഷയ്ക്ക് മുമ്പുണ്ടായ ഭാഷ ചിത്രമായിരുന്നല്ലോ. അപ്പം ചിത്രത്തിൻ്റെ ഭാഗത്താണ് ഞാൻ. അതുകൊണ്ട് വാക്കുകളും എഴുത്തുകാരെ പോലെ എനിക്കത്ര വാക്കുകളും പിടികിട്ടില്ല. വരയ്ക്കേണ്ട വർഷങ്ങളായിട്ട് വരച്ചുകൊണ്ടേയിരിക്കണം. ഇപ്പോൾ ഞാൻ വളരെ മുമ്പ് കേട്ടിട്ടുള്ളൊരു അറിവാണ്. എൻ്റെ ഗുരുതുല്യനായിട്ടുള്ള MV ദേവൻ മാഷ് പറഞ്ഞൊരു വാചകമുണ്ട്.
ഒരു ശിശു ജനിച്ചിട്ട് 7 മാസം ആകുമ്പോഴാണത്രേ അവർക്ക് നിറങ്ങൾ കണ്ടു തുടങ്ങുന്നത്. പേഴ്സ്പെക്റ്റീവിലേക്ക് അവരുടെ കാഴ്ച മാറുന്നതും ആ 7 മാസത്തിന് ശേഷമാണെന്ന് പറയണം. അതിനുശേഷമുള്ള ശാസ്ത്രത്തിൻ്റെ മറ്റ് പുതിയ പഠനത്തിൽ അതിലേക്ക് വ്യത്യാസം വന്നതെന്നറിയില്ല കേട്ടോ. അപ്പോൾ ശിശു പിന്നീട് അവൻ വാക്ക് കൂട്ടിച്ചൊല്ലുന്നതിന് മുമ്പേ അവൻ കണ്ടു തുടങ്ങുന്നത് ചിത്രങ്ങളാണ്. കഥകൾ വായിച്ചു കൊടുക്കുമ്പോഴും അവൻ ചിത്രങ്ങളിലാണ് ആദ്യം വായിക്കുന്നത്. ചിത്രത്തിൻ്റെ വായനയിൽ കൂടിയാണ് അവൻ കഥയിലേക്ക് കയറുന്നത്. ശരിക്ക് ആദിമകാലത്ത് ഉള്ള ഭാഷ ചിത്രമായിരുന്നല്ലോ. അതുപോലെ മനുഷ്യായുസിൻ്റെ ആദ്യ ദശകൾ ആയ ശൈശവം, ബാല്യത്തിൽ ആ ചിത്രങ്ങൾക്ക് കുട്ടികളായിട്ട് വളരെ അടുപ്പം തോന്നുന്നുണ്ട്. ബാലസാഹിത്യത്തിൻ്റെ ചിത്രീകരണത്തിലും എനിക്ക് വളരെ പ്രാധാന്യം തോന്നിയിട്ടുണ്ട്. വളരെ ഗൗരവമായിട്ടത് എടുക്കുന്ന ഒരാളാണ് ഞാൻ. മാധവൻ പറഞ്ഞ പോലെ എന്നോട് അത് സംബന്ധിച്ച് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. ഞാനതിന് എൻ്റെ കഴിവ് പോലെ മറുപടി തരാം. ചോദ്യങ്ങൾ ക്ഷണിക്കുന്നു കുട്ടികളുടെ ഭാഗത്തുനിന്ന്. എനിക്കുള്ളൊരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ കുട്ടികളോട് ഒരു ചിത്രത്തിലൂടെ ഒരു സ്റ്റോറി പറഞ്ഞു കൊടുക്കുമ്പോൾ അത് നമ്മുടെ മനസ്സിലുള്ളത് അവർക്ക് എങ്ങനെ മനസ്സിലാവുന്ന രീതിയിൽ എങ്ങനെ നമ്മളത് പ്രസൻറ്റ് ചെയ്യുന്ന ഒരു കഷ്ടപ്പാട് തോന്നത്തില്ലേ എഴുതുമ്പോൾ? അതായത് ചെറിയൊരു പിള്ളേരോട് നമുക്കിപ്പോൾ നമ്മുടെ മൈൻഡ് ഗ്രോൺ ആണ്, അഡൽട്ടാണ്. പക്ഷേ നമ്മുടെ ഈ സ്ക്രിപ്റ്റ്സൊക്കെ അത് എങ്ങനെ ആ ഒരു ചെറിയ മനസ്സിലോട് എങ്ങനെ മനസ്സിലാവുന്ന രീതിയിൽ പ്രസൻറ്റ് ചെയ്യണം, ആ ഒരു കഷ്ടപ്പാട് അനുഭവിക്കുമ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത്? നല്ല ചോദ്യമാണ് അത്. ഇപ്പോൾ ബാലരമയുടെ ഒരു ആംഗിളിൽ ഞാൻ പറയാം. ബാലരമയുടെ ആംഗിൾ എന്ന് പറയുമ്പോൾ അതൊരു ജനറൽ ആംഗിളും കൂടിയാണ് അതിൽ. ഇപ്പം നമ്മളവിടെ പഠിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ പുതിയതായിട്ട് വരുന്ന ആളുകളെ പഠിപ്പിക്കുന്നത് എന്ത് ഗഹനമായിട്ടുള്ള വിഷയവും നമുക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം എന്നുള്ളതാണ്. അത് ഇപ്പോൾ റിലേറ്റിവിറ്റി തിയറി വരെ നമുക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം. റിലേറ്റിവിറ്റി തിയറിയുടെ ഗഹനമായിട്ടുള്ള കാര്യങ്ങളാവണമെന്നില്ല. അപ്പം നമ്മൾ അതിനു വേണ്ടി ഉപയോഗിക്കുന്നൊരു കാര്യം, ഇപ്പോൾ സനീഷ് സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞ പോലെ ഒരു ശില്പം ഉണ്ടാക്കാൻ ശില്പമല്ലാത്ത കാര്യങ്ങൾ ഒഴിവാക്കുക എന്ന് പറഞ്ഞല്ലോ. അതുപോലെ നമ്മൾ ഒഴിവാക്കുന്ന കുറേ വാക്കുകളുണ്ട്. ഇപ്പോൾ നമ്മൾ പ്രാക്ടിക്കലി നമ്മൾ ബാലരമയ്ക്കൊക്കെ എഴുതുമ്പോൾ ഒഴിവാക്കുന്ന കുറേ വാക്കുകളുണ്ട്, ഗഹനമായിട്ടുള്ള വാക്കുകൾ ഒഴിവാക്കിയത്. അപ്പോൾ നമ്മളായ ഒരു നമ്മുടെ ഒരു അവൈലബിൾ റിസോഴ്സസിനെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അതായത് ലളിതമായിട്ട് പറയാൻ വേണ്ടി ഇപ്പോൾ നാസാരന്ധ്രം എന്നുള്ള വാക്കൊന്നും നമ്മൾ ഒരിക്കലും ഇതിൽ കാണില്ല, ബാലരമയിലൊന്നും കാണില്ല. അത് വാക്ക് മലയാളത്തിൽ ഇല്ലാത്തതുകൊണ്ടല്ല, പക്ഷെ അത് ഈ പ്രായത്തിൽ ഈ കുട്ടികൾക്ക് ബാലരമയുടെ ശൈലി, ഈ ശൈലിയിൽ നമ്മൾ പറഞ്ഞു കൊടുക്കാൻ ആ വാക്ക് വേണ്ട, അതാണ് സംഭവം. അപ്പോൾ വാക്കുകൾ കുറേ ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രോസസ്സ്. അതാണ് സത്യം പറഞ്ഞത്. പിന്നെ അതിനകത്ത് എത്ര ഹ്യൂമർ എന്ന് വെച്ചാൽ പൊട്ടിച്ചിരിപ്പിക്കുന്ന ഹ്യൂമർ ആവണമെന്നില്ല. ഒരു വായിക്കുമ്പോൾ ഒരു പുഞ്ചിരി വിടർന്നാലും മതി. ഒരു സരസമായിട്ട് പറയാമെന്ന് പറയില്ലേ, സരസം എല്ലാം നർമ്മവും ഒക്കെ വ്യത്യാസം, അതിൽ പല ലെയറുണ്ട്. അതെങ്ങനെ പറയാൻ പറ്റും എന്നുള്ളൊരു ആംഗിളും കൂടിയും അതിൽ കൊണ്ടുവരും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ ഏത് മെറ്റാഫിസിക്സ് ആണെങ്കിലും ആസ്ട്രോഫിസിക്സിൻ്റെ ഇതാണെങ്കിലും റിലേറ്റിവിറ്റി തിയറി ആണെങ്കിലും
ഫിലോസഫിയുടെ ഏത് ഇതാണെങ്കിലും നമുക്ക് കുട്ടികൾക്ക് പറയാൻ പറ്റും എന്നാണ് നമ്മുടെ സങ്കല്പം. അത് നമ്മൾ ചെയ്തു വരുമ്പോൾ നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ടൊക്കെ കുറേ ആ ഒരു രീതിയിലേക്ക് ആക്കാൻ പറ്റും. ഒരു ഉദാഹരണം പറയാം. അപ്പോൾ ഏറ്റവും പുതിയതായിട്ട് നമ്മൾ ചെയ്തൊരു കാര്യം, ഇപ്പോൾ സോളാർ സിസ്റ്റം ഉണ്ടല്ലോ, അറിയാലോ. സോളാർ സിസ്റ്റത്തിൽ സൂര്യന് ഒരു വലിപ്പമുണ്ട്, 8 പ്ലാനറ്റ്സിന് ഓരോ വലിപ്പമുണ്ട്. ഇത് നമ്മൾ ആ കണക്കുകളൊക്കെ പറയും, ഇത്ര കിലോമീറ്ററാണ് അതിൻ്റെ ഡയാമീറ്റർ എന്നൊക്കെ പറയും. പക്ഷേ അത് ആ സംഖ്യകൾ മാത്രമായിട്ട് കാണുമ്പോൾ ഇതിനെ വിഷ്വലൈസ് ചെയ്യാനോ ഇത് പെട്ടെന്ന് മനസ്സിലാക്കാനോ കുട്ടികൾക്ക് പറ്റണമെന്നില്ല. അപ്പം നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ ലക്കത്തിൽ ചെയ്തൊരു സംഭവം, സൂര്യന് പകരം ഒരു നീലത്തിമിംഗലം, ഒരു ബ്ലൂ വെയിലാണ് എന്ന് വിചാരിക്കുക. ബ്ലൂ വെയിലിൻ്റെ ഒരു നീളം ഏകദേശം 30 മീറ്ററാണ് ഒരു ബ്ലൂ വെയിലിൻ്റെ ആകെ നീളം. അപ്പോൾ സൂര്യൻ്റെ ഡയാമീറ്റർ എന്ന് പറയുന്നത് ഈ ബ്ലൂ വെയിലിൻ്റെ നീളമായിട്ട് കണക്കാക്കുകയാണെങ്കിൽ സൂര്യൻ്റെ ഡയാമീറ്റർ ഡിവൈഡഡ് ബൈ മെർക്കുറിയുടെ 4800 സംതിങ് കിലോമീറ്ററാണ് ഡയാമീറ്റർ. 4800 കിലോ, അതിനെ സൂര്യൻ്റെ ഡയാമീറ്ററിനെ അതായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു റേഷ്യോ കിട്ടുമല്ലോ. അതിൻ്റെ എത്ര ഇരട്ടിയാണെന്നുള്ളതനുസരിച്ച് ബ്ലൂ വെയിലിൻ്റെ എത്ര മടങ്ങ് ചെറുത് ആണ് അങ്ങനത്തെ ഒരു ജീവിയെ ഇവിടെ ഏത് ജീവി വരും. അപ്പോൾ ഒരു എലി വന്നു കഴിഞ്ഞാൽ കറക്റ്റായിരിക്കും. സൂര്യനും മെർക്കുറിയും തമ്മിലുള്ള ആ വലിപ്പ വ്യത്യാസം ഈ ഒരു മൃഗങ്ങളെ വെച്ചിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ സോളാർ സിസ്റ്റത്തിൽ നമ്മളങ്ങനെ ഒരു സ്പ്രെഡ് പേജ് തന്നെ കൊടുത്തു. നീലത്തിമിംഗലം, ഒരു എലി, ഒരു പ്രാവ്, അങ്ങനെ ഒരു അണ്ണാൻ, അങ്ങനെ അതിനകത്ത് മറ്റേ ഇതൊക്കെ വരുന്നുണ്ട്, ഒരു ഘരിയൽ എന്ന് പറഞ്ഞൊരു മുതല, അങ്ങനെ. അതായത് സോളാർ സിസ്റ്റം നേരെ ഒരു അനിമൽ വേൾഡിലെ ഒരു ചിത്രീകരണമായിട്ട് മാറ്റി. അപ്പോൾ അങ്ങനെ ചില ഇതിനകത്തൊരു കുസൃതിയുണ്ട്. ആ കുസൃതികൾ ഉപയോഗിച്ചുകൊണ്ട് കൂടി ആണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. വളരെ സീരിയസ് ആയിട്ടല്ല കുട്ടികളോട് പറയുക. അപ്പോൾ നമ്മൾ ബാലരമയുടെ കേസിൽ ഓരോ പബ്ലിക്കേഷനും ഓരോ രീതിയുണ്ട്. ബാലരമയുടെ കേസിൽ പറയുക, നമ്മളൊരു മുതിർന്ന ഒരാൾ ഒരു അച്ഛനമ്മമാരെ പോലെ അല്ലെങ്കിൽ ഒരു ടീച്ചറെ പോലെ ഇങ്ങനെ കുട്ടികളോട് പറയുന്ന പോലെയല്ല, അടുത്തിരുന്ന് ഒരു സുഹൃത്ത്, ഒരു ഫ്രണ്ട് സംസാരിക്കുന്ന പോലെ ഒരു ഭാഷയിലാണ് നമ്മൾ സംവദിക്കുക എന്നുള്ളത്. അതുതന്നെയാണ് അതിൻ്റെ ഒരു ബേസിക് ഫോർമുല. അപ്പോൾ ഈ പറഞ്ഞ ചോദ്യത്തിന് ഈ ഒരു ആംഗിൾ ആണ് നമ്മളെ സഹായിക്കുന്നത് എന്നുള്ളതാണ് കാര്യം. താങ്ക് യു. അദ്ദേഹം പറഞ്ഞ് ഞാനൊന്ന് വിവരിക്കുന്നേ ഉള്ളൂ. കറക്റ്റായിട്ട് അദ്ദേഹം പറഞ്ഞത്, ഒന്ന്, നമുക്കൊരു വസ്തുവിനെക്കുറിച്ച് ശരിക്കും അറിയാമെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ആദ്യം ഇത് എനിക്ക് ദഹിക്കണം. ഞാൻ ഭക്ഷണം കഴിച്ചെൻ്റെ ശരീരം വലുതാവണം, എന്താവണം, അത് ദഹിക്കണം. പിറ്റേ ദിവസം നന്നായിട്ട് കക്കൂസി പോകാനും പറ്റണം. ദഹനം ഉണ്ടാവണം, രേചനം. അപ്പോൾ അതിൻ്റെ അകത്ത് പോഷക വസ്തു എൻ്റെ ഉള്ളിൽപ്പെടും. ഇതുപോലെ എൻ്റെ ബുദ്ധിക്കും മനസ്സിനും ഞാൻ കൊടുത്ത ആശയമാകുന്ന ആഹാരം എനിക്ക് ദഹിച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ വളരെ സിമ്പിളാണ്. കാരണം എനിക്ക് കാര്യം മനസ്സിലായി. എൻ്റെ ഗുരുനാഥൻ എനിക്ക് പറഞ്ഞൊരു ഉദാഹരണമുണ്ട്. ഫിലോസഫി പഠിക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് ഈ വേദാന്തം പഠിക്കുമ്പോൾ. അതുപോലെ ഇരുട്ടുമുറിയിലേക്ക് കയറ്റി വിടുന്നു, ലൈറ്റ് ഇടാൻ പറയുന്നു. സ്വിച്ച് എവിടെയാണെന്ന് അറിയണവന് എളുപ്പ പരിപാടി അല്ലേ? സ്വിച്ച് അറിയാൻ മേലാത്തവനോ തപ്പി നടക്കും അല്ലേ? സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ളവനെ പെട്ടെന്ന് കാണാനും പറ്റും. ഇതുപോലെ അറിവുള്ളവൻ ഇത് ദഹിച്ച് കഴിഞ്ഞാൽ, ഈ ആശയം പിടുത്തം കിട്ടിക്കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ വളരെ സിമ്പിളാണ്. അദ്ദേഹം പറഞ്ഞ ആ റിലേറ്റീവായിട്ട് ഇങ്ങനെ ബന്ധപ്പെടുത്തി പറയില്ലേ, ഇപ്പോൾ നിങ്ങൾ വിചിത്രമായൊരു ജന്തുവിനെ നിർമ്മല കോളേജിൽ വെച്ച് കണ്ടു നിൽക്കട്ടെ. ഒരു വലിയ ഭീകരമായൊരു രൂപം, ചീങ്കണ്ണിയുടെ വാല് പോലുള്ള വാലാണ്. ചീങ്കണ്ണിൻ്റെ വാല് കണ്ടിട്ടുണ്ട്, ഇതിൻ്റെ വാല് കണ്ടിട്ടില്ല. അപ്പം അറിവുള്ളൊരു വസ്തുവിനെ മുൻനിർത്തി അറിവില്ലാത്തൊരു വസ്തുവിലേക്ക് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നല്ല വായനാശീലം വേണം. അപ്പോഴേ ഈ കഴിച്ച സാധനം നമുക്ക് വിഴുങ്ങുള്ളൂ. ഇനി മറ്റൊരു കാര്യം കൂടെ, കുട്ടികളുടെ ഭാഷ യൂണിവേഴ്സൽ ലാംഗ്വേജാണ്. കുട്ടികളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിച്ചാൽ ലോകത്തിൽ ആരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതെൻ്റെ അനുഭവമാണ്. ഈശ്വരനോട് ഞാൻ നേഴ്സറി സ്കൂളിലും ക്ലാസ് എടുക്കാൻ പോകാറുണ്ട്. കോളേജിലെ വില്ലന്മാർക്കും വില്ലത്തിൽക്കും എടുക്കാൻ പോകാറുണ്ട്. വില്ലന്മാരെന്ന് തമാശരി പറഞ്ഞ കേട്ടോ.
കുട്ടികളുടെ ഭാഷ യൂണിവേഴ്സൽ ലാംഗ്വേജ് ആണെന്ന് പറയേണ്ട കാരണം ഇപ്പോൾ എസ്റ്റെക്സിനെ അദ്ദേഹം പരിചയപ്പെടുത്തി. ഈ സാധനം കാർട്ടൂൺ ചാനൽ വന്നിട്ടുണ്ടെങ്കിൽ ഒന്നും അവർ പറഞ്ഞ തിരിയുണ്ട്, നമ്മൾ രസിക്കുമായിരുന്നു. ടോം ആൻഡ് ജെറി, ടിൻറ്റിൻ, ഡൊണാൾഡ് ഡക്ക്, മിക്കി മൗസ്, ഈ ഉച്ചരിക്കണമൊക്കെ കേട്ടിട്ടാണോ കുട്ടികൾ എൻജോയ് ചെയ്യണത്? അതിങ്ങനെ നോക്കിയിരിക്കണതാണ്, കണ്ണുപോലും ചലിപ്പിക്കാതെ. എന്താ അതിനൊരു സാർവലൗകിക ഭാഷ, അത് ഹൃദയത്തോടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണത് അല്ലേ? ആ ചലനം, ആ ദേഷ്യം, ആ സന്തോഷം, ഇതെല്ലാം ഇതിലൂടെ സന്നിവേശിപ്പിക്കാൻ സാധിക്കും. അതുകൊണ്ട് കുട്ടികളുടെ ഇടയിൽ ഭാഷ ഒരു പ്രശ്നമല്ല, പക്ഷേ നമ്മൾ ആ അറിവിൽ നന്നായിരിക്കണം. സുബോധ് പറഞ്ഞ പോലെ ഇപ്പോഴും ചിത്രത്തിലൂടെയാണ് വയസ്സാകുമ്പോഴും നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടക്കണേ. ഞാൻ മാമ്പഴം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ എന്താ വരിക? അക്ഷരമാണോ വരിക? ആണോ? ആണോ? പാമ്പ്, നീർക്കോലി വരില്ല, ഈ സാധനം വരുള്ളൂ. ശരിയാണോ? ഇനി നന്നായിട്ട് നമ്മുടെ കുഞ്ഞനമ്പേര് പറഞ്ഞ പോലെ അല്ല പയ്യെ നിനക്കും പക്കത്താണോ ഊണ്, വയറിളയി പശുവിൻ്റെ. ഞാൻ ആ പശുവിൻ്റെ വയറിളക്കം നന്നായിട്ട് അങ്ങോട്ട് വിവരിക്കുക നോക്കട്ടെ നിങ്ങളോട്, എന്നിട്ട് നിങ്ങളുടെ പായസം തോന്നുന്നു നോക്കട്ടെ. ഇപ്പം നിങ്ങളുടെ മുഖത്തെ ചിരിയെന്നറിയാം. എന്തി പറ്റേ? അത് ചിത്രമായിട്ടുള്ളിൽ വന്നു കഴിഞ്ഞു. ചിത്രമായിട്ടേ സംവേദനം നടക്കുകയുള്ളൂ. വാക്കുകൾ ചിത്രത്തെ വഹിക്കുകയാണ്. അക്ഷരങ്ങൾ എന്താണ്? ശബ്ദത്തിൻ്റെ സ്മാരകമാണ്. ഇതെനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. ഇതിനോട് അനുബന്ധിച്ച് എല്ലാവരോടും ഒരു ചെറിയ ചോദ്യമാണ്. അതായത് ഈ കോട്ടയംകാർ, ഞാൻ മറ്റ് പുറത്തുനിന്ന് കേട്ടുള്ള ഒരു ഡിസ്കഷനാണ്. എൻ്റെ മനസ്സിൽ ഈ ഒരു സംശയമുണ്ട്. അതായത് ഇപ്പോൾ കാസർഗോഡുള്ള ഒരു കുട്ടി അല്ലെങ്കിൽ തിരുവനന്തപുരത്തുള്ള കുട്ടി, ഇവരൊക്കെ ലോക്കൽ ഭാഷയിൽ സംസാരിക്കുന്നുണ്ട് അവരുടെ. അപ്പം വ്യത്യസ്തമായ വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ ബാലസാഹിത്യം പ്രധാനപ്പെട്ട എല്ലാം ഇറങ്ങിയിരിക്കുന്നത് ഈ കോട്ടയത്തു നിന്നാണ്. അപ്പോൾ ഇതൊരു സ്റ്റാൻഡേർഡ് ലാംഗ്വേജിലാക്കി കഴിയുമ്പോൾ, അതായത് എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയാണുള്ള പരിശ്രമം. അപ്പം ഈ കടുകട്ടി സംസ്കൃതം ഒഴിവാക്കും, ഈ ലോക്കലായിട്ടുള്ള ചില പ്രയോഗങ്ങൾ അത് ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കാറുണ്ടോ? അത് ഒരു പരിമിതിയായിട്ട് മാറാറുണ്ടോ? എന്നുവെച്ചാൽ ഇപ്പോൾ സുബോധനോട് കൂടി ചോദിക്കും. ഇപ്പം എന്നോട് പറഞ്ഞുള്ളത് വെച്ചാൽ ഈ ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ ദൃശ്യലോകം എന്ന് കഴിഞ്ഞാൽ വളരെ സ്വതന്ത്രമാണ്. ഇപ്പോൾ കുട്ടി വരക്കാർ അതിനെ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഒരു ഫ്രെയിമിലാക്കി ഇതാണ് വര എന്നുള്ളൊരു ബോധത്തിലേക്ക് പരിമിതപ്പെടുത്തുന്നുണ്ടോ എന്നുള്ള രീതിയിൽ ചില ആലോചന, ചില ഇതുണ്ട്. ഈ മൂന്ന് പേരും ഒന്ന് പറയുന്ന കൊണ്ടാണ്. ചിത്രീകരണം ശരിക്ക് ഒരു അതിരിടൽ തന്നെയാണ്. പക്ഷേ കുട്ടികളുടെ കാര്യത്തിലാവുമ്പോൾ, കുട്ടികൾക്ക് വേണ്ടി ചിത്രീകരണം നടത്തുമ്പോൾ അതിലൊക്കെ കുറേ വ്യത്യാസം വരുന്നുണ്ട്. വളരെ ലളിതമായിട്ടാണ് കുട്ടികൾക്ക് വേണ്ടി വരയ്ക്കുന്നത്. അതിൽ വിശദാംശങ്ങളൊന്നുമില്ല. ശരിക്ക് സാഹിത്യത്തിലെ ചിത്രീകരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിരിടുന്ന ഒരു സംഭവമാണ് ഇലസ്ട്രേഷൻസ്. പക്ഷേ അത് മറികടന്ന ചിത്രീകരണ രീതികളുണ്ട്. യഥാർത്ഥമല്ലാതെ ശൈലീകൃതമായിട്ട് വരച്ച് പോയ നമ്പൂതിരി മാഷും എസും ദേവൻ മാഷും ഒക്കെ അത് മറികടന്ന ആളുകളായിരുന്നു. അവർക്ക് വായനക്കാരെ മുറിപ്പെടുത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിരിടുന്ന രീതിയിലല്ല അവർ വരച്ചിരുന്നത്. അങ്ങനെ ഒരു സംഭവമുണ്ട്. ചിത്രീകരണത്തിൽ പല രീതികളുണ്ട്. അതവരുടെ ചിത്രങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. കുട്ടികളുടെ വരയിൽ നോക്കിയാലും അതറിയാം. കുട്ടികൾക്ക് വേണ്ടി ഒരു കഥ വരയ്ക്കുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ പ്രീ പ്രൈമറി തലത്തിലുള്ള ആ ഒരു സ്റ്റേജിലുള്ള കുട്ടികൾക്ക് വരയ്ക്കുമ്പോൾ അത് പ്രത്യേകം ആയിട്ട് തന്നെ ചെയ്യണം. ഞാൻ അതിന് ശേഷമുള്ള സ്റ്റേജിലുള്ള കുട്ടികൾക്ക് വേണ്ടിയും വരച്ചിട്ടുണ്ട്. അപ്പോൾ അത് രണ്ട് രീതിയിൽ നമ്മൾ കാണണം. കാണില്ല, ചെയ്യണം. അത് മനസ്സിലാക്കി തന്നെ ചെയ്യണം.
ഒരു കുട്ടി മനസ്സിൻ്റെ ഒരു കുട്ടി മുമ്പിൽ ഇരിപ്പുണ്ടെന്നുള്ള ആ ഒരു തോന്നലിലായിരിക്കും ചിത്രം വരയ്ക്കുന്നത്. അവൻ്റെ ചോദ്യങ്ങളും ചിലപ്പോൾ എൻ്റെ നേരെ ഉണ്ടാവും. അത് ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് ആ ചിത്രീകരണം ചെയ്യുന്നത്. ഇതിൽ മറ്റേ വടക്കം വീരകഥയിൽ ചന്ത് പറയുന്നില്ല, അത് ശരിയുമാണ് തെറ്റുമാണ് എന്ന് പറയേണ്ടി വരും. നമ്മൾ രണ്ട് തരത്തിൽ അതിനെ കാണാം. ഞാൻ വീണ്ടും ഈ കൂടെ ബാലരമയുടെ ഉദാഹരണത്തിലേക്ക് വരുന്നത് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എളുപ്പത്തിനും കൂടിയാണ് കേട്ടോ. അതൊരു കമേഴ്ഷ്യൽ പ്രോഡക്റ്റാണ്. അത് നമുക്കത് നിഷേധിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ബാലരമ ഒരു കമേഴ്ഷ്യൽ പ്രോഡക്റ്റാണ്. അപ്പോൾ അതിന് ചില പരീക്ഷിച്ച് വിജയിച്ച കുറേ കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഭാഗമാണ് നേരത്തെ കുട്ടി ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് പറഞ്ഞ ചില എലിമിനേഷൻസ്. കുറേ വാക്കുകൾ എലിമിനേറ്റ് ചെയ്തിട്ട് നമ്മൾ ആ അവൈലബിൾ നമ്മൾ യൂസ് ചെയ്ത് അതിനെ സെറ്റ് ചെയ്തിട്ടുള്ള കുറേ വാക്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങൾ പറയുന്നത്. സനീഷ് ചോദിച്ച ഭാഷയുടെ ഡയലക്റ്റുകളുടെ വ്യത്യാസം, അത് ഇതിനെല്ലാം ഒരു പരിധി നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട് സത്യത്തിൽ. ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ സൂത്രൻ്റെ സ്ക്രിപ്റ്റുകൾ ഞാനാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതിൽ പണ്ട് കുറച്ചുകൂടി കൊളോക്കിയൽ സാധനങ്ങളൊക്കെ വന്നപ്പോൾ ഒരു ചില ഭാഷ ഇത് മറ്റേ തിരുവനന്തപുരത്തെ രീതിയാണല്ലോ എന്നൊരാൾ പറഞ്ഞപ്പോൾ ഞാൻ ഉടനെ അത് പതുക്കെ പിന്നെ ഡൈല്യൂട്ട് ചെയ്തു കുറച്ച്. കാരണം നമുക്ക് കുറച്ചുകൂടി ജനറൽ സാധനങ്ങളാണ് വേണ്ടത്. പക്ഷേ അപ്പോഴും ഈ സംസാര ഭാഷ അതിനകത്തുണ്ട്. സംസാര ഭാഷ ഉള്ളപ്പോൾ തന്നെ ഏതെങ്കിലും ഒരു പ്രദേശത്തിൻ്റെ മാത്രമായിട്ട് അടയാളപ്പെടുത്തുന്ന ചില വാക്കുകൾ നമ്മൾ ഒഴിവാക്കും. കാരണം ഇതിനൊരു ജനറൽ ഓഡിയൻസ് ആണ്. അപ്പോൾ നമ്മളതിനൊരു കൺട്രോൾഡ് ഉപയോഗമാണ് ഈ ഭാഷയ്ക്കൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. അങ്ങനെ പറയുമ്പോഴും ഇപ്പോൾ പ്രാദേശിക ഭാഷാ വ്യത്യാസത്തിൻ്റെ കാര്യമല്ല, നമ്മൾ ഒരു ഔട്ട് ഓഫ് ദി ബോക്സ് ചിന്തിക്കുക. അപ്പോൾ ഞങ്ങൾ ഇന്ന് രാവിലെ വരുമ്പോൾ സംസാരിച്ച കാര്യങ്ങളിലൊന്നാണ് ഈ ഔട്ട് ഓഫ് ദി ബോക്സ് ചിന്തിക്കണമെങ്കിൽ ആദ്യം ഒരു ബോക്സ് ഉണ്ടാവണം അവിടെ, അല്ലേ? അതായത് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഔട്ട് ഓഫ് ദി ബോക്സ് ആണെന്ന് നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഒരു ബോക്സ് നമ്മുടെ മനസ്സിലുണ്ട് അവിടെ. ആ ബോക്സ് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും. അപ്പോൾ ഭൂരിഭാഗം കാര്യങ്ങളും ആ ബോക്സിനകത്തും, ചിലത് അതിന് പുറത്ത് വരുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ഒരു ബ്യൂട്ടി മനസ്സിലാകുന്നത്. ഇപ്പോൾ ഞങ്ങൾ രാവിലെ ടെക്സ് അവേരി, ഇപ്പോൾ വാൾട്ട് ഡിസ്നി എല്ലാവരും കേട്ടിട്ടുണ്ട്, ഡിസ്നിയുടെ കാർട്ടൂൺസ് എല്ലാവരും കേട്ടിട്ടുണ്ട്, ടോം ആൻഡ് ജെറി കേട്ടിട്ടുണ്ട്. ടെക്സ് അവേരി എന്നൊരു അനിമേറ്റർ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ വർക്കുകൾ ഇപ്പോൾ കൂടുതൽ വന്ന് തുടങ്ങിയിട്ടുണ്ട്, ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാവന പോകുന്ന വഴി ഔട്ട് ഓഫ് ദി ബോക്സാണ് അതിൻ്റെ കാര്യങ്ങൾ അദ്ദേഹം ചിന്തിക്കുന്ന കാര്യം. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, രണ്ട് ക്യാരക്ടേഴ്സ് ഒരു ചേസിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഒരു എൻഡ് എന്നുള്ള കാർട്ടൂൺ വീണു, അതായത് കാർട്ടൂൺ കഴിഞ്ഞു അവിടെ. അപ്പോൾ ഈ കഥാപാത്രങ്ങൾ തന്നെ ഇത് ആയിട്ടില്ല, കാർട്ടൂൺ കഴിഞ്ഞിട്ടില്ല, പകുതി ആയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കഥാപാത്രങ്ങൾ തന്നെ അതിൽ ഇടപെട്ടുകൊണ്ടുള്ള അതെ ഒരു സോ കോൾഡ് കാർട്ടൂൺ, നമ്മൾ കണ്ട് ശീലിച്ച കാർട്ടൂണിൻ്റെ അപ്പുറത്തേക്ക് പോകുന്ന സംഭവങ്ങൾ അതിൽ പണ്ടും അവതരിപ്പിച്ചിട്ടുണ്ട്. അത് ഔട്ട് ഓഫ് ദി ബോക്സ് ആണെന്ന് തോന്നാൻ എന്താണ് കാരണം? ഓൾറെഡി അവിടെ ഒരു ബോക്സ് ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ്. ഇതേ കാര്യം നമ്മൾ സൂത്രനിലും ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ വാക്കുകൾ ഒഴിവാക്കിയിട്ടാണോ കുറേ കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് പറയുമ്പോഴും, അജഗജൻ എന്നൊരു ക്യാരക്ടറിനെ കേട്ടിട്ടുണ്ടോ? അജഗജൻ പറയുന്ന വാക്ക് ഇതൊന്നും ബാലരമയുടെ ഭാഷയല്ല, അത് നമ്മൾ സ്പെഷ്യലി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സംഭവമാണ്. അതായത് ഇപ്പോൾ ഒരു LP സ്കൂളിലെ കുട്ടിക്ക് അജഗജൻ്റെ ഡയലോഗുകൾ വായിച്ചാൽ അതിൻ്റെ അർത്ഥം മനസ്സിലാവുമെന്ന് നമുക്കറിയാം, അത് മനസ്സിലാവില്ല. പക്ഷേ അതിനകത്ത് അർത്ഥമുണ്ട്. ഇപ്പോൾ ഡോക്ടർ സനീഷിന് അത് വായിച്ചാൽ അറിയാം അതിൻ്റെ അകത്ത് അർത്ഥമുണ്ട്. ആ വാക്കുകൾ ഉപയോഗിച്ച് ഒരു കാര്യം തന്നെയാണ് പറയുന്നത്, അല്ലാതെ വെറുതെ കുറേ വാക്കുകൾ അടക്കി വെച്ചേക്കല്ല. അപ്പോൾ അത്തരം ചില കുതിച്ചു ചാടലുകൾ അല്ലെങ്കിൽ കുതറിച്ചാടലുകൾ ഉണ്ട്. പക്ഷേ അതിനകത്തൊരു ഡെഫിനേഷൻ ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ വിശദീകരണം. ചോദ്യങ്ങൾ? ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കട്ടെ. ഇപ്പം നേരത്തെ സംസ്കൃതം വരില്ല എന്ന് പറഞ്ഞു.
സംസ്കൃതത്തിലൊരു ശ്ലോകം നമ്മൾ സൂത്രനിൽ കൊടുത്തിട്ടുണ്ട്. അതും അല്ല, ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ മാധവൻ്റെ ചില സൂത്രനൊക്കെ ക്ലാസ് റൂമിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ചുമ്മാ അല്ല, വേദാന്തം പഠിപ്പിക്കാൻ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൂത്രൻ, മാധവനത് ഓർമ്മയുണ്ടെന്നില്ല, ആയിരക്കണക്കിന് എഴുതിയ മാധവൻ ഓർമ്മയുണ്ടോ എനിക്കറിയില്ല. സൂത്രനും ഷേരും കൂടെ ഇങ്ങനെ കാട്ടിലൂടെ നടക്കുക. ഈ കുട്ടികളെ കാട്ടിൻ്റെ ഉള്ളിൽ കയറ്റിയത് ബാലസാഹിത്യകാരന്മാരാണല്ലോ. കാട് കാണുന്നതിന് മുമ്പ് കാട്ടിലൂടെ ഇങ്ങനെ നടന്നു വരുമ്പോൾ വെള്ളച്ചാട്ടം കാണുന്നു. അപ്പോൾ വെള്ളച്ചാട്ടം കാണുമ്പോൾ ഭാവന ഉണർന്നു ആർക്ക്? സൂത്രനും ഷേരുവിനും. അപ്പം ഷേരു പറയാണ്, വെള്ളമൊഴുകി ഒഴുകി വരുന്നു വെള്ളക്കുറുക്കൻ്റെ കാലു പോലെ. കവിത ചൊല്ലുക. അപ്പോൾ ഷേരു പറയാണ്, വെള്ളമൊഴുകി ഒഴുകി വരുന്നു വെള്ളക്കടുവയുടെ വാലു പോലെ. ഇങ്ങനെ കവിതയൊക്കെ ചൊല്ലി ചൊല്ലി ഒരു വെള്ളച്ചാട്ടം തടാകക്കരയിൽ വരുന്നു. തടാകത്തിന് നടുവിൽ ഒരു പാറ പോലെ എന്തോ കാണുന്നു. ഇത് നല്ല പാറയാണല്ലോ, അവിടെ പോയി നിന്നാൽ നല്ല രസമാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യമേ മറ്റേ ഷേരു അത് കടന്ന് അവിടെ ചെന്നപ്പോഴാണ് എന്തോ അപകടം മനസ്സിലായി. ഇത് കിടന്ന് വിറയ്ക്കുക ഇങ്ങനെ കിടന്നത്. അപ്പോൾ നീ എന്തിനാണ് അത് വെറും പാറയല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്, പറയുന്നു. അവസാനം ഇങ്ങനെ ഞാനിതാ വരുന്നു എന്ന് പറഞ്ഞിട്ട് ഷേരും കൂടെ അങ്ങോട്ട് ഓടിച്ചത്. നീ എന്തിനാണ് അവിടെ കിടന്ന് പേടിക്കുന്നതെന്ന്. അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് ആനയാണ്. ആരാടാന്ന് ചോദിച്ചാൽ ആന ഇങ്ങനെ മുങ്ങിക്കിടക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഈ മിഥ്യ പറയാൻ, അതായത് അയഥാർത്ഥമായതിനെ യഥാർത്ഥമായി അനുഭവിക്കുന്നത് പറയാനായിട്ട് ഇതിൽ നിന്നല്ല ഒരു കഥ വേറെയില്ല. അതായത് ഇവിടെ നിന്ന് കാണുന്ന വസ്തു അയഥാർത്ഥമായ വസ്തുവിനെ അല്ല മറ്റേ അയഥാർത്ഥമായിട്ട് അതായത് അനുഭവിക്കുകയാണ്. അയഥാർത്ഥമായതിനെയാണ് നമ്മളിവിടെ നിന്നിട്ട് യഥാർത്ഥമാണ് പാറയാണെന്ന് തോന്നുന്നത്. അവിടെ ചെന്നപ്പോഴാണ് അത് പാറയല്ല ആനയാണെന്ന് മനസ്സിലായി. അപ്പം എടാ ഇവിടെ നിന്നോട്ട് കഥാപാത്രം പറയുന്നുണ്ട്, എടാ നീ എന്തിനാ അവിടെ പേടിക്കുന്നത്, നീ എന്തിനാ അതിൻ്റെ മുകളിൽ പേടിക്കുന്നത്, അത് ഭാവനയല്ലേ, ഭാവന 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 എന്നാ പറയുന്നത്, ഇമാജിനേഷൻ അല്ലേ എന്ന്. ഇത് കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരുടെ പേടിച്ചോടുമ്പോൾ എടാ അത് ഭാവന പിന്നാലെ വരുന്നുണ്ടെന്ന്. ഏത് ആനയുടെ പേരാണ് നീ, അത് ഭാവനയല്ലേടാ, പേടിക്കണ്ട, നീ പേടിക്കണ്ട, ഭാവനയല്ലേ ഭാവനയല്ലേ എന്ന് പറഞ്ഞു. പിന്നെ അത് കൃത്യമായ ഹാസ്യമുണ്ട്. വേണമെങ്കിൽ ഇത്തിരി വേദാന്തമൊക്കെ പറഞ്ഞ് ഫലിപ്പിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സ്പേസ് ഈ മാധവൻ്റെ എഴുത്തിലുണ്ട്. ഈ പറഞ്ഞ ഈ സംസ്കൃത ശ്ലോകം ചൊല്ലുന്നുണ്ട്, മന്ത്രം ചൊല്ലുന്നുണ്ട്. അതൊക്കെ സാധാരണ കുട്ടികളിലേക്ക് എത്തുന്നതിൽ വലിയ സഹായം തേടിയിട്ടുണ്ട്. കുട്ടികൾ ചോദ്യം ചോദിക്കാനായിട്ട് റെഡിയായിട്ടുണ്ട്. മാധവൻ സാറിൻ്റെ അടുത്താണ്. ഈ അജഗജൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാനൊരു 8ാം ക്ലാസ് വരെ കണ്ടിന്യൂസ് ആയിട്ട് ബാലരമ ഭയങ്കരമായിട്ട് വായിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് ഈ പ്രത്യേകിച്ച് ഈ ഒരു ക്യാരക്ടറിൻ്റെ ഡയലോഗ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. കാര്യം ആദ്യം വായിക്കുമ്പോൾ ഒന്നും മനസ്സിലാകത്തില്ലായിരുന്നു, പക്ഷേ പിന്നീട് അതൊന്നുകൂടെ ഇരുത്തി വായിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ക്യാരക്ടറായിരുന്നു അജഗജൻ. അപ്പോൾ അത് ഞാൻ സാർ അതിനെ മെൻഷൻ ചെയ്തുകൊണ്ട് പറഞ്ഞതാണ്. എനിക്ക് ചോദിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ബാലരമ വായിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ അതിലെ ചിത്രങ്ങളായാലും അതിൽ ഇപ്പോൾ സൂത്രൻ ഷേരു, അക്കു ഇക്കു, മായാവി കഥകൾ വായിക്കുമ്പോൾ ഞാൻ അപ്പോൾ അത്ര ചിന്തിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ ആലോചിക്കുക ഇതിൻ്റെയൊക്കെ തുടക്കം എങ്ങനെയായിരിക്കും, ഇവർക്ക് ഇതൊക്കെ ഇങ്ങനെ ഓരോ ക്യാരക്ടേഴ്സ് വരാനുള്ള കാരണം എന്താ? ഇപ്പോൾ സൂത്രൻ ഒരു കുറുക്കനാവാനോ ഷേരു ഒരു കടുവയാവാനോ ഇതിനൊക്കെ എന്തെങ്കിലും പ്രത്യേക കാരണങ്ങളുണ്ടോ? അതേപോലെ അതിലെ ക്യാരക്ടേഴ്സിനൊക്കെ റിയൽ ലൈഫ് ആൾക്കാരായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസിഡൻസ് ആയിട്ടൊക്കെ ഭയങ്കര സാമ്യമുള്ളതാണോ, ഇൻസ്പയർഡ് ആണോ? അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഭയങ്കര ക്യൂരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിനെപ്പറ്റി സംസാരിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. സൂത്രൻ്റെയും ഷേരുവിൻ്റെയും കാര്യത്തിലാണെങ്കിൽ അത് ഞാൻ സൃഷ്ടിച്ചത് എന്ന് പറയാൻ പറ്റില്ല. കാരണം അതിന് ഓൾറെഡി ഒരു അത് ശരിക്കും മലയാളത്തിലുള്ളതല്ല, ഇംഗ്ലീഷിൽ നിന്ന് ഒരു സിൻഡിക്കേറ്റഡ് കോമിക്സ് എന്ന് പറയും നമ്മുടെ ഭാഷയിൽ. അങ്ങനെ ഒരു 8-9 ഒറിജിനൽ കഥകളുണ്ട്. അത് നമ്മൾ ബാലരമ അതിൻ്റെ അവകാശം എടുത്ത് പബ്ലിഷ് ചെയ്തു. പിന്നെ അതിൻ്റെ ആ ക്യാരക്ടേഴ്സിൻ്റെ റൈറ്റ്സ് വാങ്ങി നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുക ചെയ്ത്. അപ്പോൾ സൂത്രനും ഷേരും എങ്ങനെയുണ്ടായി അതിൻ്റെ സൃഷ്ടാവിനോട് ചോദിക്കേണ്ടി വരും, അത് മലയാളിയല്ല. പക്ഷേ ബാക്കി അതിൽ വരുന്ന ക്യാരക്ടേഴ്സൊക്കെ നമ്മൾ എൻ്റെ തലയിലുണ്ടായതാണെന്ന് പറയാം, വിനീതമായിട്ട് പറയാം. അതിൽ ചിലതിന് മാത്രമാണ് അങ്ങനൊരു തോട്ട് പ്രോസസ്സ് ഉള്ളത് എന്ന് വേണമെങ്കിൽ പറയാം. ഉദാഹരണത്തിന് മൂങ്ങവൈദ്യർ എന്നൊരു ക്യാരക്ടർ ഉണ്ടല്ലോ. കാട്ടിലെ വൈദ്യർ, മൂങ്ങവൈദ്യർ എന്ന് പറഞ്ഞാൽ സൂത്രൻ്റെ ഏറ്റവും ഒരു
സ്കോളറായിട്ടുള്ള ആളാണ്, ഒരു പണ്ഡിതനായിട്ടുള്ള ആളാണ്, അദ്ദേഹത്തിൻ്റെ മേഖലയിൽ ഏറ്റവും സ്കോളറായിട്ടുള്ള ആളാണ്. എന്തുകൊണ്ടാണ് ആ കാട്ടിലൊരു വൈദ്യർ മൂങ്ങ ചെയ്തത് എന്നുള്ളൊരു ചോദ്യം ചിലർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് കാരണം മൂങ്ങ പകല് ഉറങ്ങും, രാത്രി ഉറങ്ങാത്ത ഒരാളാണല്ലോ. രാത്രി ഉറങ്ങാതിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ധാരാളം സമയമുണ്ട് പ്രിപ്പയർ ചെയ്യാനും. രാത്രി അദ്ദേഹത്തിൻ്റെ ഒരു പഠന സമയമാണ്. പകല് ഉറങ്ങാൻ സമയം കിട്ടില്ല, കാരണം രോഗിയുടെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരു തോട്ടുണ്ട്, അതായത് രാത്രി ഉറങ്ങാത്ത ഒരാളായിരിക്കണം വൈദ്യർ എന്നുള്ളൊരു തോന്നൽ അതിലുണ്ട്. അജഗജൻ്റെ കേസിൽ അതിലും ഒരു നമ്മുടെ ഭാഷയിലൊരു ഫൺ ഫാക്റ്റ് ഉണ്ട്. അതായത് അജഗജൻ്റെ ആ കഥ വന്ന് അതിൽ അജഗജൻ ഈ സ്വഭാവമേ അല്ല, സാധാരണ ഒരു ആട്, അത്രയേ ഉള്ളൂ. ആട് എന്നുള്ള വാക്കിൻ്റെ ഒരു കോയിനിങ് കൊണ്ടാണ്. അപ്പോൾ ആടുക എന്നുള്ള ഇതിൽ ആട് എന്ന് പറയുമല്ലോ, ആ വാക്കും മൃഗം എന്നുള്ള ആടും ഇതും തമ്മിലുള്ളൊരു കണക്ഷൻ, അതിൻ്റെ ഒരു ബന്ധം, അതിൻ്റെ ഒരു കോൺഫ്ലിക്റ്റ്, ഇതാണ് ആ കഥയുടെ ബേസ്. ആ കഥ ആ സ്ക്രിപ്റ്റിനെ എഴുതി വന്നപ്പോൾ അതിൽ ഈ പറഞ്ഞൊരു അജഗജൻ ഇങ്ങനൊരു സ്പെഷ്യലി ഒരു പ്രാസം ഒപ്പിച്ച് പറയുന്ന ഒരാളൊന്നുമല്ല, ഒരാട്, അത്രയേ ഉള്ളൂ. പക്ഷെ അത് ചെയ്തു വന്നപ്പോൾ ഞാൻ 2 or 3 തവണ ഓരോ സ്ക്രിപ്റ്റും മാറി എഴുതി വന്നപ്പോൾ ഫുൾ സ്ക്രിപ്റ്റായി, കഥയൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ അത്ര നമുക്കൊരു തൃപ്തി പോരാ. അപ്പോൾ ഇതെന്തെങ്കിലും ഒരു അഡീഷണൽ സംഭവം വേണം എന്ന് പറഞ്ഞിട്ട് അതിനെ ഫുള്ളായിട്ട് പൊളിച്ചെഴുതിയിട്ടാണ് ഈ ആടിനെ വേറൊരു ക്യാരക്ടറാക്കിയിട്ട് നമ്മൾ കൊടുത്തത്. അത് ശരിക്കും ഒറ്റ കഥയിൽ വേണ്ടി, ആ കഥയ്ക്ക് വേണ്ടി മാത്രം ചെയ്തൊരു സംഭവമാണ്. പക്ഷെ അത് വായിച്ച കുറേ പേര്, അതിനകത്തുള്ളവരും ഇത് വായിച്ച പുറത്തുള്ള വായനക്കാരും ഇത് കൊള്ളാം ഇങ്ങനൊരു സാധനം വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ ഇതിനെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാനും. പക്ഷേ കൂടുതലൊന്നും റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല നമുക്ക്, കാരണം ഇത് ഒരു സൂത്രൻ എഴുതുന്ന സ്ട്രെയിൻ ഉണ്ട്, അജഗജൻ്റെ ഒരു ഡയലോഗ് എഴുതാന്നുള്ളതുകൊണ്ട് നമുക്ക് അതിനെ വളരെ ഫ്രീക്വൻ്റായിട്ട് കൊണ്ടുവരാൻ പറ്റില്ല. പക്ഷേ പലതിനും അങ്ങനൊരു കരിനാക്കൻ വവ്വാൽ ഉണ്ടല്ലോ. ഇപ്പോൾ ഞാൻ അങ്ങനെ പറയുമ്പോൾ സൂത്രൻ വായിക്കാത്തവർക്ക് ചിലപ്പോൾ ബോറടി ഉണ്ടാവും. കരിനാക്കൻ വവ്വാൽ അയാളെല്ലാം തലകീഴായിട്ട് കാണുന്ന ആളാണ്, അതുകൊണ്ടാണ് അയാൾ ആ കരിനാക്ക് എന്നുള്ള ആസ്പെക്റ്റ് അതിൽ വന്നത്. അപ്പോൾ അങ്ങനെ ചെറിയ പോയിൻറ്റ്സ് അതിനകത്തുണ്ട്, അല്ലാതെ എല്ലാ ക്യാരക്ടറിനും അങ്ങനെ ഇതുണ്ടെന്ന് പറയാൻ പറ്റില്ല. അതിൻ്റെ ഒരു ബിഹൈൻഡ് ദ സീൻസ് ഒരു ഹിസ്റ്ററി ഉണ്ടെന്ന് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ അതിൻ്റെ അകത്തൊരു തോട്ട് പ്രോസസ്സ് ഉണ്ടെന്ന് അവകാശപ്പെടാൻ പറ്റില്ല എന്നുള്ളതാണ് ഉത്തരം. ഹായ് സർ, എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പോൾ സൂത്രന് ഷേരു ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ഡിങ്കൻ, മിക്കി മൗസ്, ടോം ആൻഡ് ജെറി, ഇതൊക്കെ ഓരോ ആനിമൽസാണ്. ഓക്കെ, എന്തുകൊണ്ടാണ് നമ്മൾ ചിൽഡ്രൻസ് സ്റ്റോറിയിൽ, ഇപ്പോൾ സാറ് പറഞ്ഞു നമുക്ക് റിലേറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഒരു കാര്യങ്ങൾ പറയാനായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളത്. നമുക്ക് ആനിമൽസ് മാത്രമല്ല റിലേറ്റബിൾ ആയിട്ടുള്ളത്, വേറെ ഇപ്പം മരങ്ങളാണെങ്കിലും അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് റിലേറ്റബിൾ ആയിട്ടുണ്ട്. എന്നാലും ഇപ്പോൾ ഒത്തിരി മൂവിങ് ആയിട്ടുള്ള സ്റ്റോറീസ് അല്ലെങ്കിൽ അതിലെല്ലാം അല്ലെങ്കിൽ ഒത്തിരി അക്സെപ്റ്റഡ് ആവുന്ന സ്റ്റോറീസൊക്കെ ഈ ഒരു ആനിമൽസിനെ ബേസ് ചെയ്തിട്ട് ഉള്ളതാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ആനിമൽസിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ആനിമൽസ് ഈ ഒരു ചിൽഡ്രൻസ് സ്റ്റോറിയുടെ മീഡിയമായിട്ട് ഇത് എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഉള്ളത് ഇസ് നമുക്കറിയാം, ഇപ്പോൾ സാറ് പറഞ്ഞു ഒത്തിരി ഇപ്പോൾ 500,000 above ആണ് സാറ് ഒരു കഥയ്ക്ക് വേണ്ടി എഴുതിയിരിക്കുന്ന എപ്പിസോഡുകളുടെ എണ്ണം. ആ ക്വസ്റ്റ്യൻ ബേസിക്കലി സാറിൻ്റെ അടുത്താണ്. സോ അപ്പം ഇപ്പോഴത്തെ സ്റ്റുഡൻസ് അല്ലെങ്കിൽ ചിൽഡ്രൻ ചിന്തിക്കുന്നതിൽ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇത് ഒക്കെ ഒന്നാമത്തെ എപ്പിസോഡും 1000 അല്ലെങ്കിൽ ആ ഒരു എപ്പിസോഡും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ടല്ലോ. ഇപ്പോൾ ഒരു ആവർത്തന വരസത അല്ലെങ്കിൽ ഇവർക്ക് കൂടെ ഇൻട്രസ്റ്റിംഗ് ആവാനായിട്ടുള്ള സ്റ്റോറീസ് എഴുതാനുള്ളൊരു പ്രഷർ ഉണ്ടോ, അതെങ്ങനെയാണ് മീറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. സാറേ, അതിൻ്റെ കൂടുതൽ ഈ ഡിങ്കൻ എലി ആയതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ. എന്തുകൊണ്ടാണ് മൃഗങ്ങൾ കഥാപാത്രങ്ങളായത്? ഞാൻ 81 കയറുക, അങ്ങ് 92 ഞാൻ കുറേ വയസ്സനാണ്, മുമ്പിലെ കുറേ ഓടിയ ആളാണ്. അന്ന് കുട്ടികളുടെ ദീപികയിൽ കുട്ടികളുടെ പടം അടിക്കാറ്. ഇപ്പം അന്ന് ഞാൻ കയറുമ്പോൾ എൻ്റെ പ്രസിദ്ധീകരണത്തിന് 4000 കോപ്പിയുള്ളൂ. ഇതൊക്കെ കണ്ടവന് മുമ്പിൽ ഓടുന്ന ആൾക്കാർ. പൂമ്പാറ്റയാണ് അന്നത്തെ രാജാവ്.
പിന്നെ പൂമ്പാറ്റുള്ള ആളാണ് ബാലരമയിലൊന്ന്. ഞങ്ങൾ പറയും ഇപ്പോൾ ബാലപ്പാറ്റിയായി എന്ന് പറയും. പൂമ്പാറ്റ് നിന്നു ഇവിടെ മോഹൻ സാറൊക്കെ വന്ന് അന്നൊക്കെ അങ്ങ് പഠിക്കുമായിരിക്കും അല്ലേ, സ്കൂളിലായിരിക്കും. അപ്പം കുട്ടികളുടെ ദീപികയിൽ മുഴുവൻ കുട്ടികളുടെ പടമേ വരുള്ളൂ. മനവിനൊരു കുട്ടികളുടെ പടം കൊടുക്കണം. അപ്പോൾ എനിക്ക് അന്ന് ഞാൻ 21ാമത്തെ വയസ്സ് ജോലിക്ക് കയറി കേട്ടോ. ഗ്രാജുവേഷൻ റിസൾട്ട് വന്നതിനും അവിടെ പോയി. പിന്നീടാണ് ഞാൻ ജേർണലിസം പഠിക്കാൻ കാലിക്കറ്റ് ക്യാമ്പസിൽ പോയത്. അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് എഴുതുമായിരുന്നു. 4000 കോപ്പിയല്ലേ, മാസത്തിൽ ഒന്നേ ഉള്ളൂ. കോതമംഗലം മാറത്തനീഷ് കോളേജിലാണ് ഞാൻ പഠിച്ചത്, സുവോളജി ആയിരുന്നു. ഇതൊക്കെ മേലെ കണക്ഷൻ ഉണ്ടാകുകൊണ്ടാണ് പറഞ്ഞത്. അപ്പം ഈ കുട്ടികളുടെ പടം ഇഷ്ടപ്പെടുന്ന കുട്ടികളുടെ അച്ഛനും അമ്മയ്ക്കും ഉള്ളൂ, കുട്ടികൾക്ക് പോലും ഇഷ്ടമല്ല എന്ന് നോക്കിക്കോളൂ. അവരവരുടെ അച്ഛനും അമ്മയ്ക്കും വലിയ ഇഷ്ടം. അങ്ങനെ 2 കോപ്പിയല്ലേ പോവുള്ളൂ. 1 ലക്കം ഒരു കൊച്ചിൻ്റെ ഇടാൻ പറ്റുള്ളൂ. ക്ലിയറായോ? അതേസമയം മൃഗങ്ങളുടെ ചിത്രമാകട്ടെ കുട്ടികൾക്കെല്ലാം ഇഷ്ടമാണ്. എന്തുകൊണ്ടാണ് ഇഷ്ടം എന്ന് വെച്ചാൽ, സൂര്യൻ എന്തുകൊണ്ടാണ് വെളിച്ചെന്ന് വെച്ചാൽ എന്താ ഉത്തരം പറയാം? അത് ഇഷ്ടമാണ്. എൻ്റെ ഉത്തരം കേട്ടോ, അതങ്ങനെയാണ്. വേദാന്തത്തിൽ പറയും അതങ്ങനെയാണ്, അതിൻ്റെ ധർമ്മം അതാണ്. നമുക്ക് കൊച്ചു മൃഗങ്ങളുടെ കുട്ടികൾ ഒരു ഇഷ്ടമല്ലേ, എടുക്കാനൊക്കെ തോന്നില്ലേ? എന്ത് അതിൻ്റെ കാരണം? നമ്മുടെ ഉള്ളിൽ സുപ്തമായി കിടക്കുന്നൊരു സ്നേഹശക്തിയുണ്ട്. അത് മൃഗങ്ങളിൽ ഇതിൽ കൂടുതൽ. പിന്നെ എന്തുകൊണ്ട് വൃക്ഷങ്ങളാകുന്നില്ല വെച്ചിട്ടുണ്ടെങ്കിൽ, മനുഷ്യൻ്റെ ഓൾമോസ്റ്റ് എല്ലാ എക്സ്പ്രഷനും മൃഗങ്ങളിൽ കൊണ്ടുവരാൻ പറ്റും. പിന്നെ നമ്മൾ എല്ലാവരും അറിഞ്ഞോ അറിയാതെയോ ഒരു അമാനുഷിക ശക്തി ഇഷ്ടപ്പെടുന്നുണ്ട്. ചക്രവർത്തി രാജഗോപാലാചാരി രാമായണത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ പറയും, എന്തിനാണ് ഈ ഹനുമാൻ്റെ വാലിങ്ങനെ നീട്ടവും കുറയ്ക്കുകയും ചെയ്യേണ്ട കാര്യം? ആ വാലൊന്നും ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് ജോലി ചെയ്യാനൊക്കെ അറിയാമായിരുന്നു. രാമായണം സുന്ദരാകാന്ഡ ശരി നോക്കി അറിയാം. പിന്നെ എന്തിനാണ് ഇങ്ങനെയൊരു നീളവും വലിപ്പാക്കണം? കേട്ടിട്ടില്ലേ ഹനുമാൻ്റെ വാലിനെ പറ്റി? എന്താ ഇങ്ങനൊരു വാല് കൊടുത്തത്? ചക്രവർത്തി രാജഗോപാലാചാരി പറയും, രാമായണം മുഴുവൻ വായിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ ചോദിക്കുക കുട്ടികളോട്, ആരെ ഇഷ്ടം? ഹനുമാനെയാണ്. അക്കാലത്ത് 2 സീരിയൽ വന്നു. ഒന്ന് രാമാനന്ദ സാഗറിൻ്റെ രാമായണവും, പിന്നീട് ചോപ്ര, അത് അങ്ങനെയല്ല ഒരു പേര്, മഹാഭാരതവും. അന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടായൊരു സംഭവം പറയാം. ഈ രാമരാവണ യുദ്ധം നടന്ന സമയത്ത് ഒത്തിരി പിള്ളേർ അമ്പേറ്റ മെഡിക്കൽ കോളേജ് ചെന്നു. ഇവരിങ്ങനെ കമ്പ് വലിച്ചു കെട്ടി ചാക്കചരടും കെട്ടി ഇങ്ങനെ വിട്ട് മുറിവേറ്റ് കൊണ്ടുവന്നു. ഇത് രസകരമായൊരു സംഭവം. ഒരു ദിവസം ഒരു 5 വയസ്സായ ഒരു 4-4.5 വയസ്സ് നടന്ന സംഭവമാണേ. കുട്ടി കൊണ്ടൊരു അമ്മ ചെല്ലുകയാണ്. കുട്ടി 2 കൈ ഇങ്ങനെ പുറയിലാണ് പിടിച്ചേക്കണേ. കാഷ്വാലിറ്റി ചെന്നു. ഞായറാഴ്ച ദിവസമാണ്, അന്നാണ് ഈ മഹാഭാരതം വരുന്നത്. അപ്പോൾ ചോദിച്ചത് എന്താ പറ്റിയെന്ന് ചോദിച്ചു. അത് നീ പറയടാന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ, നിങ്ങൾ എന്നെ കളിക്കാൻ വന്നതാണ് അവിടെ കാഷ്വാലിറ്റിയിൽ, നീ കാണിച്ചു കൊടുക്കണം. അപ്പോൾ കാണിച്ചു പോയി ഇങ്ങനെ പിടിച്ചു. അപ്പോൾ ഇങ്ങനെ വട്ടത്തിലൊരു സാധനം, ഇതെന്താകും പറഞ്ഞു, സുദർശനാണ്. ഡോക്ടർക്ക് മനസ്സിലായി. ഈ ഇഡ്ഡലി ഉണ്ടാക്കണ തട്ടില്ലേ, ഈ ചീറ്റുന്ന തട്ടിൽ ഇങ്ങനെ ഇറക്കി വെക്കുന്നേ, അത് ഇവന് വിരൽ കയറ്റി. കാരണം തലദിവസമാണ് ശ്രീകൃഷ്ണൻ സുദർശാക്രം വിട്ടെ. ഇവന് സാധനം കയറ്റി ഊരാൻ പറ്റുന്നില്ല. അങ്ങനെയാണ് ആശുപത്രിയിലെത്തിയത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഏതെങ്കിലും വെൽഡിങ് കട ചെന്ന് മുറിക്കുക, വിരൽ മുറിഞ്ഞാൽ വരിക, ഞാൻ മരുന്ന് തരാം. ഇതിൻ്റെ മരുന്ന് എൻ്റെ കയ്യിലില്ല, സുദർശനത്തിൻ്റെ മരുന്ന്. അപ്പം നമ്മളിലെല്ലാം ഒരു അമാനുഷികമായ ശക്തിയുടെ പ്രകടനം നമ്മളെല്ലാം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം മൃഗങ്ങൾ ആന എടുത്ത് എറിഞ്ഞു എന്ന് പറയുന്നതും ഒരു വ്യക്തി എടുത്ത് എറിയണു എന്ന് പറയുന്നത് തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മളുടെ ആ ഭാവന അതിൻ്റെ എത്ര എക്സ്റ്റൻഷനിലേക്ക് വേണമെങ്കിലും ഇത് വെച്ച് അങ്ങോട്ട് തള്ളി നീക്കാൻ പറ്റും. ഇതൊക്കെയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ലോകത്ത് എവിടെ എടുത്താലും കുട്ടികളുടെ കഥ പറയണത് മുഴുവനും മൃഗങ്ങളുടെ, ഇപ്പോൾ ആദ്യത്തേത് പഞ്ചതന്ത്രം എടുത്താലും മുഴുവനും അതാണ് അതിന് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ അങ്ങ് ചോദിച്ചേ, എലി എന്തുകൊണ്ട് ഡിങ്കനായെന്ന്. അതിപ്പോൾ അദ്ദേഹം പറഞ്ഞില്ലേ, ഈ ഷേലു ഒക്കെ. അതായത് ഒരു വേറൊരു കഥ എനിക്കൊന്ന് എനിക്ക് ഈ ആദ്യ കഥ പറഞ്ഞു തരുന്നത് രാജീവാണ്. അതായത് ബാലരമയിലെ രാജീവ്. ഇത് അത് ലോകത്തിലെല്ലായിടത്തും ഈ കഥ പ്രശസ്തമായത്. ഒരു എലി ഇങ്ങനെ ജുബായൊക്കെ ഇട്ട് കഴുത്തിൽ ഒരു
മറ്റേ രുദ്രാക്ഷം സ്വർണം കെട്ടിച്ച രുദ്രാക്ഷമാലയൊക്കെ ഇട്ട് കാട്ടിലൂടെ ഒരു സമ്മാനപ്പൊതിയായിട്ട് പോവുകയാണ്. ഇതാണ് രംഗം. അപ്പോൾ വഴിയിലൊരു പുലി കിടപ്പുണ്ട്. അപ്പോൾ പുലി വളരെ പുച്ഛത്തോടുകൂടി എലിയോട് ചോദിക്കുകയാണ്, എടാ നീ എങ്ങോട്ടാണ് പോകുന്നത്? എലി ഇങ്ങനെ ഗൗരവത്തിൽ നോക്കിയിട്ട്, അറിയത്തില്ലേ? അതെന്താ അറിയത്തില്ലെന്ന് ചോദിച്ചു. ഇന്ന് നമ്മുടെ കാട്ടിലെ രാജാവിൻ്റെ കല്യാണമല്ലേ, സിംഹത്തിൻ്റെ കല്യാണം. എടാ അയാൾ നിന്നെയൊക്കെ കല്യാണം വിളിച്ചോ? ഞാനൊക്കെ ഏകദേശം അയാളുടെ സ്റ്റാറ്റസിലുള്ള ഒരു മൃഗമാണല്ലോ, എന്നെ വിളിച്ചില്ലല്ലോ. എന്നെ വലിയ പരിഹസിക്കൊന്നും വേണ്ട. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഞാനും ഒരു സിംഹമായിരുന്നു എന്ന് എലി പറയുന്നതാണ്. എലിക്ക് കഴിക്കുന്നതിന് മുമ്പ് ഞാനൊരു സിംഹമായിരുന്നു. അത്തരം ഒരു പരിഗണിക്കപ്പെടാത്ത ഒരു കഴിച്ചാൽ ഒരു വീര എലിയായി പോകുന്ന അർത്ഥം. എന്തിനു തിരഞ്ഞെടുക്കാനുള്ള സാഹചര്യം അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവം പറഞ്ഞല്ലോ ആ പേരെങ്ങനെയാണ് വന്നു കഴിഞ്ഞപ്പോൾ ആളോട് ചോദിക്കണമെന്ന് പറഞ്ഞില്ലേ. അപ്പം അങ്ങനെ അതിൻ്റെ ഉത്തരം എനിക്ക് പറയാൻ പറ്റുള്ളൂ. പണ്ട് ഭവഭൂതിയാണോ എന്ന് എനിക്കറിയില്ല, ഏതൊരു വലിയ കാവ്യം എഴുതി. അപ്പോൾ ആരോ പറഞ്ഞു, അന്നത്തെ കാലത്ത് ആരോ പറഞ്ഞു, ഒരു മഹത്തായ സംസ്കൃത സാഹിത്യകാരനാണ്, അവർ നമ്മളുടെ സംവാദമാണ്, ഇത് ആ കൃതിയുടെ മോഷണമല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വ്യാസന് മോഷ്ടിക്കാമെങ്കിൽ എനിക്ക് മോഷ്ടിക്കാൻ മേലെ എന്ന് ചോദിച്ചു. അതെന്താ? ഒരൊറ്റ കൃതിയേ ഉണ്ടായിട്ടുള്ളൂ, അത് രാമായണ വാൽമീകിയുടെ. പിന്നെ നിങ്ങൾ ഏത് നോക്കിയാലും അതിൻ്റെ എന്തെങ്കിലുമൊക്കെ ഇല്ലാത്ത ഒന്നുമില്ല. അതുകൊണ്ട് ഞാൻ വിദഗ്ധനായൊരു മോഷ്ടാവായിരുന്നു. വ്യാസഭഗവാന് മോഷ്ടിക്കെങ്കിൽ എനിക്ക് മോഷ്ടിക്കാൻ മേലെ. പക്ഷെ നാം മോഷ്ടിച്ച ആശയം നമ്മുടെ ഉള്ളിൽ നിന്നും പുറത്തു വരുമ്പോൾ അത് നമ്മുടേതാകണം. അല്ലെങ്കിൽ സാമ്പാർ ഉണ്ടാക്കാൻ പുസ്തകം നോക്കി ഉണ്ടാക്കിയുമ്പോൾ സാമ്പാറും അല്ല അവിയലും അല്ല ഉണ്ടാവും. എഴുതിയേക്കുന്നത് വായിച്ച് അത് നമ്മുടേതാക്കി നമ്മളിൽ നിന്ന് പുറത്തു വരുമ്പോഴേ അതിന് സ്വാദും ഗുണവും ഉണ്ടാവുള്ളൂ. എന്താണെങ്കിലും, ആഹാരമാണെങ്കിലും കൃതികളാണെങ്കിലും ചിത്രമാണെങ്കിലും എല്ലാം. അതുകൊണ്ട് ഈ കൊടൈക്കൻ്റെ ആദ്യകാലത്തൊരു ഫോട്ടോഗ്രാഫി പുസ്തകമുണ്ട്. അവർ പറയും, നിങ്ങൾ നല്ല ചിത്രം എടുക്കണമെങ്കിൽ നല്ല ചിത്രങ്ങൾ കാണുക ആദ്യം, നല്ല ആംഗിളുകൾ, അത് കണ്ട് അതിൻ്റെ ലൈറ്റ്നിങ്, ഇതെല്ലാം ഇങ്ങനെ മനസ്സിലാക്കി നിങ്ങളിൽ അതിൻ്റെ ഒരു അവബോധം ഉണ്ടായി. കുറേ കഴിയുമ്പോൾ അറിയാതെ നിങ്ങൾ അതിലൂടെ പോയി നിങ്ങളുടേതായൊരു ശൈലിയിൽ സ്വയം ചെന്നെത്തപ്പെടും. അതുവരെ നമ്മുടെ ഓരോ വരികൾക്കും ആരോടെങ്കിലും സ്വാധീനം ഉണ്ടാവും. ഇപ്പം ഞാൻ സുവോളജിയാണ് പഠിച്ചത്. അപ്പോൾ അതിൻ്റെ അകത്തുള്ള ക്യാരക്ടറൊക്കെ നന്നായിട്ട് പഠിച്ച കാലത്ത് നന്നായിട്ട് പഠിച്ച ആളാണ്, നന്നായിട്ട് ഉഴപ്പിയ ആളായിരുന്നു, രാഷ്ട്രീയമൊക്കെ ഉണ്ടായിരുന്ന ആളാണ് അവിടെ വെച്ച്. പക്ഷെ പഠിത്തം നന്നായിട്ടുണ്ടായിരുന്നു. അതാണ് പിൽക്കാലത്ത് ഡിങ്കൻ എഴുതിയപ്പോൾ അതിൻ്റെ അകത്തൊരു എതിരാളി ഒരു ക്യാരക്ടർ ഉണ്ടാക്കാൻ അത് ഞാൻ അങ്ങോട്ടൊരു പറയാം. ഇപ്പം ഇത് പറഞ്ഞിട്ട് അപ്പോൾ ആ വായന, പിന്നെ ഇദ്ദേഹം പറഞ്ഞ പോലെ കയറി ചെല്ലുമ്പോൾ ഒരു 3000-4000 കോപ്പിയുള്ളൂ, ചെയ്തോളാൻ പറഞ്ഞു. ബാലരമയിലും മനോരമയിലും നല്ല സ്ട്രക്ചറുണ്ട്, ഇവരെ ഷെയ്പ്പ് ചെയ്ത് പുറത്തുള്ള സംവിധാനമുണ്ട്. എൻ്റെ ചേട്ടൻ മനോരമയിലായിരുന്നു. എനിക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുന്ന ചേട്ടനിൽ നിന്നാണ് ഇതിൻ്റേത്. നമ്മളവിടെ ചെന്നപ്പോൾ ചെയ്തോളാനാണ് പറഞ്ഞത്. എന്ത് ചെയ്താനാ? 21 വയസ്സുള്ള പയ്യനെടുത്തെന്ന് പറയാണ്, അങ്ങോട്ട് എഡിറ്റ് ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ ചേട്ടൻ വെച്ചിട്ട് നീ നല്ല കുറേ ഇതൊക്കെ എടുത്ത് വായിക്കാൻ പറഞ്ഞു, ക്ലാസിക്സ്. അങ്ങനെ ടിൻറ്റിനും ആസ്ട്രിക്സും ഫാൻറ്റം, ടാർസൻ ഇത് വായിക്കുകയല്ലായിരുന്നു, ഞാൻ എൻജോയ് ചെയ്ത് എൻ്റെ ഉള്ളിൽ ഓരോ കഥകളും ആ ഓരോ പേരുകളും ഓരോ സീനിട്ട അടുത്ത സീനിലേക്ക് എങ്ങനെയാണ് പോണത് എന്നുള്ളതും ഞാൻ അറിയാതെ എൻ്റെ ഉള്ളിൽ കണ്ടമാനം പോയിട്ടുണ്ട്. അപ്പോഴാണ് മിക്കി മൗസിൻ്റെ കഥയും അതിൻ്റെ ഉൽപ്പത്തി അറിയാം. അപ്പോൾ എലി എങ്ങനെ ഉള്ളിൽ വന്നു, പക്ഷെ എലിയും കൊണ്ട് മുഴുവൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്, അപ്പോൾ നമ്മൾ ടാർസൻ വായിച്ചിട്ടുണ്ട്, സൂപ്പർമാൻ കണ്ടിട്ടുണ്ട്, ഇതെല്ലാം കൂടി പരിവപ്പെട്ടപ്പോൾ ഈ മൂപ്പര് പുറത്തു വന്നു. പിന്നെ അതിൻ്റേതായൊരു നേച്ചർ ഉള്ളത് കൊണ്ട് അത് ക്ലിക്ക് ചെയ്തു. അതെങ്ങനെ ക്ലിക്ക് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അന്ന് കലാമോദിക്കാർ വന്നിട്ട് ഒരു ചോദ്യം ചോദിച്ചു, ഇതെന്താണ് ഇങ്ങനെ എഴുതുന്നത് ചോദിച്ചു. കഞ്ഞി കുടിക്കാനാണ്. സത്യം നമുക്ക് ജീവിക്കാനൊരു വഴി ഈശ്വരൻ കാണിച്ചു തന്നു. അതിൽ പുഷ്പിക്കണമെങ്കിൽ ഞാൻ ഇന്ന് വിശ്വസിക്കണം. അന്ന് വിശ്വസിച്ചിട്ടില്ല, അന്ന് ഈ പരിപാടിയൊന്നും തുടങ്ങിയിട്ടില്ലേ. എഴുതുമ്പോഴൊക്കെ
എഴുതണു ആലോചിച്ച് ചിന്തിച്ച് അങ്ങനെ എഴുതാറില്ല. എഴുതുമ്പോൾ അത് ഇത് ചെയ്യാറുണ്ട്. അതിൻ്റെ പുറകിൽ ഒരു ഈശ്വരകൃപ എന്നുള്ളതല്ലാതെ എനിക്ക് വേറൊന്നും പറയാനില്ല. അങ്ങനെയാണ് ഈ എലി എടുത്തിട്ട് അവനൊരു ഉഴപ്പനായിരുന്നു. കാടിനൊരു പേരിട്ടു പങ്കിലക്കാട്. പങ്കിലെന്ന് പറഞ്ഞാൽ അഴുക്കുള്ള കാട്ടിലാണ് നല്ലൊരാളുടെ ആവശ്യം. അപ്പം ഈ എലി അങ്ങനെ പുറത്തു പോകുന്നു, അവന് സ്കൂളിൽ നിന്ന് ഇറക്കി വിടുന്നു. പക്ഷെ ഇവനൊരു ഗുണമുണ്ട്, അതായത് ആർക്കൊരു വിഷമം കണ്ട ഹെൽപ്പ് ചെയ്യും. ഒരു നന്മ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ആ നന്മയെ വളർത്താൻ ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാവും. ഇത് ഞാൻ അക്കാലത്ത് വായിച്ചിരുന്നും എൻ്റെ ഉള്ളിൽ ഞാൻ അറിയാതെ കിടന്ന ഒരു തത്വമായിരുന്നു. അത് തത്വമാണെന്നൊക്കെ പിൽക്കാലത്താണ് ബോധ്യമായത്. ഏതൊരു നന്മയുണ്ടെങ്കിലും അതെത്ര മോശക്കാരിലായിക്കോട്ടെ, അത് സിൻസിയറാണ് അവനോടെങ്കിൽ അത് വളരാനുള്ള സാഹചര്യം ഉണ്ടാവും. ഇത് ഞാൻ ഈ എലിക്ക് കൊടുത്തു. എലി ഇങ്ങനെ ഒരു സേവയണയിൽ ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ ഇവർ സ്കൂളിൽ നിന്ന് ഇറക്കി വിട്ടു. പിന്നെ ഒറ്റ പ്രശ്നം, ഈ വീട്ടിൽ ചെന്നാൽ തല്ല് കിട്ടും. ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞങ്ങളൊക്കെ സ്കൂളിൽ പെട്ടെന്ന് 10ാം ക്ലാസ് ചിലപ്പോൾ നിക്കറിട്ടുകൊണ്ട് നടക്കണേ സ്കൂളിൽ പോകണേ. വരുമ്പോൾ സാറ് തല്ലിയെന്ന് പറഞ്ഞാൽ അച്ഛൻ എന്തിനാ തല്ലിയെന്ന് ചോദിക്കില്ല. കാപ്പിച്ചെടി നട്ട് വളർത്തേക്കണ തല്ലാൻ വേണ്ടിയിട്ട് മാത്രമേ. അതിൻ്റെ ഒരു കമ്പുരിയ വാദ്യാരെ അടിച്ചതിൻ്റെ താഴെ ഒരൊറ്റടി അടിക്കുക. ഇന്നതല്ല, അടിച്ച വാദ്യാരെ വീട്ടിൽ ചെന്ന് അടിക്കുന്ന അവസ്ഥയിലാണ് നമ്മൾ മാറിയേക്കണേ. അത് അന്നത്തെ ഈ മാറ്റമുണ്ട്. അപ്പം വീട്ടിൽ ചെല്ലാൻ പറ്റില്ല, മാഷിറക്കി വിട്ട് കഴിഞ്ഞു. അങ്ങനെ ഇയാളിങ്ങനെ കപ്പ വാന്തി ഒരുത്തിന് കപ്പ കൊടുക്കുമ്പോഴാണ്, വിശന്നിരിക്കുന്ന കപ്പ കൊടുത്ത് ഇയാൾ വിശന്നിരിക്കുമ്പോഴാണ്. പിന്നെ നമുക്ക് ഈ പറ്റില്ലാത്ത അന്യഗ്രഹ ജീവി എന്നൊരു സാധനമല്ലേ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അങ്ങനെ വരുന്നു, ഇയാളെ മോഡിഫൈ ചെയ്ത് എല്ലാ ശക്തിയാക്കുക. അപ്പോൾ എൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടെങ്കിലാണോ ഒരു നന്മ വളർത്താൻ ഒരു വ്യക്തിക്ക് കായിക ശക്തി വേണം, ബുദ്ധിശക്തി വേണം, മനസ്സിന് കാരുണ്യം വേണം. ഇത്ര ഉണ്ടെങ്കിലേ ആ വ്യക്തിയെ കൊണ്ട് ആ വ്യക്തിക്കും സമൂഹത്തിനും പ്രയോജനം ഉണ്ടാവുള്ളൂ. അങ്ങനെയാണ് അങ്ങനെ ഒരു പകർന്നാട്ടം ആ കഥാപാത്രത്തിലേക്ക് ഉണ്ടായത്. എനിക്ക് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഉത്തരമാണുള്ളത്. പക്ഷേ അതിൻ്റെ ഒരു ബേസ് അവിടെ സാറ് പറഞ്ഞതിൽ കിടക്കുന്നുണ്ട്. നമ്മൾ എന്തുകൊണ്ടാണ് ഈ കുട്ടികൾ മാത്രമായിട്ട് കഥാപാത്രം അല്ലെങ്കിൽ കൂടുതൽ മൃഗങ്ങൾ വരുന്ന, അതാണല്ലോ ആദ്യത്തെ ചോദ്യം. അതിൽ ഒരു കുട്ടികൾക്ക് ഫാൻറ്റസി ആണല്ലോ ഇഷ്ടം കൂടുതൽ. ഇപ്പോൾ ഒരു റിയലിസത്തിനേക്കാൾ ഫാൻറ്റസിയാണ് ഇഷ്ടം കുട്ടികൾക്ക്. മൃഗങ്ങൾ സംസാരിക്കുന്നത് നമ്മൾ കാണുന്നില്ല. അപ്പോൾ അവരെ കൊണ്ട് സംസാരിപ്പിച്ച് അവർ മനുഷ്യരെ പോലെ ഇടപെടുന്നതോ അല്ലെങ്കിൽ പെരുമാറുന്നതോ ആയിട്ട് കാണുന്നത് അതൊരു ഫാൻറ്റസിയാണ്. അതിനകത്തൊരു ഫാൻറ്റസി എലമെൻ്റ് ഉണ്ട്. ആ ഫാൻറ്റസി എലമെൻ്റാണ് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നതെന്നുള്ളത് ക്രിയേറ്റേഴ്സ് കണ്ടെത്തിയിട്ടായിരിക്കാം കൂടുതൽ ഈ മൃഗ കഥാപാത്രങ്ങൾ വരുന്നതെന്ന് തോന്നുന്നു. ഈ പറഞ്ഞ പോലെ മൃഗങ്ങൾ മാത്രമല്ല, നമ്മൾ എൻ്റെ കൺസെപ്റ്റിൽ, എൻ്റെ എന്നല്ല, ബാലരമയുടെയോ അല്ലെങ്കിൽ മാഗസിൻസിൻ്റെ കൺസെപ്റ്റിൽ മരമാണെങ്കിലും മേഘാണെങ്കിലും സുബോധിനെ കൊണ്ടൊക്കെ ഞാൻ അങ്ങനെയൊക്കെ വർപ്പിച്ചിട്ടുണ്ട് കുറേ കാര്യങ്ങൾ. മരത്തിന് നടക്കാം, മേഘത്തിന് നടക്കാം, മലയ്ക്ക് സംസാരിക്കാം, ഇതെല്ലാം സംഭവിക്കും. അപ്പോൾ ഇതെല്ലാം ഒരു ഫാൻറ്റസിയോടുള്ള ഒരു ഇഷ്ടവും അല്ലെങ്കിൽ ഫാൻറ്റസിക്കുള്ള ഒരു പവറാണ് ഇതൊക്കെ ചെയ്യിക്കുന്നത്. വെറുതെ കുട്ടികളും നമ്മൾ സാധാരണ ചുറ്റും കാണുന്നത് തന്നെ വീണ്ടും കഥകളിൽ കണ്ടുകൊണ്ട് അതിനകത്തൊരു ഡൈമെൻഷൻ്റെ കുറവുണ്ട്. അപ്പോൾ ആ ഒരു ഡൈമെൻഷൻ വേറൊരു ലെവലിലേക്ക് ഇതിനെ ഉയർത്താനുള്ള വഴിയായിരിക്കാം ഇത് എന്ന് തോന്നുന്നു. ഇപ്പോൾ എത്രയോ കാലം മുമ്പേ നടന്നിട്ടുള്ള കാര്യമാണല്ലോ. ഇപ്പം അതിൻ്റെ കൂടെ പറയാവുന്നൊരു കാര്യം, ഇപ്പം നമ്മുടെ തൊട്ടയൽപക്കത്ത് കാണുന്ന ഒരു കഥയേക്കാൾ നമുക്ക് വേറെന്തോ സംഭവം ഒരു സംസ്ഥാനം മാറിയാൽ പോലും, ഇപ്പോൾ ബാലരമയിലൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ളൊരു ഇതാണ്, ബാലരമയിലൊക്കെ ക്യാരക്ടേഴ്സൊക്കെ നോർത്ത് ഇന്ത്യനൊക്കെ ആയിരിക്കും. കാരണം അവരൊന്നും നമ്മൾ നേരിട്ട് കാണുന്നില്ല. ഇപ്പോൾ 80s കാര്യമാണ് പറയുന്നത്, 80s 90s ആ സമയത്തൊക്കെ നമ്മൾ നേരിട്ട് കാണുന്നില്ല. നോർത്ത് ഇന്ത്യൻ കഥാപാത്രങ്ങൾ ഇതെന്തോ വേറൊരു ലോകമാണ്. അപ്പോൾ ആ വേറൊരു ലോകമാണെന്ന് പറയുമ്പോഴേ അതിനകത്തൊരു ഫാൻറ്റസി വന്നു. അതിൻ്റെ എക്സ്റ്റൻഷനാണ് ഈ പറഞ്ഞ ഈ ആനിമൽസും ബേഡ്സൊക്കെ സംസാരിക്കുന്നതൊക്കെ ആയിട്ടുള്ള കാര്യം. രണ്ടാമത്തെ ചോദ്യം എന്താ പറഞ്ഞാൽ ഞാൻ വിട്ടുപോയി പെട്ടെന്ന്. നമ്മൾ ഇപ്പോൾ സാർ ഒത്തിരി ഓക്കെ യെസ് ഇത് ആദ്യത്തെ സ്റ്റോറിയും പിന്നെ എങ്ങനെയാണ് ഈ വേൾഡ് അത് ഓക്കെ. അത് എല്ലാവരും വിചാരിക്കുക അത് നമ്മുടെ ഒരു ഇത്രയും 1300 കഥകൾ എഴുതിയ അത് നമ്മുടെ ശക്തിയാണെന്നുള്ളതാണ്. തിരിച്ചാണ് അത്. ഞാൻ അതിനെ നെഗറ്റീവായിട്ടല്ല പറയുന്നത്, പോസിറ്റീവായിട്ട് തന്നെ നമ്മുടെ അകത്തൊരു അതിൻ്റെ ഒരു കുറവാണ് അതിനെ ഡ്രൈവ് ചെയ്യുന്നതെന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ,
ആദ്യത്തെ കുറേ കഥകളിൽ സൂത്രനും ഷെരു മാത്രമേ ഉള്ളൂ. ആ പർട്ടിക്കുലർ ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ സൂത്രൻ ഷെരു ആ ക്യാരക്ടേഴ്സ് മാത്രമേ ഉള്ളൂ. ഈ രണ്ടുപേരെ വച്ചിട്ട് ഒരു ബുദ്ധിമാനായിട്ടുള്ള സൂത്രക്കാരനായിട്ടുള്ള കുറുക്കനും കുറച്ചൊരു മണ്ടത്തരമുള്ള കടുവയും കൂടി എത്ര കഥ ഓടിക്കാം? പലർക്കും പലതരത്തിലായിരിക്കും അതിൻ്റെ കഴിവ്. എൻ്റെ പരിമിതിക്കകത്ത് വെച്ച് ഓടിക്കാവുന്ന അത്ര ഓടിച്ചു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിനെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു പരിമിതിയാണ് അടുത്ത ക്യാരക്ടർ എന്നല്ല അടുത്ത ക്യാരക്ടേഴ്സിനെയൊക്കെ കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മുടെ ഒരു പരിമിതിയാണ് നമ്മളെ ഡ്രൈവ് ചെയ്യിക്കുന്നത്, നമ്മുടെ ശക്തിയല്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിനെ ശക്തി ഡ്രൈവ് ചെയ്യിക്കുന്ന പോലെ അത് പോസിറ്റീവാണെന്നും പരിമിതി കുറവാണെന്നും വിചാരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റാണ് ഞാൻ പറയുന്നത്. പരിമിതിയും ഒരു ശക്തി തന്നെയാണെന്ന് അർത്ഥം. അപ്പോൾ ഈ സൂത്രനും ഷെയറും ഒറ്റയ്ക്ക് അല്ലെങ്കിൽ അവർ രണ്ടുപേരും മാത്രമായിട്ടുള്ള ആ പരിമിതിയെ തകർക്കാനാണ് ഓരോ ക്യാരക്ടേഴ്സും വരുന്നത്. അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് ഓരോ സ്റ്റേജ് ഉണ്ട്. ഇപ്പോൾ ഇവർ തന്നെത്താനുള്ള കഥകൾ, മൂങ്ങവൈദ്യർ വന്നു, ഇങ്ങനെ എന്തായാലും പറയാം, ആ യൂണിവേഴ്സ് എന്ന് പറഞ്ഞ ഒരു ഭാഷ ഉണ്ടോ, ഇപ്പം അങ്ങനെയാണ് പറയാം. ആ യൂണിവേഴ്സ് ഇങ്ങനെ വലുതായി വരുന്നതും പിന്നെ നമ്മുടെ പ്രായം കൂടുന്നതനുസരിച്ച് നമ്മുടെ തോട്ട് പ്രോസസ്സും മാറും. അപ്പോൾ ഓരോ കഥയും ഓരോ ആശയത്തിനും നമ്മൾ സമീപിക്കുന്നതും വ്യത്യാസമുണ്ട്. നേരത്തെ കുട്ടി ചോദിച്ച പോലെ വായിക്കുന്ന കുട്ടികളുടെയും ആ ഒരു ശൈലിയും അവരുടെ ആസ്വാദന രീതിയും മാറും. അപ്പോൾ പക്ഷേ ആ ആസ്വാദന രീതിക്ക് അനുസരിച്ച് നമ്മൾ മനഃപൂർവ്വം അങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. കാരണം അത് സ്വാഭാവികമായിട്ട് വന്നോളൂ. നമ്മുടെ ഒരു ശീലം കൊണ്ടും നമ്മൾ തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് ആ മാറ്റത്തിനൊപ്പമാണല്ലോ വായനക്കാരൻ സഞ്ചരിക്കുന്നത്. അപ്പോൾ മനഃപൂർവ്വം മാറ്റേണ്ട ആവശ്യമില്ല, സ്വാഭാവികമായിട്ട് നമ്മൾ തന്നെ മാറിക്കോളും ശരിക്കും. അപ്പോൾ ആദ്യത്തെ കഥയും 1300-ാമത്തെ കഥയും തമ്മിൽ ബേസിക്കലി കുറേ ആ ക്യാരക്ടേഴ്സിൻ്റെ കുറേ കോമൺ ആസ്പെക്ട്സ് ഉണ്ടെങ്കിലും അതിനകത്തൊരു വളർച്ചയുണ്ട്. ക്ലിയറായി എന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞതല്ലേ. ഇതിനോട് ചേർത്ത് ഈ അമാനുഷികതയെ പറ്റി പറഞ്ഞു. അപ്പോൾ വരയ്ക്കുമ്പോൾ വരയിൽ സൃഷ്ടിക്കുന്ന അമാനുഷികതയെ പറ്റി ഒന്ന് പറയാം. അതായത് കുട്ടികൾക്ക് വേണ്ടി ചിത്രം വരയ്ക്കുമ്പോൾ ഇപ്പോൾ റിയലിസ്റ്റിക് ആയത് അതിൻ്റെ അതേ മട്ടിൽ വരയ്ക്കാതെ വ്യത്യസ്തമായിട്ട് എങ്ങനെ മൃഗങ്ങളെയും മനുഷ്യരെയും ഒക്കെ അതിനുവേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ആലോചന, വരയുടെ ഒരു ചിത്രത്തെ ചിത്രീകരിക്കുന്ന സമയത്ത് ആലോചനകളെ പറ്റിയെന്ന് പറയാം, ചിത്രീകരണ വേളയിലുള്ള. ശരിക്കൊരു കഥ വായിച്ചു കഴിഞ്ഞാൽ അതിൽ വരുന്ന കഥാപാത്രം പിന്നെ വരയ്ക്കുന്ന ആളുടെ മനസ്സിൽ പതുക്കെ രൂപം കൊള്ളുകയാണ്. ചിലപ്പോൾ ഒരു മടിയൻ ആയിട്ടുള്ളൊരു കഥാപാത്രമായിരിക്കും. അപ്പോൾ അതിൻ്റെ ശരീരഭാഷകളുമൊക്കെ നമ്മൾ ചിലപ്പോൾ വഴിയിൽ നടക്കുമ്പോൾ തന്നെ ചിലപ്പോൾ ഇത്തരം ക്യാരക്ടർ കാണാറുണ്ട്. ചിലപ്പോൾ അതൊക്കെ ഞാൻ പ്രയോഗിക്കാറുണ്ട് അതിൽ. ഇപ്പോൾ ഈ അമാനുഷിക കഥാപാത്രങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കൂടുതലും പുരാണങ്ങളിൽ നിന്നാണത് ചെയ്യാനായിട്ടുള്ള അവസരം വന്നത്. അപ്പം ഞാൻ ചിലപ്പോൾ ഹനുമാനെ വരയ്ക്കുമ്പോൾ ഹനുമാൻ ചിലപ്പോൾ കഥകളിയിലെ ഹനുമാൻ്റെ കിരീടം ആയിരിക്കും ഞാൻ ചിലപ്പോൾ അതിൽ വയ്ക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഒരു കഥകളിൽ നിന്ന് ഉണ്ടാകും, ചിലപ്പോൾ നൃത്തരൂപങ്ങളിൽ നിന്നൊക്കെയുള്ള ഇത്, നാടൻ കലാരൂപങ്ങളിൽ നിന്നൊക്കെയുള്ള ഇതൊക്കെ തന്നെ എൻ്റെ മനസ്സിലേക്ക് കയറി വരും. അങ്ങനെയൊക്കെയാണ് ഒരു ഹനുമാനും ഒരു ഭീമനും ഇതൊക്കെ കടന്നു വരുന്നത്. അങ്ങനെ ഇതാണ് പല കലാരൂപങ്ങളിൽ കൂടിയൊക്കെ എനിക്ക് ഇതിൻ്റെ രൂപം ഉള്ളിൽ രൂപപ്പെടും. അങ്ങനെയാണ് അതൊരു കുറച്ച് വ്യത്യാസമായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് അമാനുഷിക കഥാപാത്രങ്ങളിൽ. ഹാസ്യമാകുമ്പോഴും ഈ പറഞ്ഞ സംഭവം തന്നെയുണ്ട്. ജീവിതത്തിൽ കണ്ടിട്ടുള്ള പല ജീവിച്ചിരുന്ന മനുഷ്യരും, ചിലപ്പോൾ ഞാൻ ഓഫീസിലേക്ക് നടന്നു വരുമ്പോൾ കാണുന്ന ചില മനുഷ്യരെ ഞാൻ നിരീക്ഷിക്കാറുണ്ട്. അവരുടെ ചില കഥകളിൽ ബാലരമയിൽ വരയ്ക്കുമ്പോൾ തന്നെ അവിടെയുള്ള ചില ആളുകളുടെ തന്നെ ഞാൻ കഥാപാത്രമാക്കിയിട്ടുണ്ട്. അപ്പം അതെ, ദേഷ്യം ഉണ്ടാക്കുന്ന ആളുകളെയും
അപ്പോൾ അതിനൊന്നും ഒരു പ്രയാസമില്ല. അതെ അതെ. അതുകൊണ്ട് തന്നെ സുബോധിൻ്റെ ഇല്ലസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളൊരു രണ്ടാമതൊന്ന് നോക്കണം, ആരെങ്കിലും മുറിപ്പെടുത്തുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം പ്രിൻറ്റിങ്ങിന് വിടാൻ. പക്ഷെ അത് നല്ല നിങ്ങളിപ്പോൾ ഈ എത്ര കണ്ട് മനസ്സിലായിട്ടുണ്ടെന്നില്ല, അത്രയും റേഞ്ചുള്ളൊരു കലാകാരനാണ് കേട്ടോ സുബോധ്. അതായത് ഏറ്റവും ഈ പ്രീ സ്കൂൾ എന്ന് പറയുമ്പോൾ എൽ പി അല്ല, മറ്റേ നഴ്സറി സ്കൂളുകളിലെ കുട്ടികൾക്ക് ആസ്വദിക്കാവുന്ന ചിത്രങ്ങളും, നേരത്തെ പറഞ്ഞ AS നായർ നമ്പൂതിരി ആ ലെവലിലുള്ള ചിത്രങ്ങളും, CN കരുണാകരൻ പോലത്തെ അതുപോലത്തെ പെയിൻറ്റിങ്ങുകളും ഇതെല്ലാം ചെയ്യുന്ന ഇതൊരു ഒറ്റ ആളാണ് ചെയ്യുന്നതെന്നുള്ളത് ഇദ്ദേഹത്തിൻ്റെ എല്ലാ വർക്കുകളും കൂടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നത്. നമ്മുടെ ഭരത് ഗോപിയുടെ കാര്യം പറഞ്ഞ പോലെ കൊടിയേറ്റം ചെയ്ത ആൾ തന്നെയാണ് യവനികയിലെ തബലിസ്റ്റ് അയ്യപ്പൻ ചെയ്തതെന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല എന്ന് പറയുന്ന പോലെ അത്രയും ഒരു വെറൈറ്റി ഉള്ള കലാകാരനാണ്. പക്ഷേ ഈ പറഞ്ഞ നമുക്കൊരു സൂക്ഷ്മത വേണം. നമ്മുടെ പക്ഷേ ഞാൻ വളരെ വളരെ അഡ്മയർ ചെയ്യുന്നൊരു കലാകാരനാണ് അദ്ദേഹം. കുട്ടികളുടെ ഭാഗത്തുനിന്ന് ഹലോ സാർ, നമ്മൾ എത്രത്തോളം വളരുന്നു അതിനനുസരിച്ച് എന്താ പറയുക, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ചെറിയ കുട്ടികളുണ്ട്. അപ്പം നമുക്ക് വലിയ കടുകട്ടി തിയറികളും എസ്സേയും ഒക്കെ വായിക്കുന്ന ആ ടൈമിൽ തിരിച്ച് ബാലരമയിലോട്ടും അങ്ങനെയുള്ളത് വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആനന്ദമുണ്ട്, ഒരു പ്രത്യേകതര ആനന്ദം. ഇപ്പം ടപ്പേ എന്നൊരു വാക്ക് എഴുതി വെച്ചിരിക്കാം. അപ്പം ആ ഒരു അടി കിട്ടിയതാണ്, അല്ലെങ്കിൽ ഡും എന്ന് പറയുമ്പോൾ ഒരു ചക്ക തലയിൽ വീണു. ആ ഒരു സംഭവം ഇമാജിനേറ്റീവ് പവർ കൊണ്ട് നമ്മൾ അവിടെ ഊഹിച്ചെടുക്കുകയാണ് എത്രത്തോളം ആഘാതമുണ്ട് ആ അടിക്ക്, അല്ലെങ്കിൽ വീണ ചക്കയുടെ ശക്തിക്ക് എന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കുക. അപ്പം ഇപ്പോൾ ആനിമേഷൻ രീതിയിൽ ഇപ്പം ആ ഒരു കാര്യത്തിൽ സാറിൻ്റെ അഭിപ്രായം എന്താണെന്നാണ് എനിക്കറിയേണ്ടത്. കാര്യം ഇപ്പോൾ ആനിമേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ വിഷ്വൽസ് കാണുമ്പോഴത്തേക്കും നമ്മൾ പാസീവായിട്ടുള്ള ലേണേഴ്സായിട്ടാണ് കുട്ടികളിരിക്കുക. അപ്പം മറ്റേ വായിക്കുമ്പോൾ കിട്ടുന്നത് നമ്മളുടെ മനസ്സിലാണ് ആ ശക്തി എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കിയെടുക്കുക. അപ്പോൾ അതിനോടുള്ള അഭിപ്രായം എന്താണ് എന്ന് എനിക്കറിയണം. പിന്നെ സോമശേഖരൻ സാറിനോട് ചോദിക്കാനുള്ളത്, ഇപ്പം ഡിങ്കൻ്റെ ക്രിയേറ്റർ എന്ന നിലയിൽ ഞാൻ ഡിങ്കനെ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അപ്പം ആക്ച്വലി പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം അന്ധമായ വിശ്വാസികൾക്ക് പരിഹാസമായിട്ട് യുക്തിവാദികളുടെ ദൈവമായിട്ടാണ് ഡിങ്കനെ കണക്കാക്കുന്നത്. അപ്പോൾ ഒരു ഈശ്വരവാദി എന്ന നിലയിൽ, അല്ലെങ്കിൽ ഈശ്വര വിശ്വാസി എന്ന നിലയിൽ അങ്ങ് അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു? പിന്നെ അതോടൊപ്പം ഒരു ചിൽഡ്രൻസ് നറേറ്റീവിനുള്ള പ്രാധാന്യം, അതായത് നമ്മൾ കുട്ടിയായിരിക്കുമ്പോൾ എന്താ പറയുക, സോഷ്യൽ ബിഹേവിയറും അതുപോലെ തന്നെ വ്യക്തിബോധവും വളർത്തിയെടുക്കാനായിട്ട് ഇതുപോലുള്ള നറേറ്റീവ്സ് ഓരോ കുട്ടികൾക്കും അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം ചെറുപ്പത്തിൽ നമ്മൾ കേൾക്കുന്ന കഥകളാണ് പിന്നീട് നമ്മൾ നമ്മുടെ ക്യാരക്ടറിനെ തന്നെ ഡിസൈൻ ചെയ്യാൻ ഒരു പരിധി വരെ അത് എന്താ പറയുക സഹായിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം സാർ നേരത്തെ ഒരു കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു മകന് വേണ്ടി കരള് പറിച്ചു കൊടുത്ത ഒരു അമ്മയുടെ കഥ. അപ്പം ഒരു കുട്ടി എന്ന നിലയിൽ നമ്മൾ ആ കഥ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ കാണുമ്പോൾ എത്ര ക്രൂരയാണ് ആ മരുമകളെന്ന് തോന്നിപ്പോകും. പക്ഷേ എന്തുകൊണ്ടാണ് അത്രയും മകനെ സ്നേഹിക്കാൻ പറ്റുന്ന ഒരു അമ്മയ്ക്ക് മരുമകളെയും അങ്ങനെ സ്നേഹിക്കാൻ പറ്റുന്നില്ല? അല്ലെങ്കിൽ മകൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ എന്തുകൊണ്ട് മരുമകൾക്കും വന്ന് കാണാനുള്ളൊരവസരം ഇല്ല? മരുമകൾ വരുന്നില്ലല്ലോ വീട്ടിൽ. അപ്പം അങ്ങനെ ഒരു ചോദ്യം നമുക്ക്, അപ്പം അങ്ങനെ ഒരു രീതിയിൽ നമുക്ക്, അപ്പം എത്രത്തോളം റെസ്പോൺസിബിൾ ആയിരിക്കണം നമ്മൾ ഓരോ നറേറ്റേഴ്സ് എന്നുള്ളൊരു കാര്യം കൂടി. കാര്യം അതിലൂടെയാണ് കുട്ടികളുടെ ബ്രെയിൻ അല്ലെങ്കിൽ അവരുടെ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളവിടെ മറ്റുള്ളവരെയും അല്ലെങ്കിൽ ഓരോ കഥാപാത്രം നെഗറ്റീവ് ആക്കാതെ അല്ലെങ്കിൽ അവരുടെ പോയിന്റ് ഓഫ് വ്യൂയിലും കൂടി കാണിക്കുമ്പം
അതിന് വരുന്നൊരു മറ്റൊരു പ്രാധാന്യമുണ്ട്. അപ്പം ആ ഒരു കാര്യം കൂടി ഒന്ന് ഡിസ്കസ് ചെയ്യുമായിരുന്നെങ്കിൽ നന്നായിരുന്നു. ഓക്കെ, ആദ്യത്തെ ചോദ്യം എന്നോടാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിനാദ്യം ഉത്തരം പറയാം. ഇപ്പോൾ അനിമേഷൻ കാണുന്നത് നമ്മുടെ കുട്ടികളുടെ ഭാവനയെ എത്ര കണ്ടും ബാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ ബേസിക് ചോദ്യമെന്ന് എനിക്ക് തോന്നുന്നു. അത് വായന നല്ലത്, അനിമേഷൻ മോശം എന്നൊരു കൺസെപ്റ്റ് എനിക്ക് തോന്നുന്നില്ല. കാരണം രണ്ടിനും അതിൻ്റേതായിട്ടുള്ള പവറുണ്ട്. ഇപ്പോൾ വായനയിൽ തന്നെ ഇപ്പോൾ സുബോധിനെ പോലുള്ള ചിത്രകാരന്മാരുടെ ഇപ്പോൾ ബാലമാസികകളിലാണെങ്കിൽ ചിത്രകാരന്മാരുടെ ഒരു വേർഷനോട് കൂടിയാണ് നമ്മളത് കാണുന്നത്. ഇപ്പോൾ ചിത്രകഥയാണെങ്കിലും കഥയാണെങ്കിൽ പോലും അതിൻ്റെ ഒരു ബേസിക് ക്യാരക്ടർ നമ്മൾ ആദ്യമേ കാണും. അപ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു നമ്മുടെ വിഷ്വൽ അതിനെ പരിമിതപ്പെടുത്തി. പക്ഷേ അതൊരു പരിമിതിയായിട്ട് ഞാൻ വിചാരിക്കുന്നില്ല. അതിൻ്റെ അപ്പുറത്തുള്ള ഭാവന അതിനകത്തുണ്ട്. കുട്ടികൾക്ക് അവരുടെ ബ്രെയിൻ പ്രവർത്തിപ്പിക്കാനുള്ള അവരുടെ വിചാരങ്ങൾ ഒരു അനന്തമായിട്ട് കെട്ടഴിച്ച് വിടാനുള്ള ഭാവന അതിനകത്തുണ്ട്. ഇതേ കാര്യം അനിമേഷനിലുണ്ട്. അനിമേഷനിൽ തിരിച്ച് അതിൻ്റെ ഒരു ഘട്ടത്തിലേക്ക് ഒരു ഘട്ടം അപ്പുറത്തേക്ക് കടന്നു എന്ന് വേണമെങ്കിൽ പറയാവുന്നൊരു കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞ ടെക്സ് അവേരി അല്ലെങ്കിൽ ടോം ആൻഡ് ജെറി അല്ലെങ്കിൽ വാൾട്ട് ഡിസ്നി, ഫ്രഞ്ച് കാർട്ടൂൺസ് കുറേ ഉണ്ട്, അങ്ങനെ പറയുകയാണെങ്കിൽ കുറേ ഉണ്ട്. ഇതെല്ലാം നമ്മളെ ഒന്ന് അത്ഭുതപ്പെടുത്തും. ഇപ്പം അവർ ഇപ്പം ഒരു മറ്റൊരാളുടെ തലച്ചോറുകൊണ്ട് ചിന്തിക്കുന്ന പോലെയാണ് വായന എന്നുള്ളൊരു പ്രശസ്തമായിട്ടുള്ള ഇതുണ്ടല്ലോ. അതേപോലെ അവർ ചിന്തിച്ച ആ ഒരു ഭാവനയുടെ വഴികൾ നമുക്ക് ആലോചിക്കാനേ പറ്റാത്ത വഴി കൂടെ അവർ ചിന്തിച്ചാൽ നമുക്കൊരു അഡ്മിറേഷൻ തോന്നും. അത് നമ്മുടെ കുറേ സ്വിച്ചുകൾ ഓൺ ചെയ്യും തലയിൽ എന്നുള്ളതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. അതുകൊണ്ട് അത് മോശമല്ല, ഭാവനയെ പരിമിതപ്പെടുത്തുന്നതല്ല, ഭാവനയെ നമുക്ക് കുറേ വാതിലുകൾ തുറന്ന് തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ വിഷ്വലി മാത്രം കാണുന്നതുകൊണ്ടാണ് നമുക്കതൊരു പരിമിതിയായിട്ട് തോന്നുന്നത്. ഇങ്ങനെ ഇത് കണ്ടു, അതിൻ്റെ ഇഫക്റ്റൊക്കെ നമ്മൾ നേരിട്ട് കാണുന്നു, അതിൻ്റെ അപ്പുറത്തേക്കൊന്നും ചിന്തിക്കാനില്ല എന്നുള്ളതല്ല. അതിൽ ചിന്തിക്കാനില്ലായിരിക്കാം, പക്ഷേ അതിൻ്റെ ബേസിൽ നമുക്ക് തുറന്നു കിട്ടുന്ന കുറേ ഓപ്പണിങ്സ് ഉണ്ട്. ആ വഴിക്ക് വീണ്ടും മനസ്സാറായിട്ടുള്ള ഡിസ്കഷനിലേക്ക് വരികയാണെങ്കിൽ അതെല്ലാം ഇപ്പോൾ ഒരു സയൻറ്റിസ്റ്റ് ആണെങ്കിൽ പോലും അദ്ദേഹം പണ്ട് വായിച്ച ഈ ഫാൻറ്റസി കഥകളോ അതെല്ലാം അദ്ദേഹത്തിൻ്റെ ആ തോട്ട് പ്രോസസ്സിനെ അല്ലെങ്കിൽ പുതിയ വഴി കണ്ടെത്താനുള്ള ആ ഒരു ശ്രമത്തിനുള്ള സഹായകമായിട്ട് ആ ഓപ്പണിങ്സ് അവിടെയാണ് ഉണ്ടാവുന്നത്. ഇമാജിനേഷൻ, ഇപ്പോൾ ഐൻസ്റ്റീൻ ആണെങ്കിലും സയൻസ് മാത്രം പഠിച്ചാൽ ഒരു ഐൻസ്റ്റീൻ ഉണ്ടാവില്ല. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഈ പറഞ്ഞ ഇമാജിനേഷൻ്റെ ഒരു ഇത് വേണം. അത് മറ്റൊരാൾ ഇമാജിൻ ചെയ്താലും മതി. ഇപ്പോൾ ടെക്സ് അവേരി അല്ലെങ്കിൽ ഇപ്പോൾ വാൾട്ട് ഡിസ്നിയോ ടെക്സ് അവേരിയോ അല്ലെങ്കിൽ ഹന്ന ബാർബറ, ടോം ആൻഡ് ജെറിയുടെ ഹന്ന ബാർബറ, അവരൊക്കെ ഇമാജിൻ ചെയ്താലും മതി. ചക്ക് ജോൺസ് എന്ന് പറഞ്ഞൊരു ഒരു അനിമേറ്റർ ഉണ്ട്, അദ്ദേഹം ചെയ്താലും മതി. അവർ ചെയ്തത് നമ്മളെ അത്ഭുതപ്പെടുത്തിയാൽ മാത്രം മതി. അത് നമുക്കൊരു ഓപ്പണിംഗ് ആണ്. അതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. അത് ഭാവനയുടെ പരിമിതിയില്ല, ശക്തിയാണ്. അദ്ദേഹം വ്യക്തമായിട്ട് എൻ്റെ ഉത്തരം പറഞ്ഞു, ക്ലിയറായി കാണുമല്ലോ. ഇനിയിപ്പോൾ അടുത്ത പന്ത് എൻ്റെ കോർട്ടിലാണ്. എന്തിനാണ് ഇങ്ങനെ ക്രൂരമായിട്ടുള്ളല്ലേ മരുമകളെ മോശമാക്കി? അതുകൊണ്ട് 3-4 പ്രാവശ്യം പറഞ്ഞു കഥയാണ്, കഥയെ ചോദ്യം ചോദിക്കരുത്. അത് മുൻകൂർ ജാമ്യമായിരുന്നു. മകളാദ്യം മനസ്സിലാക്കണം, ഇത് നിങ്ങളിന്ന് കുറച്ച് മുതിർന്നവരും, എൻ്റെ ധാരണ ശരിയാണോ തെറ്റാണെന്നറിയില്ല, കുറച്ച് വായിച്ചിട്ടുള്ളവരാണെന്നുള്ളതാണ് എൻ്റെ ധാരണ. അതുകൊണ്ടാണ് ഞാൻ ആ സ്റ്റോറി പറഞ്ഞത്. എവിടെ ചെല്ലുന്നുവോ മുമ്പിലിരിക്കുന്ന വ്യക്തിക്ക് എന്താണോ ഒരു സന്ദേശം കൊടുക്കേണ്ടത് അതിനനുസരിച്ചുള്ള കഥയെ നമ്മൾ പറയുകയുള്ളൂ. ഇപ്പോൾ തീരെ ഏറ്റവും ബുദ്ധിമുട്ട് ക്ലാസ് എടുക്കാൻ നഴ്സറി കുട്ടികൾക്കാണ്. ഇപ്പോൾ ഒരു കുട്ടിയോട് കഥ പറയട്ടെ എന്ന് ചോദിച്ചാൽ കുട്ടി ഇങ്ങനെ ഇട ആ എന്ന് പറയും. ഇത് നിർത്തുമ്പോൾ അടുത്ത കുട്ടി ആ എന്ന് പറയും. ഈ ങാ തീരാനായിട്ട് 5 മിനിറ്റ് എടുക്കും. ക്ലിയറായി പറഞ്ഞേ. ഒരു 6, 7, 8 ക്ലാസ്സിലാണെങ്കിൽ നമ്മൾ ഒന്നും ചോദിക്കില്ല, നേരൊരു സ്റ്റോറിലേക്ക് അങ്ങ് ചാടും. 11, 12 ക്ലാസ്സുകളിൽ ക്ലാസ് എടുക്കാൻ പോകുമ്പം അത് വേറൊരു വെറൈറ്റിയാണ്. ഞങ്ങളുടെ പഴയ പ്രീ ഡിഗ്രി ഇതാണ്. ടീനേജിൻ്റെ ഇതിലൊക്കെ അങ്ങോട്ട് കയറി നമ്മളൊക്കെ വേറെ ആരും ലോകത്തിലില്ല എന്ന് ധരിക്കുന്നിടത്ത് ചെല്ലുന്നേ. അപ്പോൾ അവരുടെ ആ മർമ്മത്തെ തൊടുന്ന എന്തെങ്കിലും പറഞ്ഞു തുടങ്ങും.
ഇതിലെല്ലാറ്റിലും നമ്മൾ ഉദ്ദേശിക്കുന്നൊരു സന്ദേശമുണ്ട്. ക്ലിയർ ആയല്ലോ? ചെറിയ കുട്ടികളാണെങ്കിൽ നമ്മൾ കുഞ്ഞുണ്ണി മാഷിൻ്റെ അടുത്ത് ഒന്നായാൽ നന്നായി, നന്നായാൽ ഒന്നായി, ഒന്നാകുമ്പോൾ നന്നാകും, നന്നാകുമ്പോൾ ഒന്നാകും, താളമൊക്കെ പിടിക്കുമ്പോൾ ഒരു കൂടെ അങ്ങോട്ട് ചൊല്ലിക്കോളും. പിന്നെ നമ്മുടെ ഉള്ളിൽ മുദ്രിതമാകേണ്ട 3 കാര്യങ്ങളുണ്ട്. ഒന്ന് അമ്മ. അമ്മ എന്ന് പറയുമ്പം അച്ഛനും മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാം ഉണ്ട്. ഇത് ഒരു 66-67 ജീവിതത്തിൽ നിന്ന് പറയുന്നതാണ്. നിങ്ങളിത്രയും മുതിർന്ന കുട്ടികളായതുകൊണ്ട് പറയുകയാണ്. 2, നമ്മൾക്ക് വഴി കാണിച്ചു തരുന്ന ഏതെങ്കിലും ഒരു അധ്യാപകൻ നമ്മുടെ ജീവിതത്തിലുണ്ടാവും. സബ്ജക്റ്റ് മാത്രം പഠിപ്പിക്കണവരല്ല. 3, നമ്മൾക്ക് ഇങ്ങനൊരു സാഹചര്യം ഒരുക്കി തന്ന ഈശ്വരൻ. ഈ 3-നെക്കുറിച്ചുള്ള അവബോധമാണ് നമുക്ക് വെളിച്ചം തരിക. ആദ്യത്തെ വെളിച്ചം അടുക്കളയിൽ അമ്മയിൽ നിന്ന് കിട്ടണം. അമ്മ എത്ര ദേഷ്യക്കാരിയാണെങ്കിലും ആ അമ്മയില്ല എങ്കിൽ നമ്മളില്ല. അപ്പം അമ്മയോടുള്ള സ്നേഹത്തിൻ്റെ ആഴം ഒരു ടീനേജ് മനസ്സിൽ പതിപ്പിക്കാൻ ആയിട്ട് നടന്നിട്ടുള്ള മഹാത്മാക്കൾ പറഞ്ഞിട്ടുള്ള മാത്രം കാര്യങ്ങളെ ഞാൻ ഉപയോഗിക്കാറുള്ളൂ. എൻ്റെ ഒരു എക്സ്പീരിയൻസ്, കോട്ടയത്ത് കഞ്ഞിക്കുഴിയുടെ ഒരു സ്കൂൾ, ബേക്കറൽ, പെൺകുട്ടികളുടെ സ്കൂളാണ്. അവിടെ ക്ലാസ് എടുക്കാൻ പറ്റും, സ്ഥിരം പോകുമായിരുന്നൊരു കാലത്ത്. അപ്പോൾ 10ാം ക്ലാസ്സിലെ കുട്ടികളാണ്, എല്ലാം കൂടി 400 കുട്ടികളുണ്ട്. എല്ലാ ക്ലാസ്സും മുതിർന്ന പെൺകുട്ടികളാണ് മുഴുവനും. അപ്പോൾ ഞാൻ അവിടെ കയറി ഈ 1-2 അബ്ദുൽ കലാം സാർ, അദ്ദേഹത്തിൻ്റെ അമ്മയും തമ്മിലുള്ള റിലേഷൻ, ഈ സ്റ്റോറി, അങ്ങനെ കുറേ കഥകൾ പറഞ്ഞു. കഥകൾ കഴിഞ്ഞ് താഴെ ഇറങ്ങിയിരിക്കുമ്പോൾ ടീച്ചർ പറഞ്ഞു, നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പറയണമെങ്കിൽ പറഞ്ഞോളാൻ പറഞ്ഞു. പറയുമ്പോൾ ഒരു പെൺകുട്ടി വന്നിട്ട് പെട്ടെന്ന് നിലവിളിക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്കും അവിടെ ഒരു കന്യാസ്ത്രീയമ്മ ഉണ്ടാകുന്ന ആശുപത്രി, മോള് വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞ്, എന്നിട്ട് ഈ കുട്ടി പറയാണ്, ഞാൻ രാവിലെ വന്ന് വീട്ടിൽ അമ്മയോട് വഴക്കുണ്ടാക്കിയിട്ടാണ് വന്നത്. ഇവിടെ ഇങ്ങനൊരു ക്ലാസ് കിടക്കണമെന്ന് പറയുമ്പോഴത്തേക്കും ഈ ഉപദേശങ്ങൾക്ക് ആർക്കും ഇഷ്ടമുണ്ടോ? ആർക്കും ഇഷ്ടമില്ല. അതുകൊണ്ട് ഇങ്ങനെ ഉപദേശത്തിനൊരു കാർന്നൂർ വന്നേക്കണമെന്ന് പറഞ്ഞിട്ട്, അന്ന് കാർന്നവരല്ല കേട്ടോ, 15-20 വർഷം മുമ്പുള്ള കാര്യം പറഞ്ഞേ. ഈ കുട്ടി ക്ലാസ്സിന് പോയില്ല. അപ്പോൾ ടീച്ചർ പറഞ്ഞു, നീ ക്ലാസ്സിൽ പോയില്ലെങ്കിൽ നിന്നെ എൻ്റെ മുമ്പിൽ വരുത്താനുള്ള വിദ്യ എനിക്കറിയാമെന്ന് പറഞ്ഞു. പഠിപ്പിക്കാൻ പറ്റില്ല സ്കൂളിലാവുമ്പോൾ. അങ്ങനെയാണ് ഈ കുട്ടി ഇവിടെ കയറി വന്നത്. നമ്മൾ ഈ അമ്മയുടെയും അച്ഛൻ്റെയും ഈ ഒരു കുട്ടികളും ആ പ്രോസസ്സിൽ അച്ഛനും അമ്മയും ചെയ്ത ആ സഫറിങ്സൊക്കെ പല മഹാത്മാക്കളുടെയും ജീവിതത്തിലുള്ള പറയുമ്പോൾ ഇവൾക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. എന്നിട്ട് ആ കുട്ടി അവിടെ നിന്ന് പറഞ്ഞൊരു വാക്കിതാണ്, ഞാൻ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഞാൻ ഇന്ന് എൻ്റെ അമ്മയോട് വഴക്കുണ്ടാക്കിയിട്ടാണ് പോകുന്നത്. ആ മൂഡ് ഔട്ടിലാണ് ഞാൻ വരാതിരുന്നത്. മാഡം വഴക്ക് പറയുമെന്ന് പേടിച്ചാണ് വന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഞാൻ എൻ്റെ അമ്മയോട് ക്ഷമ ചോദിക്കുകയാണ്. ടീച്ചർ ഒന്ന് കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിച്ചു. ഇത് ആ കുട്ടിയിൽ ഒരു റീതിങ്കിങ് ഉണ്ടാക്കി. ഇത് തെറ്റാണ്. നാളെ കുട്ടി അമ്മയോട് വഴക്കുണ്ടാക്കിയാലും അപ്പോഴേ ഈ ഇട്ട ഈ ആശയം പതുക്കെ മുളയ്ക്കും. ഒറ്റ ദിവസം കൊണ്ട് നന്നാവാറില്ല, ഒറ്റ ദിവസം കൊണ്ട് ചീത്തയാവാറുമില്ല. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഒരു ആശയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഓരോ ഏജ് അനുസരിച്ച്, ഓരോ ഗ്രൂപ്പിനനുസരിച്ചാണ് നമ്മളിത് കൊടുക്കണത്. അതുകൊണ്ടിത് ഒരു പെൺകുട്ടി മോശമാണ് അതല്ല. അവിടെ ആ അമ്മ എത്രമാത്രം നമുക്ക് വേണ്ടി സഫർ ചെയ്യുന്നു. അതുകൊണ്ടാണ് ഞാൻ 8ാം മോതിരത്തിൻ്റെ കഥ പറഞ്ഞത്, ഇതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പറയണം. വിനോബാജിയുടെ ഗീതാചിന്തകൾ അദ്ദേഹം പറയുന്നതാണ്, മരിക്കുന്നതിന് മുമ്പ് എൻ്റെ അമ്മയായിരുന്നു എനിക്ക് വഴികാട്ടി, മരണശേഷവും എൻ്റെ അമ്മ ആദ്യത്തേക്കാൾ കൂടുതൽ എനിക്ക് വഴി തെളിക്കുന്നു. അപ്പോൾ അതിന് ഊന്നൽ കൊടുക്കാൻ പറ്റുന്ന ഉപയോഗിക്കണമെന്നുള്ളൂ. അതുകൊണ്ട് അതിൻ്റെ അകത്തൊരു ആരെയും മോശമാക്കുക എന്നുള്ളൊരു ഇതിൽ ആ ഒരു ഇപ്പോൾ ക്ലാസിക്കൽ കൃതികൾക്കൊന്നുമില്ല. ഒന്നിനെ പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടി അതിന് കൂടുതൽ എംഫസിസ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ.
ഡിങ്കോയിസം ചോദിച്ചു. സത്യം പറഞ്ഞാൽ ഞാൻ ഇത് ആത്മപ്രശംസയാട്ടോ. ഇനി 21ാമത്തെ വയസ്സിലാണ് ഞാൻ ജോലിക്ക് കയറിയത്. ജോലിയിൽ ഇരിക്കുമ്പോഴാണ് 81-ൽ. അന്നേരമാണ് ഗ്രാജുവേഷൻ്റെ റിസൾട്ട് വരുന്നതിന് 2 മാസം മുമ്പ് ജോലിക്ക് കയറുന്നത്. അവിടെ നിന്നാണ് യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റിൽ ജേർണലിസം ഇത് തുടങ്ങിയ കാലമാണ്. 2-3 വർഷമാണ്. 10 കുട്ടികളേ ഉള്ളൂ. അങ്ങനെ അതുപോലെ കാരണം വെച്ചിട്ട് ഏട്ടൻ മനോരമയിലായിരുന്നു. അതുകൊണ്ടാണ് ഈ ഫീൽഡിലേക്ക് ഒരു ഇഷ്ടം വന്ന് അവിടെ വച്ച് ഇത് സ്വാമി വിവേകാനന്ദൻ്റെ കംപ്ലീറ്റ് വർക്ക്സ് വായിക്കാനിടയായി. നിങ്ങൾ ചെറുപ്പക്കാരെല്ലാം മസ്റ്റായിട്ട് വായിച്ചിരിക്കേണ്ടൊരു ഗ്രന്ഥമാണ്. അത് എന്നിൽ വല്ലാത്ത സ്വാധീനം ചെലുത്തി. അപ്പോൾ അങ്ങോട്ട് പോയ പരുവത്തല്ല തിരിച്ച് ഇങ്ങോട്ട് വന്നത്. പഠിക്കാൻ അങ്ങോട്ട് പോയ രീതിയിലല്ല തിരിച്ചു വന്നത്. ആ മാറ്റമായപ്പോഴത്തേക്കും 44ാമത്തെ ദിവസം ഞാൻ ജോലി രാജിവെച്ചു. പിന്നീടാണ് കോഴിക്കോട് കളക്ടറൊക്കെ ഇതിൻ്റെയൊക്കെ ഒരു വക്താവായിട്ട് മാറിയും അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഞാൻ 24 വർഷത്തോളം അത് എഴുതിയിട്ടുണ്ട്, സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട്. പിന്നെ ഞാൻ അതിന് ശേഷം വന്നതൊന്നും എനിക്ക് ഒരു ഉത്തരവാദിത്വമില്ല, എനിക്കറിയില്ല. ഈ ഇങ്ങനെ ദൈവമൊക്കെ ആയിട്ട് കൊണ്ടുവയ്ക്കണം എനിക്കത്ര ഇഷ്ടമുള്ളതൊന്നുമില്ല. പിന്നെ നമ്മളിപ്പോൾ അപ്രസക്തത. ഞാൻ അതിനുശേഷം പലപ്പോഴും ഇതിൻ്റെയൊക്കെ ചർച്ചയ്ക്കൊക്കെ വിളിക്കാറുണ്ട്. ഞാൻ ഇന്നേ വരെ ഞാനിതിൻ്റെ ആണ് എന്ന് പറഞ്ഞു എങ്ങും പോയിട്ടുമില്ല. പിന്നെ കോഴിക്കോട് പോയിട്ട് തിരിച്ചു വന്ന് അത് തുടങ്ങാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ബാലരമയിലൊന്ന് കപീഷ് തുടങ്ങി. അപ്പോൾ MD വിളിച്ചിട്ട് പറയും നമുക്കൊരു കഥാപാത്രം വേണമെങ്കിലേ പറ്റുള്ളൂ. കൊള്ളാവുന്ന കഥാപാത്രത്തെ മുഴുവനും ബാലരമക്കാർ കൊണ്ടുപോയി. ഇത് മുഴുവൻ സപ്ലൈ ചെയ്യുന്ന ടിങ്കിളാണ്. അങ്ങനെ ഞങ്ങൾ അങ്കിൾ പയ്യെ കാണാൻ അന്നത്തെ ചെറുപ്രായത്തിൽ അവിടെ ചെന്നു. അപ്പോൾ അങ്കിൾ പയ്യോട് സംസാരിച്ച് പറഞ്ഞു ഒരു ക്യാരക്ടറെ ഞങ്ങൾക്ക് തരണം, ഇവരായിട്ടൊന്ന് ബീറ്റ് ചെയ്യേണ്ട മനോരമയ്ക്ക്. അന്ന് മനോരമ വലിയ ആളാണ്, ഞങ്ങൾ കൊച്ചാൾക്കാരാണ് മംഗളേ. ആ അവസ്ഥയിലാണ് യുദ്ധം നടക്കണതേ. അത് നമ്മുടെ ആസ്റ്റിക്സിലെ നമ്മുടെ ആസ്റ്റിക്സും ഒബ്ലിക്സും തമ്മിലുള്ള വ്യത്യാസം പോലെയാണ് വലിപ്പത്തിൽ ഇതൊക്കെ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നു, അദ്ദേഹത്തിനോട് സംസാരിച്ചു. അങ്ങനെ പറഞ്ഞപ്പം അദ്ദേഹം പറഞ്ഞു അതേ മാത്തുക്കുട്ടി ചായനും ഞാനായിട്ട് എഴുതപ്പെടാത്തൊരു നിയമമുണ്ട്. അതായത് എന്നോട് അദ്ദേഹം പറയണേ അങ്ങ് എന്ത് എഴുതിയാലും അങ്ങ് എന്ത് വരച്ചാലും അത് കേരളത്തിൽ ഞങ്ങൾക്കുള്ളതാണ്. അങ്ങനെ ഒരു സുഹൃത്ത് ഒരു ഉടമ്പടി ഞങ്ങൾ തമ്മിൽ സംസാരത്തിലുണ്ടായിട്ടുണ്ട്. ഞാൻ പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് തരിക? അങ്ങനെ അതും അടഞ്ഞപ്പോഴാണ് എന്നാൽ പിന്നെ ഇനി സ്വന്തം വഴി ഉണ്ടാക്കേണ്ടത്. അദ്ദേഹം പറയില്ലേ പരിമിതി ശക്തിയായ വഴി അന്നേരമാണ്. അവിടെ വച്ചാണ് ഇതെല്ലാം എടുത്ത് വെച്ച് നമ്മൾ എങ്ങനെയോ ആ സാധനം ഉണ്ടായി. അങ്ങനെയാണ് ഈ കഥാപാത്രം രൂപപ്പെടുന്നത്. തുടങ്ങിയതിൻ്റെ പിറ്റത്തെ ഇഷ്യൂ ഒരു കോപ്പി ഷൂട്ടപ്പ് ചെയ്യാൻ തുടങ്ങി. ഞാൻ പോരുമ്പം കണ്ട് 1,20,000 വരെ ഒന്നും അത് ഇത് കൃത്യമായിട്ട് നിന്നില്ല എങ്കിലും ഒന്നിൻ്റെ മുകളിൽ 1,5, 1,10 പെർമനൻ്റായിട്ട് നിന്നു. അപ്പോൾ എന്തായിരുന്നു ഫോർട്ട്നൈറ്റ്ലി ആയിരുന്നു. ഇവർ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളോട് അങ്ങനെയായിട്ട് ഇത് പറയുള്ളൂ. ഇവർ ഫോർട്ട്നൈറ്റ്ലി ആയിട്ടപ്പോൾ ഞങ്ങൾക്ക് ഫോർട്ട്നൈറ്റ്ലി ആകേണ്ട വന്നു. ഇവർ ട്രെൻഡ് നിശ്ചയിക്കും മനോരമ, അതിൻ്റെ പുറകെ ഓടിയേ പറ്റുള്ളൂ. ഇവർക്ക് സോഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്, ഞങ്ങൾക്ക് അത്രയില്ല. പക്ഷെ ഇടിച്ച് നിൽക്കണ്ടേ. അപ്പോൾ ഞങ്ങൾ ഫോർട്ട്നൈറ്റ്ലി ആക്കി. പിന്നെ ഇവർ വീക്കിലി ആക്കി. ഇത് മുമ്പിക്ക് കല്ലെടുക്കാതിരിക്കാൻ പറ്റുമോ? ഏതായാലും അപ്പോഴത്തേക്ക് എനിക്ക് വിരക്തി പൂത്ത് അവിടെ നിന്ന് ചാടാനും തോന്നി. ഇതിവർ വീക്കിലി ആക്കിയോണ്ടല്ല. അപ്പോൾ എനിക്ക് ഇതിനോട് അങ്ങോട്ടൊരു മാറിയിട്ട് ഇങ്ങനെയുള്ള കാര്യത്തിൽ വലിയ താല്പര്യമെന്ന് ഞാൻ റിസൈൻ ചെയ്യായിരുന്നു. അതിനുശേഷമാണ് ഈ ഡിങ്കോയിസവും അതുമൊക്കെ ഉണ്ടായെന്നുള്ള പലപ്പോഴും ഞാൻ അറിയുന്നത് ഈ സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലുമൊക്കെ അയച്ചിട്ടാണ് ഞാൻ. കാരണം ഞാൻ പിന്നെ ഒരു വായനയും ചിന്തയൊക്കെ തീർത്തൊരു പർട്ടിക്കുലർ ഭാഗത്ത് പോയതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പിന്നെ ഈ എൻ്റെ പഴയ മേഖലയിലേക്കോ അങ്ങനെ പോയിട്ടില്ല. ഒരു പ്രത്യേക വഴിയിൽ താല്പര്യം വന്നുകൂടി. അതുകൊണ്ട് അതിനെപ്പറ്റി കൃത്യമായിട്ടൊരു ഉത്തരം എൻ്റെ കയ്യിലില്ല. നമസ്കാരം സർ. എനിക്ക് ചോദിക്കാനുള്ളത് നമ്മൾ ഈ ആലീസ് ഇൻ വണ്ടർലാൻഡൊക്കെ പോലുള്ള വർക്ക്സ് ഉണ്ടല്ലോ,
അത് നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ വായിക്കുന്ന ആ ഒരു രീതിയിലല്ല നമ്മൾ വലുതാകുമ്പോൾ അതിനെ കാണുന്നത്. അപ്പോൾ ഇത് ശരിക്കും നമ്മുടെ ഇൻ്റർപ്രിറ്റേഷൻ കൊണ്ടുള്ളതല്ലല്ലോ, കാരണം ബൈ ഡിസൈൻ അങ്ങനെ ചെയ്യുന്നതാണോ? അതിൻ്റെ സാധ്യതകളെ പറ്റി ഒന്ന് സംസാരിക്കാമോ? അതായത് നമ്മൾ കുട്ടികൾക്ക് വേണ്ടി ഇത് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുമ്പോഴും നമ്മൾ മുതിർന്നവരെ മനസ്സിൽ കണ്ട് അവരെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണോ ഇത് എഴുതുന്നത്? ഞാനാണോ ഉത്തരം പറയേണ്ടത് അതോ സാറാണോ? ഇതെല്ലാം നേരത്തെ ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ പോലെ എല്ലാം മനഃപൂർവ്വം അല്ല. പക്ഷേ നമ്മൾ അതും സോമശേഖരൻ സാറ് പറഞ്ഞ പോലെ അതിൽ എത്ര കണ്ടും നമ്മൾ ഇൻവോൾവ്ഡ് ആവുന്നുണ്ട് എന്നുള്ളതനുസരിച്ചിരിക്കും. നമ്മളത് എൻജോയ് ചെയ്യാതെ ഇതെൻ്റെ ഒരു ജോലിയാണ്, അത് നമുക്കതിനെതിരെ കണ്ണടയ്ക്കാൻ പറ്റില്ല. പക്ഷേ ജോലി മാത്രമല്ല എന്നുള്ളതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ വയസ്സിലും ഞാൻ അതിനെ പാഷനേറ്റായിട്ട് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളതിൻ്റെ ഒരു എക്സ്ട്രാ എഫർട്ട് എടുത്ത് ഒരു മനസ്സർപ്പിച്ച്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് മാക്സിമം ആയിരിക്കണം എന്നുള്ളൊരു തോന്നൽ കെടാതെ സൂക്ഷിക്കുന്ന സമയത്ത് അതിനകത്ത് ഈ ഇൻ്റർപ്രിട്ടേഷൻസ് തന്നെത്താൻ വരും എന്നാണ് കുറേ അനുഭവം. ഇപ്പോൾ അത് പക്ഷേ എല്ലാത്തിനും പറ്റണമെന്നില്ല. കാരണം ഓരോ ആഴ്ചയും നമുക്ക് ഓരോ ഐഡിയയും ഓരോ കഥയും വേണമല്ലോ. ഇപ്പോൾ ബാലരമയുടെ കേസിലാണെങ്കിൽ വീക്കിലിയാണ്, എല്ലാ 7 ദിവസത്തിലും ഒരു ഐഡിയയും അതിൻ്റെ സ്ക്രിപ്റ്റും ഉണ്ടാവണം. അത് സൂത്രൻ മാത്രം പോരാ, ഞാനിപ്പോൾ ഒരു 4-5 സ്ക്രിപ്റ്റുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇതിന് എല്ലാം ഒരുപോലെ ഗംഭീരമാക്കാൻ പറ്റില്ല. ചിലതെങ്കിലും ഗംഭീരമാവേണ്ടെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അതായത് നമുക്കെല്ലാം നമ്മുടെ ഒരു മാനുഷികമായിട്ടുള്ള പരിമിതി അതിനകത്തുണ്ട്. പക്ഷേ ഈ വളരെ ആസ്വദിച്ച് നമ്മൾ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് നമ്മുടെ അനുഭവങ്ങൾ തന്നെയാണല്ലോ ഒരു തരത്തിൽ നമ്മളെ പേനയുടെ തുമ്പിക്കൂടെ വരുന്നത്. അങ്ങനെ വരുമ്പോൾ കുറേ പേർക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റും. ചിലത് ഒന്ന് ഹൈഡ് ചെയ്ത് വെക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ അങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കുമ്പോൾ ഒരു അപകടം എന്താ വെച്ചാൽ നമ്മുടെ ഒരു മേജർ ഓഡിയൻസിനെ നമ്മൾ മറന്നു പോകരുത്. കാരണം അവർക്കാണ് പ്രൈമറിലി ഏറ്റവും ചെറിയ കുട്ടികൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന തരത്തിലാണ്. ഇപ്പോൾ സൂത്രൻ്റെ ചില കഥകളൊക്കെ അവർക്ക് വായിച്ചാൽ മനസ്സിലാവും, കുറച്ച് വലുതായി വായിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേറൊന്നും മനസ്സിലാവും എന്ന് നമുക്ക് എഴുതുമ്പോൾ അറിയാം. ആ രീതിയിൽ നമ്മളതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാറുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ആരൊക്കെ ആ കഥ വായിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. ഈ സൂത്രൻ്റെ കാട്ടിലൊരു ദേശീയഗാനമുണ്ട്. അത് ആരെങ്കിലും ആ കഥ വായിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. ഒരു അറ്റൻഷൻ, ദേശീയഗാനം ചെല്ലുന്ന സമയത്ത് അറ്റൻഷനായിട്ട് നിൽക്കണം എന്നുള്ളൊരു നിയമമുണ്ട്. ആ ദേശീയഗാനം പാടുന്നുണ്ട്. അത് ഒരു 3-4 വരി പറയുകയാണെങ്കിൽ, നമ്മുടെ കാട്ടിൽ നിറയെ കായും പുല്ലും നിറയട്ടെ, കായും പുല്ലും തിന്നുന്നവരുടെ കാലിന് വേഗം കൂടട്ടെ. അത് വെജിറ്റേറിയൻ എന്നുള്ളതാണ്. അങ്ങനെയല്ല, കായും പുല്ലും തിന്നുന്നവരുടെ വായും വയറും നിറയട്ടെ, കായും പുല്ലും തിന്നാത്തവരുടെ കാലിന് വേഗം കൂടട്ടെ, അവരുടെ വലുതല്ലാത്തൊരു വയറും ആവശ്യത്തിന് നിറയട്ടെ, എല്ലാവരുടെയും വയറ് നിറയ്ക്കാൻ എന്നും കാടിന് കഴിയട്ടെ എന്നുള്ളതാണ് ആ ദേശീയഗാനം. ഇത് കുട്ടികൾക്ക് വെറുതെ ഒരു പാട്ട് പോലെ വായിക്കാം. പക്ഷെ വേണമെങ്കിൽ കുറേ കാലം കഴിഞ്ഞ് വായിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ അങ്ങനത്തെ ചില സംഭവങ്ങൾ എഴുതുന്ന സമയത്ത് ഇത് വെറുതെ ഒരു 4 വരി 4 കാലി പണ്ടത്തെ ഭാഷയിലാണെങ്കിൽ അങ്ങനെ ആവണ്ട. അതിനകത്ത് എന്തെങ്കിലും ഡൈമെൻഷൻ കൊടുക്കാൻ നമുക്ക് നമ്മുടെ ആ എഴുതുന്ന സമയത്ത്, എഴുതുന്ന ദിവസത്തെ നമ്മുടെ മൂഡും നമ്മുടെ ആരോഗ്യസ്ഥിതിയും മാനസികാരോഗ്യസ്ഥിതിയും ഇതെല്ലാം അതിൽ വർക്കൗട്ടാവും. നല്ല സമയമാണെങ്കിൽ ചില സാധനങ്ങൾ അങ്ങനെ കിട്ടും. അത് നാച്ചുറലി വരുന്നതാണ്. ഒരു ഫോഴ്സ്ഫുള്ളായിട്ടുള്ളത് നിലനിൽക്കില്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നമ്മളെ എൻജോയ് ചെയ്യണം. എൻജോയ് ചെയ്ത് വരുന്ന സമയത്ത് കുറേ ഇൻപുട്സ് അതിനകത്ത് വരും എന്നാണ് എനിക്ക് എൻ്റെ ഒരു പരിമിതിക്കകത്ത് നിന്ന് തോന്നുന്നത്. അദ്ദേഹം പറഞ്ഞു എനിക്ക് എൻ്റെ ഒരു കാഴ്ചപ്പാട്, ആശയം ഒരു വിത്താണ്, ഗൗരവമായൊരു വിഷയമാണ്. അതിൻ്റെ ശക്തിയും അത് ബുദ്ധിയിൽ നട്ടു വളർത്തി അതുണ്ടാക്കുന്ന സ്വാധീനവും അറിയാവുന്നവർ കുട്ടികൾക്ക് തയ്യാറാക്കുമ്പോൾ വളരെ വളരെ സസൂക്ഷ്മമായിട്ട് അവരത് ചെയ്യൂ. ഇപ്പം ഞങ്ങൾ ഇന്നത്തെ മീഡിയാസിൽ ജോലി ചെയ്യുന്നവരെ ആ കൃതിയും തമ്മിൽ കമ്പയർ ചെയ്യരുത്. കാരണം ഇത് വിറ്റു പോകണമെന്നുണ്ട്.
മറ്റവർക്ക് വിറ്റു പോകണമെന്നില്ല. ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ താൻസൻ അക്ബർ ചക്രവർത്തിയെ പാട്ടുപാടി കേൾപ്പിച്ചു. ഒരിക്കൽ തെരുവിൽ നിന്നൊരു ഗായകൻ നന്നായിട്ട് പാടുമ്പോൾ ചക്രവർത്തി ചോദിച്ചത്രേ, താൻസൻ അങ്ങ് പാടുന്നതിനേക്കാൾ എനിക്ക് ഇത് കേട്ട് എന്നെ വളരെ സ്വാധീനിക്കുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ പാടുന്നത് അങ്ങ് സന്തോഷിക്കണം എന്ന് വെച്ചുകൊണ്ടാണ്, മൂപ്പര് പാടുന്നത് ഈശ്വരൻ സന്തോഷിക്കണം എന്ന് വെച്ചിട്ടാണ്. അങ്ങേക്ക് വേണ്ടിയിട്ടല്ല അദ്ദേഹം പാടുന്നത്. അപ്പോൾ ലൂയിസ് കാർണോ പോലെയുള്ള മനീഷികൾ ഒരു സാധനം ചെയ്യുമ്പോൾ അവർക്ക് ഈശ്വരൻ്റെ ഒരു ഉപകരണ. കാരണം ഒരിക്കൽ അവാർഡ് കൊടുത്തപ്പോൾ കുഞ്ഞുണ്ണി മാഷൊരു വാക്ക് പറഞ്ഞു, എന്താണ് ശരിയായ അവാർഡ്? നിന്നെ കണ്ടവൻ ചത്ത്, അവനെ കണ്ടവനും ചത്ത്, അവനെ കണ്ടവനും ചത്തതിന് ശേഷം വന്നവൻ ഇത് വായിച്ചാൽ അതാണ് അവാർഡ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ കാലദേശങ്ങൾക്ക് അതീതമായി ഒന്ന് നിൽക്കണമെങ്കിൽ അതിൻ്റെ അകത്ത് ധാർമ്മിക മൂല്യമുണ്ടാകണം. അതുകൊണ്ട് തന്നെ ആ മൂല്യമുള്ളതുകൊണ്ട് മുതിരുന്തോറും ഈ കഥകളിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന അവർ ബോധപൂർവമാണോ അല്ലയോ വെച്ച് എനിക്കറിയില്ല, ഋഷിതുല്യരാണ് അവർ. അതിൽ തെളിഞ്ഞു വരുന്ന ആശയങ്ങൾ ഏതു പ്രായത്തിലും കൂടുതൽ രസകരമായും ആനന്ദകരമായും ആഴത്തിലും അത് വേരോടും. ഞാൻ ആ ചക്രവർത്തി രാജഗോപാലൻ പറഞ്ഞു ഫിനിഷ് ചെയ്യൽ ഇപ്പോൾ ഓർമ്മ വന്നു. ഈ ഹനുമാൻ്റെ വാലിലാണ് കുട്ടി പിടിക്കണത്. അങ്ങനെ ഹനുമാൻ്റെ ആരാധകനായ ആ വ്യക്തി പിന്നീട് ആഞ്ജനേയൻ എവിടെ നിന്ന് ഈ ശക്തി വന്നു എന്ന് തിരക്കും മുതിരുമ്പോൾ. അപ്പോൾ അവന് മനസ്സിലാവും. എന്താ മനസ്സിലാവണേ? രാമനാണ് ഇതിൻ്റെ പുറകിലെ ആൾ. അപ്പോൾ മൂപ്പര് ഹനുമാൻ്റെ വാലിൽ നിന്നും രാമനിലേക്ക് ചാടും. ഈ രാമൻ എങ്ങനെ രാമനായി എന്ന് ചിന്തിക്കുമല്ലോ, തലയ്ക്കകത്ത് ആൾ താമസമുണ്ട്, ചിന്തിക്കുമല്ലോ. അതിൻ്റെ അകത്ത് രാമൻ എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു ആ മൂല്യമാണെന്ന് മനസ്സിലാവും. ആ മൂല്യം എന്തെന്ന് അന്വേഷിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങളിൽ പലരും കേട്ടിട്ടില്ലാത്തൊരു ഗ്രന്ഥമുണ്ട്, 32,000 ശ്ലോകം, വാൽമീകി എഴുതിയ മറ്റൊരു കൃതി. കേട്ടിട്ടുണ്ടാവുമോ? വസിഷ്ഠ 2,000 ശ്ലോകമുണ്ട്. രാമന് ടീനേജിൽ പഠിപ്പിച്ചതാണ് ഈ സാധനം മുഴുവനും, 16-ാമത്തെ വയസ്സിൽ. അത് മുഴുവൻ എന്താണ് ജീവിതം, എന്തിനാണ് ജീവിതം, എങ്ങനെ ജീവിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഗുണങ്ങളാണ് ഒരു വ്യക്തിയെ മൂല്യവത്താക്കുന്നത് എന്ന ദർശനത്തിലേക്ക് ഈ ഹനുമാൻ്റെ വാലിൽ നിന്ന് അവിടെ പിടിച്ചു ചെല്ലും. അല്ലാത്തവർ ഹനുമാൻ്റെ വാലായിട്ട് നടന്നോളും. രണ്ടും അപകടകരമല്ല. അപ്പോൾ ക്ലാസിക്കൽ കൃതികളിലെ സ്വാധീനത നമ്മളിപ്പോൾ എഴുതുന്ന ഈ ഇങ്ങനെയുള്ള കഥകളിലൊക്കെ ഇതിനകത്ത് നമ്മുടെ ഉള്ളിലുള്ളൊരു നന്മ മാക്സിമം ഉണ്ടാക്കാൻ നോക്കും. പിന്നീട് ഇതിൻ്റെ കൂടെ ഇത് വിറ്റു പോകണം എന്നുള്ള വളരെ നിർബന്ധമുള്ളൊരു കാര്യമാണ്. കാരണം ഇരുന്നില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? ഇത് വിൽക്കാറിയാവുന്ന ആളെ അടുത്ത് മാനമിൻ്റെ പിടിച്ച് കസേരയിരുത്തും, പണി പോകുന്നർത്ഥം. അതുകൊണ്ടാണ് തിരിഞ്ഞു നോക്കി ടമാർ ഒരു ശബ്ദം കേട്ടു, അപ്പോൾ അടുത്ത ആഴ്ച നിങ്ങൾ മേടിക്കില്ലേ? ആ പരിപാടിയൊക്കെ ചെയ്യണം. അതുകൊണ്ടാണ്. നേരത്തെ പറഞ്ഞാൽ വേണമെങ്കിൽ ഇപ്പോൾ ഈ ആലീസ് ഇൻ വണ്ടർലാൻഡ് പറഞ്ഞ കൂട്ടത്തിൽ അത്തരം കൃതികളിൽ മാത്രമല്ല, സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഈ ടോം ആൻഡ് ജെറിയൊക്കെ നോക്കുമ്പോൾ അതിനകത്ത് കുറേ ഡൈമെൻഷൻസ് ഉണ്ട്. ഇപ്പോൾ അനിമേഷൻസിലും അങ്ങനത്തെ കുറേ ഡൈമെൻഷൻസ് ഉണ്ട്. അപ്പോൾ അതിൽ പല 40s വന്ന പല കാർട്ടൂണുകളിലും വേൾഡ് വാറാണ് അതിൻ്റെ ബേസിക് വിഷയം എന്നുള്ളത്. അത് നമുക്ക് രണ്ടാമതൊന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതിൻ്റെ ചിലത് പ്രത്യക്ഷമായിട്ടും ചിലത് വളരെ പരോക്ഷമായിട്ടും ആ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ തന്നെയാണ് അതിനകത്ത് ഒളിപ്പിച്ചത്. അതെല്ലാം മറ്റേ ഡെലിബറേറ്റ് ഇൻക്ലൂഷൻസാണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ നേരത്തെ എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ ഇതാണ്, നമ്മൾ എത്ര കണ്ടും അതിൽ ഇൻവോൾവ്ഡ് ആവുന്നു, എത്ര കണ്ടും ആസ്വദിച്ച് ചെയ്യുന്നു, അത്രയും ഇതിന് സാധ്യത കൂടും, അതിൻ്റെ ഡൈമെൻഷൻ കൂടാനുള്ള സാധ്യത കൂടും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.
സാർ, നമുക്കൊരു നോവലിൽ ഡയലോഗ്സ് എഴുതണതിന് അങ്ങനെ ലിമിറ്റില്ല, നമുക്ക് എത്ര വേണമെങ്കിലും എഴുതാമല്ലോ. ഇപ്പോൾ ഒരു കോമിക്സ് എടുക്കുകയാണെങ്കിൽ ഈ ഡയലോഗിന് ലിമിറ്റ് ഉണ്ട്, ലിമിറ്റ് വെച്ച് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ അതൊരു ചലഞ്ചായിട്ടാണോ അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണോ കാണുന്നത്? ഇനി ചലഞ്ച് ആണെങ്കിൽ അതിനെങ്ങനെയാണ് ഓവർകം ചെയ്യുന്നത്? ഞാൻ സാറിനോട് അനുവാദം ചോദിക്കുന്നത്, സാറിന് വേറെ ഉത്തരങ്ങളാണ് രണ്ടുപേരും ചെയ്തിട്ടുള്ളത്. കോമിക്സിന് ചിത്രകഥ എന്നാണല്ലോ പറയുക, മലയാളത്തിൽ ചിത്രകഥ എന്നാണ് വാക്ക്. അതിലാദ്യം വരുന്ന വാക്ക് ചിത്രം ആണ്. അപ്പോൾ നമ്മുടെ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് ചിത്രം കൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തത് മാത്രമേ കഥയായിട്ട്, അതായത് ടെക്സ്റ്റായിട്ട് വരേണ്ട ആവശ്യമുള്ളൂ എന്നുള്ളതാണ്. പിന്നെ ചലഞ്ചാണോ എന്താണോ ചോദിച്ചത്, ഓപ്പർച്യൂണിറ്റി ആണോ? ആ ചലഞ്ച് തന്നെയാണ് ഓപ്പർച്യൂണിറ്റി എന്നാണ് എൻ്റെ അഭിപ്രായം. നേരത്തെ പറഞ്ഞ ആ പരിമിതിയാണ് നമ്മുടെ ശക്തി എന്ന് പറയുന്ന പോലെ എത്ര കൊണ്ടും ചുരുക്കാമോ എന്നുള്ളത് ആണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ അത് നേരത്തെ പറഞ്ഞ് ആ ചിത്രം കൊണ്ട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ഒരു ഭാവം കൊണ്ട്. ഇപ്പോൾ സുബോധനൊക്കെ അത് കറക്റ്റായിട്ട് അറിയാം. ഒരു ഭാവം കൊണ്ട് എക്സ്പ്രസ് ചെയ്യുന്ന കാര്യം അവിടെ പേടിച്ചു എന്ന് വീണ്ടും എഴുതേണ്ട ആവശ്യമില്ല, ആ പേടി അതിനകത്തുണ്ട്, ചിത്രത്തിലുണ്ട്. അപ്പം നമ്മൾ അത് നമ്മുടെ ഒരു പ്രോസസ്സും അത് തന്നെയാണ്. ഏറ്റവും കുറച്ച് ടെക്സ്റ്റ് ഉപയോഗിക്കുക. അപ്പോൾ അതിനൊരു രണ്ട് ഗുണമുള്ളത്, ടെക്സ്റ്റ് കുറവ്. ഇപ്പോൾ കോമിക്സിലൊക്കെ ടെക്സ്റ്റ് കുറവാണ് വരുന്നതെങ്കിൽ ചിത്രത്തിന് അത്രയും പ്രാധാന്യം കൂടി എന്നുള്ളതാണ്. അതായത് കുറേ കൂടി കാണാൻ ഭംഗിയുണ്ടാവും, ആ പേജ് കാണാൻ ഭംഗിയുണ്ടാവും എന്നുള്ളതാണ്. ഒരു സൂത്രൻ്റെ, ഞാൻ വീണ്ടും ഈ സൂത്രനിലേക്ക് വരുന്നത് ക്ഷമിക്കണം ശരിക്കും പറഞ്ഞാൽ, സൂത്രനിൽ അതിൻ്റെ ഒരു ബേസിക്, ഓരോ ചിത്രകഥയ്ക്കും ഓരോ ശൈലിയുണ്ട് കേട്ടോ, അത് പറയാം. ഇപ്പോൾ സൂത്രൻ എഴുതുന്ന പോലെയല്ല മായാവി എഴുതുക, അതുപോലെയല്ല ജംഗിൾ ബുക്ക് എഴുതുക, അതുപോലെയല്ല അക്കുയിക്കും എഴുതുക. ഓരോന്നിനും ഓരോ ശൈലിയുണ്ട്. ആ കഥാപാത്രങ്ങൾ നിശ്ചയിക്കുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ടോൺ നിശ്ചയിക്കുന്ന ശൈലിയുണ്ട്. ഇപ്പോൾ സൂത്രനൊക്കെ നമ്മൾ തുടങ്ങുന്ന സമയത്ത് ഏറ്റവും മിനിമം ഡയലോഗ് ഇല്ലാത്ത ഫ്രെയിം ഉണ്ടെങ്കിൽ അത്രയും നന്നായി എന്നുള്ള ആ ശൈലിയാണ് നേരത്തെ പറഞ്ഞ ഔട്ട് ഓഫ് ദി ബോക്സിലെ ബോക്സ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിരുന്നത്. ഇത് അങ്ങനെ ഇത് ഇരിക്കെ തന്നെ ഈ മലയാളത്തിൽ വന്നിട്ടുള്ളൊരു ഒരു ചിത്രകഥകളിൽ ഏറ്റവും കൂടുതൽ വാക്കുകളുള്ള ഒരു ഫ്രെയിം സൂത്രൻ്റെ ആയിരിക്കും. അതായത് നിർത്താതെ ഒരു ഡയലോഗ് പറയുന്ന ഒരു ക്യാരക്ടർ ഒരു കഥയിൽ വന്നു. ഒരു ഫ്രെയിമിൽ, ഒരു പേജിൽ മുഴുവൻ അയാളുടെ ഒരറ്റത്തൊരു തലയുണ്ട്, ബാക്കിയെല്ലാം ഈ ഒറ്റ നീണ്ട വാചകമാണ്. അപ്പോൾ അങ്ങനെയും ചില ചിന്തകൾ വരും. പക്ഷേ ബേസിക്കലി ഇത് തന്നെയാണ്, നമ്മൾ ചിത്രം കൊണ്ട് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ മാത്രമേ ടെക്സ്റ്റ് കൊണ്ട് പറയുള്ളൂ. അത് ചലഞ്ചല്ല. ഞാൻ ആ ചലഞ്ചിനെയൊക്കെ ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് കണക്കാക്കുന്നത്. അതിനെയൊക്കെ വളരെ സന്തോഷപൂർവ്വമാണ് നമ്മളതിനെ നേരിടാറ്. സുബോധനോടൊരു ചോദ്യം. അതായത് മുമ്പേ സംസാരിക്കുന്നതിനിടയിൽ ഈ ചിത്രം വരയ്ക്കുന്ന സമയത്ത് കുട്ടികളോട് മാനസികമായിട്ട് സ്വയം ഇങ്ങനെ കുട്ടി എന്ത് ചോദ്യം ചോദിക്കും, എങ്ങനെ ആയിരിക്കും ഈ ചിത്രം കണ്ട് അത് എന്ത് ചോദ്യമായിരിക്കും ചിത്രകാരനോട് ചോദിക്കുക എന്നൊക്കെ ആലോചിച്ചിട്ടാണ് ഈ വര സംഭവിക്കുക എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ മുതിർന്ന ഈ പറയുന്ന സുബോധ് വരയ്ക്കുന്ന ഈ പെയിൻറ്റിങ്സ് ഉണ്ടല്ലോ, അതായത് വളരെ ഗൗരവ തലത്തിൽ ചോദിക്കുന്ന അങ്ങനെയുള്ള ആലോചനയോടുകൂടി ചെയ്യുന്ന കാര്യങ്ങൾ, അതിപ്പോൾ എല്ലാം ഒരു ആശയവിനിമയമാണല്ലോ. ഇപ്പോൾ ചിത്രത്തിൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടല്ലോ. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇവിടെ പോയി, നമ്മുടെ അടുത്തുള്ള കിടങ്ങൂർ അമ്പലത്തിൽ എതിരൻ കതിരവനെ അതിൻ്റെ ആ ദാരുശില്പങ്ങൾ കാണിക്കാൻ വേണ്ടി. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പലപ്പോഴും പറയുന്നത് ഇതെല്ലാം കമ്മ്യൂണിക്കേഷന് വേണ്ടി എത്രയോ 1000 വർഷം മുമ്പേ ഇത് കൊത്തിവെച്ചതാണ്. ഇതിൻ്റെ ചുറ്റും എല്ലാം ഈ പറയുന്ന കേരളത്തിലെ കലാരൂപങ്ങളാണ്. കൃത്യമായിട്ട് അവിടെ വരച്ചിരിക്കുന്നത് കേരളത്തിലെ കലാരൂപങ്ങളാണ്. അതിനകത്ത് ചാക്യാർ കൂത്തുണ്ട്, മറ്റേ കഥകളി രൂപങ്ങളുണ്ട്, അന്നുണ്ടായിരുന്ന എല്ലാ കലാരൂപങ്ങളും അതിന് മുമ്പിൽ. പിന്നെ പുരാണ ചിത്രങ്ങളുണ്ട്, പക്ഷിമാല, അങ്ങനെ ഗജമാല, അങ്ങനെയുള്ള ഇതെല്ലാം. പിന്നെ ജിയോമെട്രി, പിന്നെ മാത്തമാരിസ്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങനെ എന്തായാലും ഒരു ആശയവിനിമയം ഉണ്ട്. അപ്പം ഈ പറയുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള ആശയവിനിമയവും പിന്നെ മുതിർന്നവർക്ക് വേണ്ടി, അതായത് രണ്ടും ചെയ്യുന്ന ആളെന്ന നിലയിൽ ഇത് രണ്ടും ഒന്ന് താരതമ്യം ചെയ്ത് അത് എന്തൊക്കെ ആലോചനകളാണ്, അതായത് ഇത് കണ്ട് ആളുകളെങ്ങനെ വെച്ചാൽ ആളുകൾക്ക് അവരുടെ സ്വാതന്ത്ര്യമുണ്ട്, ഇഷ്ടം പോലെ കണ്ട് ഇഷ്ടം പോലെ അർത്ഥമൊക്കെ ഉണ്ടാക്കും. പക്ഷെ ചിത്രകാരൻ എന്ന നിലയിൽ എന്തൊക്കെയാണ് ആലോചിക്കുക? പെയിൻറ്റിങ്സ് ചെയ്യുമ്പോൾ അതിൽ കൂടുതൽ എൻ്റെ
വ്യക്തിപരമായ അനുഭവങ്ങളുണ്ടാവും. ചിലപ്പോൾ ചില സാമൂഹ്യ സാഹചര്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ടാക്കി ചില സംഭവങ്ങൾ പ്രതിഫലിക്കുന്നതായിരിക്കും പെയിൻറ്റിങ്ങുകൾ. അല്ലെങ്കിൽ എന്തെങ്കിലും ചോദ്യം ചെയ്യാനായിട്ട് എനിക്ക് പറയാനുള്ളത് ഒക്കെയാണ് പെയിൻറ്റിങ്സിൽ കൂടി ഞാൻ ചെയ്യാറ്. ഒരു കുട്ടിച്ചിത്രത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ കഥ, ആ കഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ചിത്രങ്ങളായിരിക്കണമല്ലോ. അപ്പോൾ കൂടുതൽ കുട്ടികൾ ചോദിക്കുന്ന, അവരാദ്യം ചിലപ്പോൾ അവർക്ക് കഥ വായിച്ചു കൊടുത്ത ടീച്ചറോ പാരൻസോ ഒക്കെ ഉണ്ടാവും. അപ്പോൾ കുട്ടി ചോദിക്കും, ഈ ചിത്രത്തിൽ അത് കാണുന്നില്ലല്ലോ, കഥയിൽ അത് പറയണ്ടല്ലോ. അപ്പോൾ അത്തരം ചോദ്യങ്ങൾ എനിക്ക് നേരെ ഉണ്ട് എന്നുള്ള ആ ഒരു വിചാരവും കൂടി ഞാൻ കണക്കിലെടുത്തിട്ടാണ് ചിത്രത്തിൽ അത് കൊണ്ടുവരുന്നത്. പെയിൻറ്റിങ്സിൻ്റെ മറ്റൊരു സംഭവമാണത്. എൻ്റെ അനുഭവങ്ങളുണ്ടാവും അതിൽ. ആ, ബുദ്ധൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു കുട്ടിക്കാലം മുതലേയുള്ള ഒരു ചിത്രങ്ങളെ, ആ ചിത്രങ്ങൾ കണ്ടിട്ടാണ് ബുദ്ധനോടുള്ള ഒരു ഇത് വരുന്നത്. പിന്നീട് കുമാരനാശാൻ്റെ കവിതകളിൽ കൂടി ബുദ്ധൻ കയറി വരികയാണ്. അങ്ങനെയാണ് ഈ ബുദ്ധൻ, ചിലപ്പോൾ പെയിൻറ്റിങ്സിലുമൊക്കെ ഞാൻ ബുദ്ധൻ വരുന്നുണ്ട്. ബുദ്ധൻ ചിലപ്പോൾ ഈ ബുദ്ധൻ്റെ ആ ധർമ്മചക്രം ജീർണിച്ച് അതൊരു ഈ ലോഹചക്രം അക്രമാസക്തമായിട്ടിങ്ങനെ രീതിയിലത് ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് നിൽക്കുന്ന, അതൊക്കെ മറ്റു ചിന്തകളിൽ കൂടിയാണ് ഈ ഇതിലേക്ക് വരുന്നത്, പെയിൻറ്റിങ്സിലേക്ക് വരുന്നത്. ചിലപ്പോൾ ബുദ്ധവിഗ്രഹം തന്നെ ഈ ജീർണിച്ചതും ബന്ധനസ്ഥനായിട്ട് നിൽക്കുന്ന ബുദ്ധൻ, ചിലപ്പോൾ ധ്യാനസ്ഥനായിട്ടുള്ള ബുദ്ധൻ്റെ മുകളിൽ നിന്ന് ചിറകിന് തീ പിടിച്ച പക്ഷികൾ താഴേക്ക് വരുന്നത്. അതെല്ലാം വ്യക്തിപരമായിട്ടുള്ള ചില കുറേ അനുഭവങ്ങൾ അതിൽ വരുന്നുണ്ട്. With that, we come to the end of the panel discussion. Now, as we are concluding the segment, it is time to express our heartfelt gratitude to everyone who made this event meaningful and memorable.